yes, good evening everyone. Good evening, Magli. Good evening, good evening, good evening. Yes, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. യെസ് മിസ്സും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത് നീറ്റ് റിവിഷൻ അല്ലെ, ആവേശം 2026 നമ്മളിത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് നമ്മുടെ ഇന്നത്തെ യെസ് ഓക്കെ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ഫിസിക്സിന്റെ നമ്മുടെ തേർഡ് ക്ലാസ് ആണ്, തേർഡ് ലെക്ചർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ യു റെഡി ആണ്, സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ യെസ് നിങ്ങൾ റെഡി ആണ്, സെറ്റ് ആണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറയുക കേട്ടോ. ഓക്കെ യെസ്, അപ്പോൾ വേഗം നിങ്ങൾ ഫ്രണ്ട്സിനും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ റെഡി യെസ്, അപ്പോൾ പെട്ടെന്ന് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഇതുപോലെ നീറ്റിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ ഇവിടെ ഒരു ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിതേ സെറ്റാക്കാനായിട്ട് പോവുകയാണെന്നുള്ളത് അവരുടെ കൂടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ റെഡി യെസ് ഹലോ ഗുഡ് ഈവനിങ് യെസ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. മെയിൻലി 4 ചാപ്റ്റേഴ്സ് ആണ്. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന് പറയുന്ന 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കാനായിട്ട് പോകുന്നത്. ഓക്കെ സോ ആർ യു റെഡി ആണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ പറയാം. ഓരോന്നായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെറ്റ് ആക്കാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ റെഡി ഓക്കെ യെസ്, ഒരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ചെറിയ സംഭവം ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ യെസ് അൺനോൺ ഫ്രം പാലക്കാട്. ഓക്കെ നിങ്ങളുടെ ആക്ച്വൽ നെയിം അതിൽ കാണാത്തതുകൊണ്ടാണ് നിങ്ങളുടെ യൂസർ നെയിം വെച്ചിട്ട് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ റെഡി യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ആക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത് ഇന്ന് റെഡി ആക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ സോളിഡ്സ് എന്ന് പറയുന്നത്. ദെൻ അതിന് മുന്നേ 2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. യെസ്, അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള യെസ് മിസ് ഇങ്ങോട്ട് മാറിയിരിക്കാം. അപ്പൊ QR കോഡ് ഇവിടെ ഉണ്ട്. അപ്പൊ QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന്റെ നേരെ വാട്സ്ആപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ലിങ്കും വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് അതിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യെസ് എന്ത് ചെയ്യുക, വാട്സ്ആപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഓൾസോ നമ്മുടെ നോട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ലൈവ് ആയിട്ട് എന്തിലേക്ക് കിട്ടും, യെസ് ഇന്ന് മുതൽ, അതായത് ഇന്ന് മുതൽ April 1 മുതൽ നമ്മുടെ PW ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. PW ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ക്ലാസ് അതിൽ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ യെസ്, അപ്പോൾ ആപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആവേശം 2026 എന്ന് പറഞ്ഞ് നമ്മുടെ ബാച്ചിന്റെ യെസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സും നമ്മൾ ഇതുവരെ പോയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ റെഡി യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സ് നമുക്ക് ഇതേ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നമുക്കറിയാം റബ്ബറും സ്റ്റീലും രണ്ടും 2 ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഈ 2 മെറ്റീരിയൽസും ആക്ച്വലി ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം, അപ്പൊ എന്താണ് ഇലാസ്റ്റിക്, എന്താണ് റബ്ബറിന്റെ ക്യാരക്ടർ, എന്താണ് സ്റ്റീലിന്റെ ക്യാരക്ടർ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കിയ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഇതേ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി അല്ലെ, എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് അറിയണം.
അപ്പൊ അതിലേക്ക് പോവാം. റിജിഡിറ്റി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ ലാറ്റിസ് is which is unyielding and strong. അപ്പോൾ unyielding ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ പറയാം. എപ്പോഴും റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, യെസ് ഇപ്പൊ തന്നെ ആൻസർ ഒക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സോ unyielding and സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും അല്ലെ. അതായത് അതിലേക്ക് നമുക്ക് എത്ര ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഷേപ്പിലൊന്നും ഡിഫോർമേഷൻസ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതിൽ നമ്മൾ ഏതെങ്കിലും 2 പോയിന്റ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സ് തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യെസ് റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഈ റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് എന്താണ് സംഭവം എന്നുള്ളത്, അല്ലെങ്കിൽ റിജിഡിറ്റി എന്താണ് സംഭവങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം ഇലാസ്റ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സംഗതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പിടിച്ച് കംപ്രസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യെസ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം. റെഡി. അപ്പൊ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു, അതിന്റെ ചേഞ്ചസ് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി, ഡിഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കുന്നു. ആൻഡ് ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡിക്ക് അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാടാ, യെസ് അങ്ങനെയുള്ള മെറ്റീരിയൽ നമുക്ക് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ഡ്യൂ ടു വിച്ച് ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് അല്ലെ, റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ റിമൂവിംഗ് ദ ഡിഫോമിംഗ് ഫോഴ്സ്. ഡിഫോമിംഗ് ഫോഴ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആഫ്റ്റർ റിമൂവിംഗ് ദ ഡിഫോമിംഗ് ഫോഴ്സ് ഇറ്റ് എക്സാക്ട്ലി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് അല്ലെ. അതിന് ഒറിജിനൽ, അതായത് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എക്സാക്ട് അതിന്റെ ഷേപ്പ് എന്താണോ അതേ സെയിം ഷേപ്പ് അതിനെ റീഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോഡീസ് ആണെന്ന് പറയും. ഓക്കെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോഡീസ് ആണെന്ന് പറയും. ഇനി പ്ലാസ്റ്റിക് ബോഡി എന്തായിരിക്കും എന്നറിയോ, ഇതിന്റെ നേരെ തിരിച്ചു. അതായത് ഞാൻ ബോഡിക്ക് ഒരു ഫോഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിന്റെ ഡിഫോർമേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കൊടുത്ത ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണോ ചേഞ്ച്, ആ ചേഞ്ചിൽ തന്നെയാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യെസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വിച്ച് ഡസൻറ്റ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് അല്ലെ, ഒറിജിനൽ ഷേപ്പിലേക്ക് അതിനെ റീഗെയിൻ ചെയ്ത് വരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ റെഡി. യെസ്, ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ മാറ്റർ ഹൗ മച്ച് സ്ട്രെച്ച് അപ്പാർട്ട് ഇറ്റ് ഓൾവേസ് റിട്ടേൺ ടു ഈച്ച് അതർ അല്ലെ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിനെ ബാധിക്കുന്ന കാര്യമല്ല. അത് വീണ്ടും ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ദേ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ആൻഡ് ലോ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ബൗൺസ് ബാക്ക് ഈസിലി. ഇലാസ്റ്റിസിറ്റി കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത് ഫോഴ്സ് റിമൂവ് ചെയ്താൽ പെട്ടെന്നൊന്നും അതിന് തിരിച്ച് ഒറിജിനൽ ഷേപ്പിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയലിന് നമ്മൾ എന്താ പറയുന്നത്, ഇലാസ്റ്റിസിറ്റി കുറച്ച് കുറവാണ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കുറച്ച് കുറവാണ്, ലോ ഇലാസ്റ്റിസിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ആ കമ്പാരിസൺ എന്താന്നുള്ള സംഭവം മനസ്സിലാക്കണം, വെറുതെ എന്താണ് ഡെഫിനേഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, ആൻഡ് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ് അല്ലെ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നുമില്ല, പ്രഷർ എന്താണോ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. അതായത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഒരു ലെങ്ത്, ഒരു റോഡിനെ, ഒരു എൽ ലെങ്ത് ഉള്ള റോഡിനെ ഞാൻ വലിച്ച് നീട്ടി അല്ലെ, നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇത് ഒറിജിനൽ ലെങ്ത് എല്ലായിരുന്നു, പക്ഷേ അതിനൊരു ഡെൽറ്റ എൽ ലെങ്ത് അതിന് ചേഞ്ച് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ അതിനൊരു എത്രയോ ഒരു എലോങ്ങേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എടുത്താൽ മതി. ആ സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, യെസ് അതിന് സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സ്ട്രെസ് എന്താന്നുള്ള സംഭവം സ്ട്രെസ് മനസ്സിലാക്കിയ ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ഷേപ്പ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്, നമ്മുടെ പ്രഷറിന്റെ അതേപോലെ തന്നെയാണ് വരിക. ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആയിരിക്കും കേട്ടോ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എടുത്താൽ മതി. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എടുത്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ സ്ട്രെയിൻ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, സ്ട്രെയിൻ കിട്ടും.
സെറ്റാണ് സെറ്റാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ സംഭവം, രണ്ടും ഒരേ സംഭവത്തിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലെങ്ത്തിന്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ് അല്ലേ, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ്. സോ ഈ ഡെൽറ്റ എൽ ബൈ എൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഡെൽറ്റ എൽ ബൈ എൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, രണ്ടും സെയിം ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, രണ്ടും ലെങ്ത് തന്നെയാണ്. അപ്പോൾ രണ്ട് സെയിം സംഭവങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ ആണ്. അപ്പോൾ റേഷ്യോന്റെ സംഭവങ്ങളുടെ എന്തായിരിക്കും, അതിന് യൂണിറ്റും ഉണ്ടാവില്ല ഡയമെൻഷനും ഉണ്ടായിരിക്കില്ല കേട്ടോ. സോ അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ എന്തായിരിക്കും, സ്ട്രെയിൻ ദേ ഹാവ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. അതിൽ യൂണിറ്റ്ലെസ് ആണ് ഡയമെൻഷൻലെസ് ആണ് എന്നുള്ളത് പഠിക്കുക. ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. അതിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഉണ്ടായിരിക്കില്ല. ഓക്കെ. ആൻഡ് ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിന്റെ കേസിലാണെങ്കിൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്, പ്രഷറിന്റെ അതേ സെയിം ഇക്വേഷൻ ആണ്. സോ പ്രഷറിന്റെ അതേ സെയിം യൂണിറ്റും അതുപോലെ ഡയമെൻഷനും തന്നെയാണ് വരിക. അപ്പോൾ ഈ ഡയമെൻഷൻ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാം. ഡയമെൻഷൻ നിങ്ങൾ നോക്കി വയ്ക്കുക. ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം, നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ml(t⁻²) ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ യെസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് L² ആയിരിക്കും വരിക. സോ ml(t⁻²) ഡിവൈഡഡ് ബൈ L². നേരെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ml(−1) t⁻² എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ml(−1) t⁻² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതെന്താണ്, ഇതായിരിക്കും അതിന്റെ ഡയമെൻഷണൽ ഫോർമുല വരിക ഫോർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. അതിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഉണ്ടായിരിക്കില്ല. ഓക്കെ റെഡി. യെസ്. ഇനി കുറച്ച് ടേംസും കാര്യങ്ങളും മനസ്സിലാക്കി പോവാം. അപ്പോൾ ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ടെൻസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രൈ ടു ഇലോങ്ങേറ്റ്. ഇപ്പൊ ടെൻസൈൽ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവത്തിനെയാണ്, അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ടെൻസൈൽ എന്ന് പറയുക കേട്ടോ. യെസ് വെരി ഗുഡ്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും വരിക അല്ലേ. ഫോഴ്സ് പെർ ഏരിയ ആണെന്നുള്ളത് ന്യൂട്ടൺ. യെസ്, അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ. ഓക്കെ, യൂണിറ്റും കൂടെ എഴുതി വെച്ചോളൂ കേട്ടോ. ഇറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അറിയാം, ഫോഴ്സ് ബൈ ഏരിയ ആണ്, ദാറ്റ് ഇസ് പ്രഷറിന്റെ സെയിം യൂണിറ്റ് ആയിരിക്കും വരിക. ഓക്കെ. യെസ്. ദെൻ കംപ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെൻസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ട്രൈ ടു ഇലോങ്ങേറ്റ് ചെയ്യാണ് ചെയ്യുക. കംപ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ടു കംപ്രഷൻ. ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്ട്രെസ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് ml(−1) t⁻². ഓക്കെ. ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, എപ്പോഴും എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ മതി. ഫൈനൽ മൈനസ് എൽ ഇനീഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് സ്ട്രെയിൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഇറ്റ് ഇസ് യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ്. യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല കേട്ടോ സ്ട്രെയിനിന്റെ കേസിൽ. ഓക്കെ. ദെൻ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം, ഹയസ്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, നത്തിങ് ക്യാൻ ബ്രേക്ക് ഇറ്റ്. അല്ല, അതിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് എത്രത്തോളം നമ്മളിങ്ങനെ വലിച്ച് നീട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പെട്ടെന്നൊന്നും അതിങ്ങനെ ഇലാസ്റ്റിക് ആയിട്ട് പോവുള്ളൂ, പെട്ടെന്നൊന്നും നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഇസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പുള്ളിംഗ് ഓർ സ്ട്രെച്ചിങ് ഫോഴ്സ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബിഫോർ ഇറ്റ് ബ്രേക്സ്. അല്ല, അത് ബ്രേക്ക് ചെയ്യാനായിട്ട് മുന്നേ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ആൻഡ് വിത്ത്സ്റ്റാൻഡ് ബിഫോർ ഇറ്റ് ബ്രേക്സ് ഓർ പെർമനന്റ്ലി ഡിഫോംസ്. ആൻഡ് വെൻ എ മെറ്റീരിയൽ ഹാസ് ദ ഹയസ്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, അല്ല ഒരു മെറ്റീരിയലിന് ഹയസ്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ മീൻ ചെയ്യണം, വിച്ച് മീൻസ് ഇത് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ടു ബീങ് പുൾഡ് അപ്പാർട്ട് കമ്പയർഡ് ടു അതർ മെറ്റീരിയൽസ് ഇൻ എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഒരു സ്പെസിഫിക് ഗ്രൂപ്പിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി അതിന് ഹയസ്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിന് കുറേ നേരം എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇലോങ്ങേഷന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ റെഡി. യെസ്. ദെൻ നെക്സ്റ്റ് കേസ് നിങ്ങൾ നോക്കുക, ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഒന്നുമില്ല, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതിനെയാണ് എന്തെന്ന് പറയുക, യെസ്, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ടായിരിക്കുക, ഹുക്സ് ലോ എന്ന് പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ. യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോക്കുക, സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റിയിട്ട് നമ്മൾ എപ്പോഴും ഈക്വൽ സൈൻ ആക്കുന്നത് എങ്ങനെയായിരിക്കും മാറ്റുന്നുണ്ടായിരിക്കുക, ബൈ മൾട്ടിപ്ലൈങ് വിത്ത് എ കോൺസ്റ്റന്റ്. അല്ലെ, ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. സോ ഇവിടുത്തെ കേസിൽ നിങ്ങൾ നോക്കുക, സ്ട്രെസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സ്ട്രെസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് ബൈ ദ ഹുക്സ് ലോ.
അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു സ്ട്രെയിൻ ആണ് എന്നുള്ളത് പറയാനായിട്ട് പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റന്റ് കെനെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ. ഈ കോൺസ്റ്റന്റ് കെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായിരിക്കും എന്ത് വരിക, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ റെഡി, ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ എനിക്ക് എന്താക്കിയിട്ട് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ സ്ട്രെസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ ആണ്. സോ കെ ഇസ് ഈക്വൽ ടു, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് വരിക കേട്ടോ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലെങ്ത്തിന്റെ കേസിലാണ് ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് എടുക്കുന്നുണ്ടായിരിക്കും, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് അല്ലെങ്കിൽ ലെങ്ത്തിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലെങ്ത്തിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ചെയ്യും. ആൻഡ് വോളിയത്തിലാണെങ്കിൽ വോളിയത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയത്തിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ചെയ്യും. ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ഷേപ്പിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷേപ്പിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ ലെങ്ത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഇറ്റ് ഈസ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് കേട്ടോ. യങ്സ് മോഡുലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ കിട്ടും. ആൻഡ് ഫോഴ്സ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് കിട്ടും. സോ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് വൈ. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യെസ് ആ ഒരു സംഭവം കൂടെ പറയാം. ഇപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ നമ്മൾ പറഞ്ഞല്ലോ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നിങ്ങൾക്ക് അറിയാം സ്ട്രെയിൻ എന്തില്ല, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും എന്ത് തന്നെ ആയിരിക്കും, സ്ട്രെസ്സിന്റെ യൂണിറ്റും ഡയമെൻഷനും എന്താണോ അതേ സെയിം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ആയിരിക്കും എന്തിന് വരുന്നുണ്ടായിരിക്കുക, യെസ് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്കും വരുന്നുണ്ടായിരിക്കുക കേട്ടോ. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും എന്ത് തന്നെയാണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും അതുപോലെ തന്നെ ml⁻⁻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 ⁻
ready. It doesn't depends upon the stress and strain. Also ഒരു കാര്യം മനസ്സിലാക്കുക, then Young's modulus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, which is equal to longitudinal stress divided by longitudinal strain. Longitudinal stress by longitudinal strain. അതായത് അവിടെ ഉണ്ടാകുന്ന ലെങ്ത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഡിവൈഡ് ബൈ ലെങ്ത്തിൽ നമ്മൾ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ ചെയ്താൽ മതി. ക്ലിയർ സെറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്സിന് ഞാൻ എപ്പോഴും എന്താ കൊടുക്കുക, ഫോഴ്സ് ബൈ ഏരിയ ആണ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ, അല്ല യങ്സ് മോഡുലസ് y is equal to ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഡിവൈഡഡ് ബൈ എന്ത് വരുവാ, യെസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് വരും. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് y is equal to FL divided by A delta L എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും, യങ്സ് മോഡുലസ് കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഓൾസോ അതിന്റെ യൂണിറ്റും ഡയമെൻഷനും നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റനിൽ വരും, അതായത് ആക്ച്വലി യങ്സ് മോഡുലസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ആ മെറ്റീരിയലിനുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ നമുക്ക് റബ്ബറിന് ഉണ്ടാവുന്നതായിരിക്കില്ല സ്റ്റീലിന് ഉണ്ടാവുക. അപ്പോൾ ഓരോ മെറ്റീരിയലിനും അതായിരിക്കില്ല നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ കോപ്പർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഓരോ മെറ്റീരിയൽസിനും ഉണ്ടാകുന്ന യങ്സ് മോഡുലസിന്റെ വാല്യൂസ് ഡിഫറെന്റ്. അത് ഡിഫറെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഇത് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ അതിൽ ഡയമെൻഷൻസിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ലെങ്ത്തിലോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളിൽ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് യങ്സ് മോഡുലസിനെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഓക്കെ യെസ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഡയമെൻഷൻസിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് യങ്സ് മോഡുലസിനെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെസിന്റെ എല്ലാത്തിനും ഇക്വേഷൻ തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് എന്താ പറയുന്നത്, സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു അവിടെ ഷേപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് അല്ലെ, ഷേപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് ഷിയർ ആണ്, ആൻഡ് ടാൻ തീറ്റ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഇഫ് തീറ്റ ഇസ് വെരി സ്മോൾ. ആൻഡ് ഫോർമുല ഫോർ ദിസ് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്സിന്റെ സ്ട്രെസ് ബൈ ടാൻജൻഷ്യൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റിജിഡിറ്റി മോഡുലസ് കിട്ടും. അതിന് ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്, അല്ലെങ്കിൽ എഫ് എൽ ഡിവൈഡ് ബൈ എ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അതർവൈസ് നമുക്ക് എന്തെങ്കിലും എഴുതാം, ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് എന്ന് പറയുന്നത് നൊട്ടേഷണൽ ആയിട്ട് വരുന്ന സമയത്ത് ടോ അടിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, ടോ ബൈ ടാൻ തീറ്റ, അല്ലെങ്കിൽ ഫോർ സ്മോൾ ആംഗിൾ ടാൻ തീറ്റ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അതുകൊണ്ട് നമുക്ക് എന്തും എഴുതാം, ടോ ബൈ തീറ്റ എന്ന് പറഞ്ഞിട്ടും അതിന്റെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം.
ഓക്കെ യെസ്. ദെൻ നെക്സ്റ്റ് വൺ, അതിൻ്റെ യൂണിറ്റ്സ് സെയിം തന്നെയാണ്. നമ്മുടെ സ്ട്രെസ്സിൻ്റെ യൂണിറ്റും ഡയമെൻഷനും എന്ത് അത് തന്നെയായിരിക്കും എന്തിൻ്റെയും വരിക, ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും യൂണിറ്റ്സ് വരുന്നുണ്ടായിരിക്കാം. റെഡി. ദെൻ നെക്സ്റ്റ് കേസ് ഈസ് വോളിയം സ്ട്രെസ് ഓർ വോളിയം സ്ട്രെയിൻ, അതായത് ബൾക്ക് മോഡുലസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഒന്നുമില്ല, വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ബൾക്ക് മോഡുലസ്. ഓക്കെ, വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് തന്നെ അവിടുത്തെ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും കൂടെ റേഷ്യോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് യെസ് വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും വരിക. ദാറ്റ് ഈസ് F by A divided by delta V by V. So bulk modulus B is equal to എന്താ വരിക, ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആണ്. ദാറ്റ് ഈസ് F into V divided by A delta V എന്ന് പറഞ്ഞിട്ട് കിട്ടും. അല്ലെങ്കിൽ നേരെ ചേഞ്ച് ചെയ്ത് എഴുതാം. ഈ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മൾ സിംപ്ലി പ്രഷർ ആയിട്ടാണ് എടുക്കുന്നുണ്ടായിരിക്കുക. സോ പ്രഷർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി എന്നാണ് വരിക. ദാറ്റ് ഇസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ട് കിട്ടും. പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് കിട്ടും. ഇവിടെ പി എം വിയിലും ചേഞ്ചസ് വരുന്നതാണ്, നമ്മളത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ മൈനസ് പി വി ബൈ ഡെൽറ്റ വി എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക, ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ വരിക കേട്ടോ. ആൻഡ് ബൾക്ക് മോഡുലസ് ബീറ്റ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. റെഡി. Yes. Then value of this eta, y and bulk modulus. Rigidity modulus നമുക്ക് eta വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ആൻഡ് ബൾക്ക് മോഡുലസിനെ ബീറ്റ ആൻഡ് യങ്സ് മോഡുലസിനെ വൈയും വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇവൻ നിങ്ങൾ ജി വെച്ചിട്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. മനസ്സിലാക്കുക, ഇഫ് കേസ് അത് ഈറ്റ ആയിട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ മോഡുലസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി പോകണം കേട്ടോ. ഓക്കെ, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ഇസ് ഇൻഫൈനൈറ്റ് അല്ലെ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിന്റെ കേസിൽ എന്തായിരിക്കും വരുന്നുണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോഡി കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കേസിൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എല്ലാം എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും വരിക കേട്ടോ. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. ആൻഡ് ഈറ്റ വൈ ആർ നോട്ട് ഡിഫൈൻഡ് ഫോർ ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സിന്റെ കേസിൽ എന്തുണ്ടാവില്ല, ഈറ്റയും വൈയും ഇല്ല, അവിടെ ബൾക്ക് മോഡുലസ് മാത്രമേ ഉള്ളൂ. ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡ്സും ഗ്യാസസും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ കൂടെ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, അവിടെ ബൾക്ക് മോഡുലസ് ആണ് വരുള്ളൂ. ആൻഡ് യങ്സ് മോഡുലസും അതുപോലെ ഷിയർ മോഡുലസും നമ്മൾ സോളിഡ്സിന്റെ കേസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ ഫ്ലൂയിഡ്സ്. And value of eta and y for gas is 0. ഗ്യാസിന്റെ കേസിൽ y ന്റെയും eta ന്റെയും വാല്യൂ 0 ആണ്. ഓക്കെ, ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബൾക്ക് മോഡുലസ് ഓഫ് ദ സോളിഡ് is greater than ബൾക്ക് മോഡുലസ് ഓഫ് ദ ലിക്വിഡ് which is greater than the bulk modulus of gases. ഏറ്റവും കൂടുതൽ ബൾക്ക് മോഡുലസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ആർക്കായിരിക്കും, സോളിഡ്സിനായിരിക്കും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് വരും. ഓക്കെ, ഓൾസോ യങ്സ് മോഡുലസ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഇൻവേഴ്സ് റിലേഷൻ ആണ് വരിക. ബൾക്ക് യങ്സ് മോഡുലസ് y is inversely proportional to temperature, and Young's modulus may increase or decrease by adding impurities. add ചെയ്തിട്ട് നമുക്ക് increase ചെയ്യാനും decrease ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് ഈ ഓരോ പ്രോസസ്സിലും ഉണ്ടാകുന്ന ബൾക്ക് മോഡുലസിന്റെ ചേഞ്ചസ് നോക്കുക. ബൾക്ക് മോഡുലസിൽ എന്തൊക്കെ ചേഞ്ചാണ് വരിക എന്നുള്ളത് നോക്കുക കേട്ടോ. For gas depends upon the process. ഇപ്പോൾ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക, ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രഷറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അല്ലെ, കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അപ്പോൾ ഡെൽറ്റ പി is equal to 0 ആയിരിക്കും വരിക. ദെൻ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ആണ് അല്ലേ. യെസ്, ഇനി അതേപോലെ ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം അവിടെ വോളിയം ആണ് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടായിരിക്കുക. ആ കേസിൽ ബൾക്ക് മോഡുലസ് എന്തായിരിക്കും വരിക, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസ് എന്തായിരിക്കും, 0 ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് ഐസോതെർമൽ പ്രോസസ്സിൽ എന്താ സംഭവിക്കാന്നറിയോ, ഓക്കെ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബൾക്ക് മോഡുലസിന്റെ അവിടെ ഇക്വേഷൻ ബൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാകുന്ന ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ വരിക പി വി is equal to കോൺസ്റ്റന്റ് ആണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയും. എന്നിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരണം, മൈനസ് പി വി ബൈ ഡെൽറ്റ വി എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. സോ അതുകൊണ്ട് പി ഡെൽറ്റ വി is equal to മൈനസ് വി ഡെൽറ്റ പി ആണ് വരിക. ദാറ്റ് ഈസ് P is equal to മൈനസ് വി ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസ് ബിയുടെ കേസിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ ചേഞ്ച് വരുമ്പോൾ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ നിങ്ങൾ എന്താക്കിയിട്ട് എഴുതുക, മൈനസ് വി ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ആണ് വിച്ച് ഇസ് ഈക്വൽ ടു പ്രഷറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പ്രഷറിനോട് ഈക്വൽ ആയിരിക്കും. ദെൻ അഡിയാബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ
PV raised to gamma is equal to constant ആണ്. PV raised to gamma is equal to constant ആണ്. അതിനും ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ബീറ്റേന്റെ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും. ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ നമുക്ക് ഫൈനലി ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. വെറുതെ ജസ്റ്റ് ഇതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. റെഡി? ക്ലിയർ? ഷിയർ മോഡുലസിൽ എക്സും എച്ച് എന്താക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലേ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ ഇടുക. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമ്മൾ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക, ആൻഡ് ഒറിജിനൽ ലെങ്തിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യാ, എൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ യെസ്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഉണ്ടായ ചേഞ്ച് അല്ലെ, ആ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് എന്താക്കിയിട്ട് എഴുതുക. അപ്പോൾ എത്രയോ ഒരു ലെങ്ത് അവിടെ എക്സ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് ആണ് എക്സ് റെപ്രസെന്റ് ചെയ്യുക, ആൻഡ് ഒറിജിനലി അതിനുണ്ടായിരുന്ന ലെങ്ത് ആണ് നമ്മൾ എൽ അല്ലെങ്കിൽ എച്ച് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത്, എൽ എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് ആയിരിക്കും. ആൻഡ് അവിടെ ഉണ്ടായിട്ടുള്ള ആംഗുലർ ആയിട്ടുള്ള ചേഞ്ച് അല്ലെ, എത്രയോ ഒരു ആംഗിൾ ഇങ്ങോട്ട് നീങ്ങിയിട്ടില്ലേ, ആ ആംഗുലർ ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ തീറ്റ എന്നും പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ യെസ്. ദെൻ നെക്സ്റ്റ് കേസ് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ്. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു y ഇസ് ഈക്വൽ ടു എന്താ വരിക, യെസ് y ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ദാറ്റ് ഇസ് FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L ആണ്. സോ ഡെൽറ്റ L എന്ന് പറയുന്നതല്ലേ ഇലോങ്ങേഷൻ, ഡെൽറ്റ L എന്ന് പറയുന്നതല്ലേ ഇലോങ്ങേഷൻ. ആ ഡെൽറ്റ L കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതിയല്ലോ ഇവിടെ. അതായത് FL ഡിവൈഡഡ് ബൈ AY എന്ന് പറഞ്ഞിട്ട് കിട്ടും. FL ഡിവൈഡ് ബൈ AY എന്ന് പറഞ്ഞിട്ട് കിട്ടും. പക്ഷേ ഇവിടുത്തെ കേസിൽ ഉണ്ടാവുന്ന ആവറേജ് ഫോഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡയറക്ഷനിലും നമ്മൾ F1 F2 ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആവറേജ് ആയിട്ടുള്ള ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, F1 പ്ലസ് F2 ബൈ 2 ആണ്. F1 പ്ലസ് F2 ബൈ 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ എന്തായിരിക്കും വരിക, വിച്ച് ഇസ് ഡെൽറ്റ L ഇസ് ഈക്വൽ ടു F എന്ന് പറയുന്നത് F1 പ്ലസ് F2 ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക, ഇൻ 2 എന്ത് വരും, L ബൈ AY വരും. ഓക്കെ യെസ്. അത്രയും ചെയ്താൽ മതി കേട്ടോ, അത്രയും ചെയ്താൽ മതി. ഓക്കെ റെഡി യെസ്. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ അനാലിസിസ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ഒന്നുമില്ല, നമ്മൾ ഈ ഡിഫറെന്റ് മെറ്റീരിയൽസിൽ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരിക. ഇപ്പൊ ഇത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയലിന്റെ കേസിൽ ഈ ഒരു ഷേപ്പിലായിരുന്നു എന്നുണ്ടെങ്കിൽ ചില മെറ്റീരിയൽ എന്തുണ്ടാവില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഇലോങ്ങേഷൻ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവില്ല, അതെന്തായിരിക്കും ചിലപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് മെറ്റീരിയൽസിൽ ഡിഫറെന്റ് ആയിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക, സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഷേപ്പ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഓരോ പോർഷൻസും നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞറിഞ്ഞ് പോവാം. സോ നമ്മൾ നോക്കുകയാണ്. നമുക്കറിയാം ഫോർ ഹുക്സ് ലോ അല്ലെ, ഹുക്സ് ലോ പ്രകാരം നമ്മൾ എന്താ പറയണേ, ബൈ ഹുക്സ് ലോ നിങ്ങൾക്ക് അറിയാം സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇനീഷ്യലി ഞാൻ സ്ട്രെസ്സും സ്ട്രെയിനും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സ്ട്രെസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് സ്ട്രെയിനിലും മാറ്റം വരുന്നു. അത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് സ്ട്രെയിൻ കൂടി ചേഞ്ച് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതിങ്ങനെ ഇൻക്രീസ് ആയിട്ട്, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടും ഒരു ഇത് കൂട്ടുമ്പോൾ അതും കൂടുന്നു, ഇത് കൂട്ടുമ്പോൾ അതും കൂടുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ, ഇപ്പോൾ A എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ട് ഫർദർ ഞാൻ വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ മാത്രമേ അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാവുള്ളൂ, പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ കാണിക്കുള്ളൂ. അത് കഴിഞ്ഞ് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, yielded പോയിന്റ് എന്ന് പറയാ. yielded പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും റിലേറ്റഡ് ആണെന്ന് എനിക്കറിയാം. സ്ട്രെസ്സിനനുസരിച്ചിട്ട് സ്ട്രെയിനിൽ ചേഞ്ച് വരുന്നു, സ്ട്രെസ് ഇൻക്രീസ് ചെയ്യാനനുസരിച്ചിട്ട് സ്ട്രെയിനിൽ ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ റിലേഷൻ അവിടെ കാണിക്കണം. പക്ഷേ ഈ പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാനുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണല്ലോ പറയണേ. ആൻഡ് A എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞ് B എന്ന് പറയുന്ന പോയിന്റ് വരെ അതിനെന്ത് ചെയ്യാം, ഈവൻ നമ്മൾ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അത് വരെ അങ്ങനെ എത്താൻ പറ്റും. ആൻഡ് B കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, B എത്തിക്കഴിഞ്ഞു, B കഴിഞ്ഞിട്ട് C എന്ന് പറയുന്ന പോയിന്റിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, പിന്നെ Bന് അപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈവൻ നമ്മൾ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. അത് അവിടെ പെർമനന്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ പെർമനന്റ് ആയി പിന്നെ അവിടെ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക.
പിന്നെ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. അപ്പൊ ഇതുവരെ മാത്രമേ ഇനി ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുന്നത് എ വരെ. എ കഴിഞ്ഞ് ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഈൽഡ് പോയിന്റ് എന്നാണ് പറയുക. ഈൽഡ് പോയിന്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ സ്ട്രെസ് റിമൂവ് ചെയ്താലും അതിനോട്ടുള്ള ഷേപ്പിലേക്ക് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഈൽഡ് പോയിന്റ് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ വീണ്ടും കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്ട്രെസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? യെസ്, അതിന് വീണ്ടും അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. പെർമനന്റ് ബിഹേവിയർ ആയി കഴിഞ്ഞു. ഓക്കെ ഓക്കെ, റെഡി? ക്ലിയർ ആണ്? യെസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ സി എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്. പ്ലാസ്റ്റിക് ബിഹേവിയർ മാറ്റി അത് എന്ത് ചെയ്യണു? അതിൻ്റെ അതായത് നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും പിന്നെ ഒന്നും റിമൂവ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ചെറിയ വാല്യൂ ഓഫ് സ്ട്രെസ്സിന് വരെ ലാർജ് സ്ട്രെയിൻ ആണ് കിട്ടുക അല്ലെ. അതായത് ഇവിടെ സ്ട്രെസ് ഇവിടുന്ന് ഇത്ര ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ സ്ട്രെയിനിൽ ഉണ്ടായ ചേഞ്ച് നിങ്ങൾ നോക്കിയേ, ഇത്രയും ചേഞ്ച് ഉണ്ടായി അല്ലെ. അതായത് സ്മോൾ വാല്യൂ ഓഫ് സ്ട്രെസ്സിന് വരെ ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യണതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്മോൾ വാല്യൂ ഓഫ് സ്ട്രെസ്സിന് വരെ ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യണതായിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ അതിനെന്തെന്ന് പറയാ, മാക്സിമം ടെൻസൈൽ പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് കാണിക്കുന്നത് എവിടെയാണ്? ഡി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റ് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, കുറയും. ഓക്കെ, റെഡി? യെസ്. ഓക്കെ, ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. യെസ്. ഓക്കെ, റെഡി? അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റ് വരെ എന്താ ഉണ്ടായിരിക്കടാ? അത് നമ്മൾ മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് കാണിക്കുന്ന പോയിന്റ് ആയിരിക്കും വരിക. ആൻഡ് ഡി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും സ്ട്രെസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ മെറ്റീരിയൽ അവിടെ ബ്രേക്ക് ആയി പോവും. ആ ലാസ്റ്റ് പോയിന്റ്, ഈ എന്ന് പറയുന്ന ലാസ്റ്റ് എൻഡിലുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇറ്റ് ഈസ് ദ ഫ്രാക്ചർ പോയിന്റ്. അതായിരിക്കും ഫ്രാക്ചർ പോയിന്റ് വരിക കേട്ടോ. അപ്പൊ ഫ്രാക്ചർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എന്ത് ചെയ്യും? ബ്രേക്ക് ആയിട്ട് പോകും. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. O-ന്ന് 0 A വരെയുള്ള പോയിന്റ് നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അത് കഴിഞ്ഞ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീൽഡ് പോയിന്റ് ആണ്. ആൻഡ് അത് കഴിഞ്ഞ് ബി ടു സി പോയി കഴിഞ്ഞാൽ പെർമനന്റ് സെറ്റ് ആയി കഴിഞ്ഞു. അത് വീണ്ടും തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരില്ല. ആൻഡ് സി ടു ഡി അത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. ആൻഡ് ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ് മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് കാണിക്കുന്ന പോയിന്റ് വരിക. ആൻഡ് ഇ ഈസ് ദ ഫ്രാക്ചർ പോയിന്റ്. ഈ ആണ് നമ്മുടെ ഫ്രാക്ചർ പോയിന്റ് വരിക. അവിടെ എത്തിക്കഴിഞ്ഞാൽ സംഭവം എന്ത് ചെയ്യും? ബ്രേക്ക് ആയിട്ട് പോകും. അപ്പൊ അതിന്റെ വാല്യൂ ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഇത് ബ്രിട്ടിലാണോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന സംഗതിയാണോ അതോ കുറച്ചുകൂടി ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് അതിന് അനലൈസ് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, യെസ്. Then next one നോക്കുക. Which are the following affects the elasticity of a substance? ഒരു സബ്സ്റ്റൻസിന് ഇലാസ്റ്റിസിറ്റിനെ എഫക്ട് ചെയ്യുന്നതിലത്തെ ഏതൊക്കെ സംഗതികളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഗതി എന്തായിരിക്കും? മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെ എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, യങ്സ് മോഡുലസിന്റെ കേസിലൊക്കെ പറഞ്ഞു ഇലാസ്റ്റിസിറ്റിയിൽ ചേഞ്ചസ് വരുത്താം നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള കേസ് പറഞ്ഞു. അതുപോലെ ഹാമറിങ് അല്ല. അപ്പൊ ഇതെല്ലാം ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? യെസ്, അവിടെ ഇലാസ്റ്റിസിറ്റിനെ ചേഞ്ച് ചെയ്യുന്നതാണ്, അതിനെ അഫക്ട് ചെയ്യുന്നതാണ്. Therefore all of these are the right answer. All of these ഇതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി? യെസ്. Then next നിങ്ങൾ നോക്കുക. The shear strain is possible in. Shear strain possible ആയിട്ടുള്ളത് ഏതിലാണ്? shear strain അല്ലെങ്കിൽ ഷേപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടുവരുന്നതാണ് shear strain. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും അത് പോസിബിൾ ആയിട്ടുണ്ടായിരിക്കും. സോളിഡ്സ് ആണോ, ലിക്വിഡ്സ് ആണോ, ഗ്യാസസ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഏതായിരിക്കും ഉണ്ടായിരിക്കാം? യെസ്, മിക്കവാറും അത് സോളിഡ്സിൽ തന്നെയാണ്. എന്തായാലും അത് എന്തായിരിക്കും? സോളിഡ്. നമുക്കറിയാം ചേഞ്ച് ഇൻ ഷേപ്പ്. ഇപ്പൊ ലിക്വിഡ്സ് ആണെങ്കിലും ഗ്യാസസ് ആണെങ്കിലും ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സംഗതികളെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുക. അപ്പൊ സോളിഡ്സിനാണ് എന്ത് കാണിക്കുക? ഷേപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ച് വരെ അല്ലെങ്കിൽ ഷിയർ സ്ട്രെയിൻ കാണിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, therefore സോളിഡ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. സോളിഡ്സ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി? യെസ്. Okay, then next question നോക്കിക്കോളൂ. The ratio of radii of two wires of same material is 2:1. ഓക്കെ, അപ്പൊ രണ്ട് മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നു. ആ മെറ്റീരിയൽസിന്റെ റേഡിയസുകൾ തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. റേഡിയസുകൾ തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ ദാറ്റ് ഇസ് R1/R2 അല്ലെങ്കിൽ R1:R2 എന്ന് പറയുന്നത് എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു 2/1 ആണ്. ആൻഡ് സെയിം മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് അവിടെ സെയിം ആയിരിക്കും.
Okay, modulus of elasticity same ആയിരിക്കും. And if these wires are stretched by equal force, same force, F അവിടെ same ആണ്, F same ആണ് അല്ലെ, ഫോഴ്സ് നമ്മൾ ഈക്വൽ ഫോഴ്സിലേക്ക് നമ്മൾ ഒരു ഈക്വൽ ഫോഴ്സ് നമ്മൾ അവരിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the ratio of stress produced in them, സ്ട്രെസ്സിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെസ്സിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം, വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ്, ആണല്ലോ. അപ്പൊ ഈ വയേഴ്സ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ഫോഴ്സ് റേഷ്യോ ഓഫ് ദ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദം അല്ലെ, അത് പ്രൊഡ്യൂസ് ചെയ്യണ സ്ട്രെസ്സിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. സോ നിങ്ങൾക്ക് അറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ് വരുന്നുണ്ടായിരിക്കുക. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ണില് ഉണ്ടാവുന്ന ഫോഴ്സ് ബൈ ഏരിയ സ്ട്രെസ് 1 ഡിവൈഡ് ബൈ സ്ട്രെസ് 2, അതായത് രണ്ട് മെറ്റീരിയലിന്റെയും സ്ട്രെസ്സുകൾ തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ എടുക്കണമെങ്കിൽ സ്ട്രെസ് ഓഫ് ഫസ്റ്റ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ സ്ട്രെസ് ഓഫ് ഫസ്റ്റ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ സ്ട്രെസ് ഓഫ് ദി സെക്കൻഡ് മെറ്റീരിയൽ, ഇതാണ് നമ്മുടെ റേഷ്യോ വേണ്ടത് അല്ലേ. സോ F1 by A1 which is equal to F2 by A2 വരും. ദാറ്റ് ഈസ് F1 by F2 into A2 by A1 വരും. ഓക്കെയാണ്. യെസ്, F1 by F2 എന്തായാലും അതെന്തായാലും എന്തായിട്ട് പോയി, സെയിം ആണ്, കാരണം ഈക്വൽ ഫോഴ്സ് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആയിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക, നമ്മുടെ ഏരിയ വരുന്നുണ്ടായിരിക്കുക. സോ പൈ ഇൻറ്റു R1 സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R2 സ്ക്വയർ അല്ലേ. അപ്പൊ പൈ ക്യാൻസൽ ചെയ്ത് പോകും. R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക, ദാറ്റ് ഇസ് 4/1 വരും അല്ലെ. 4/1 വരും. ദാറ്റ് ഇസ് 4:1 ഇസ് ദ റൈറ്റ് ആൻസർ. 4:1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. Okay, that is option. ഏതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ 4 is the right answer. ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി, ക്ലിയർ, സെറ്റ് ആണ്, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, ഇവിടെ എന്താ വന്നിരിക്കുന്നത്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ ടു മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഷോൺ ഇൻ ദ ഫിഗർ. രണ്ട് മെറ്റീരിയൽസിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ദ ഗ്രാഫ് ആർ ഡ്രോൺ ടു ദ സെയിം സ്കെയിൽ, ദെൻ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഈ രണ്ട് ഗ്രാഫിനെയും അനലൈസ് ചെയ്തിട്ട് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി നോക്കുക, മെറ്റീരിയൽ എ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. മെറ്റീരിയൽ എക്ക് യങ്സ് മോഡുലസ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, യെസ്, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ രണ്ട് സംഭവം കൂടി നമ്മൾ അനലൈസ് ചെയ്യണ സമയത്ത് രണ്ടെണ്ണത്തിനും മെറ്റീരിയൽ എക്ക് എന്താണ്, ഗ്രേറ്റർ യങ്സ് മോഡുലസ്, മെറ്റീരിയൽ എക്ക് യങ്സ് മോഡുലസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് അതിന്റെ സ്ലോപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ എന്താ തരിക, സ്ലോപ്പ് ആണ് തരിക അല്ലെ. വൈ ആക്സിസിലുള്ള ആൾ ഡിവൈഡ് ബൈ എക്സ് ആക്സിസിലുള്ള ആൾ തരുന്നത് എന്തായിരിക്കും, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണെന്നുള്ളത് കൊണ്ട് ഇറ്റ് ഇസ് യങ്സ് മോഡുലസ് ആയിരിക്കും വരിക. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് കിട്ടുന്നത് രണ്ടും കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാനായിട്ട് പറ്റും. എ എന്ന് പറയുന്ന ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ കമ്പയർ ടു സ്ലോപ്പ് ഓഫ് ബി. ദെർഫോർ എന്താണ്, എ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. മെറ്റീരിയൽ എ ഇസ് ഡക്റ്റൈൽ. എന്താണ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ, നമുക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ച് നീട്ടാൻ പറ്റുന്ന, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന, എലോങ്ങേഷൻ കുറച്ചുകൂടെ പോസിബിൾ ആയിട്ടുള്ള തന്നെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയാം. അപ്പൊ ഈ മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ വാല്യൂ നോക്കിയാൽ മതി. മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ വാല്യൂ നോക്കിയാൽ മതി. ഓക്കെ, മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാടാ, ഇത് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കിടക്കണേ അല്ലെ. ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും, ഡി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചും കൂടെ ലോങ്ങർ ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ഡി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടെ ലോങ്ങർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റ് ലോങ്ങർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മെറ്റീരിയലിന് ടെൻസൈൽ സ്ട്രെങ്ത് കുറച്ചുകൂടെ ലോങ്ങർ ആണ്, ദാറ്റ് ഇസ് ഡക്റ്റൈൽ ആണ്. സോ കമ്പയർ ടു നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡി പോയിന്റ് കുറച്ചും കൂടെ അടുത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, അവിടെ ഡക്റ്റിലിറ്റി കുറച്ച് കുറവായിരിക്കും. മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ വാല്യൂ കുറച്ച് കുറവാണ്. ഓക്കെ, യെസ്. സോ മെറ്റീരിയൽ എ ഇസ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. Then next നിങ്ങൾ നോക്കുക, മെറ്റീരിയൽ ബി എസ് ബ്രിറ്റിൽ. മെറ്റീരിയൽ ബി ബ്രിറ്റിൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ബ്രിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബ്രിറ്റിൽ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക അല്ലെ. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രാക്ചർ പോയിന്റ് കുറച്ചും കൂടെ അടുത്താണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ടു ഇവിടെ നോക്കുമ്പോൾ ഫ്രാക്ചർ പോയിന്റ് കുറച്ചുകൂടെ അടുത്താണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇറ്റ് ഇസ് ബ്രിറ്റിൽ. അത് ബ്രിറ്റിൽ ആയിരിക്കും, അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടായിരിക്കും. നമുക്ക് അധികം പിടിച്ച് വലിച്ച് നീട്ടാൻ പറ്റില്ല. നമ്മൾ പിടിച്ച് വലിച്ച് നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, പൊട്ടിപ്പോകുന്ന സംഗതിയാണ് കേട്ടോ. അപ്പൊ മെറ്റീരിയൽ ബി ഇസ് ബ്രിറ്റിൽ എന്ന്
എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണെന്നുള്ളതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതിൽ ഏതാ വരിക? ഓൾ ഓഫ് ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കമ്പയറിംഗ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ദിസ് ടു മെറ്റീരിയൽസ് A and B. Okay, ready? Yes. Ready. Then next question നോക്കണം. അടുത്ത question നോക്കിക്കോളൂ. Yes. The load versus elongation graph for 4 wires of same length and the same material is shown in the figure. Then the thinnest wire is represented by the line. Okay, നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് സംഭവം കണ്ടുപിടിക്കേണ്ടത്? ഇലോങ്ങേഷൻ ആണ്. ലോഡ് വേഴ്സസ് ഇലോങ്ങേഷൻ കർവ് ആണ് നമുക്ക്. ലോഡ് വേഴ്സസ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോഡ് വേഴ്സസ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? Of 4 wires of same length and same material is shown. അതായത് സെയിം ലെങ്ത്തും അതുപോലെ തന്നെ സെയിം മെറ്റീരിയലിന്റെയും ഒരേ ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്സ് മോഡുലസ് അവിടെ സെയിം ആണ്, ലെങ്ത് സെയിം ആണ്. അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ ലോഡ് വേഴ്സസ് ഇലോങ്ങേഷൻ ഗ്രാഫ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ തിന്നസ്റ്റ് വയർ ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലൈൻ. അപ്പൊ ഇതിൽ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള വയർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിന്നസ്റ്റ് ആയിട്ടുള്ള വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏരിയ ഏതിനായിരിക്കും കൂടുക, അല്ലെങ്കിൽ ഏരിയ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾക്ക് അറിയാം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ y is equal to ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ നമുക്ക് ഇക്വേഷൻ FL/A∆L ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് പറയാടാ? സെയിം ലെങ്ത് ആണ്, L എന്തായാലും സെയിം ആണ്. ആൻഡ് വേഴ്സസ് ഇലോങ്ങേഷൻ ഫോർ ദ 4 വയേഴ്സ് ഓഫ് സെയിം ലെങ്ത് ആണ് ആൻഡ് സെയിം മെറ്റീരിയൽ ആണ്. ദാറ്റ് ഇസ് വൈന്റെ വാല്യൂം അവിടെ സെയിം ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിന്നസ്റ്റ് വയറിലെ ചോദിച്ചിരിക്കുന്നത് ലോഡ് വേഴ്സസ് ഇലോങ്ങേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ΔL എനിക്ക് കണ്ടുപിടിക്കാം. ΔL is equal to ഇലോങ്ങേഷന്റെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? ഇലോങ്ങേഷൻ ΔL is equal to FL divided by AY ആയിരിക്കും വരിക. ഇതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഫോഴ്സ് സെയിം, ലെങ്ത് സെയിം ആണ് അല്ലെ? ലെങ്ത് സെയിം ആണ്, യങ്സ് മോഡുലസ് സെയിം ആണ്. ഓക്കെ. സോ ലോഡ് വേഴ്സസ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F/ΔL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? F divided by ΔL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to A. അതാണ് ഏരിയ അല്ലെ? ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, F/ΔL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഏരിയ കിട്ടുന്നുണ്ടായിരിക്കുക. യെസ്. സോ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏരിയ അല്ലെങ്കിൽ തിന്നസ്റ്റ് ആയിട്ടുള്ള വയർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ F/ΔLന്റെ വാല്യൂ, F/ΔL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ബൈ ഇലോങ്ങേഷൻ ആണ്. അതായത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. സോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഏറ്റവും മാക്സിമം ഉള്ളതിന് എന്തായിരിക്കും? ഏറ്റവും സ്ലോപ്പ് കൂടിയതിന് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും. സ്ലോപ്പ് ഏറ്റവും കുറവുള്ള വയർ ഏതാണോ, ഏറ്റവും കുറവുള്ള മെറ്റീരിയൽ ഏതാണോ അതിനായിരിക്കും ഏരിയ കുറവ് അല്ലെങ്കിൽ തിൻ ആയിട്ടുള്ള വയർ കേട്ടോ. അപ്പൊ ഇവിടുത്തെ അനാലിസിസ് നിങ്ങൾ എങ്ങനെ എഴുതണം? സ്ലോപ്പ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? യെസ്, തിക്ക് ആയിട്ടുള്ള വയർ ആയിരിക്കും. ഏരിയ ഹൈ ആയിരിക്കും, തിക്ക് ആയിട്ടുള്ള വയർ ആയിരിക്കും വരിക. ആൻഡ് സ്ലോപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ, സ്ലോപ്പ് കുറവായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ദ മെറ്റീരിയൽ ഇസ് തിൻ. മെറ്റീരിയൽ എന്തായിരിക്കും? തിൻ ആയിരിക്കും വരിക. റെഡി? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കി. ഇവിടെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ തന്നിട്ടുള്ളതിൽ സ്ലോപ്പ് കൂടുതലുള്ള മെറ്റീരിയൽ. നിങ്ങൾ ഇങ്ങനെയുള്ള ഗ്രാഫ് തരും അല്ലെങ്കിൽ സ്ലോപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഈ മുകളിലേക്ക് നിൽക്കണില്ലേ, ഈ മുകളിൽ നിൽക്കണേനായിരിക്കും എന്ത് വരിക? സ്ലോപ്പ് കൂടുതൽ വരിക. ഇങ്ങനെ താഴേക്ക് ഇത് ഗ്രൗണ്ടിലേക്ക് വരുന്തോറും സ്ലോപ്പ് കുറഞ്ഞു വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ 4 മെറ്റീരിയൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്ലോപ്പ് കുറവുണ്ടായിരിക്കുക ഏതാണ്? എ എന്ന് പറയുന്ന മെറ്റീരിയലാണ് അവിടെ സ്ലോപ്പ് കുറവുണ്ടായിരിക്കുക. സോ സ്ലോപ്പ് കുറവായിട്ടുള്ള മെറ്റീരിയൽ ആണ് തിന്നസ്റ്റ് ആയിട്ടുള്ള. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന തിന്നസ്റ്റ് വയർ എന്നല്ലേ? തിന്നസ്റ്റ് വയർ ആരായിരിക്കും ഉണ്ടായിരിക്കുക? യെസ്, ഏറ്റവും കുറവുള്ള മെറ്റീരിയൽ, അതായത് എ എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. റെഡി? ക്ലിയർ? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കിക്കോളൂ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കുക. യെസ്, OA is the right answer. OA ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ. യെസ്. എടാ, നമ്മുടെ ചാറ്റ് ബോക്സിൽ ആവശ്യമില്ലാത്ത മെസ്സേജ് അയക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിത് ഓക്കെ സെറ്റ് ആണ്, നിങ്ങൾക്ക് അത്രയും സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കേണ്ട. ഇത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കുക കേട്ടോ. ഓക്കെ. യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് ഫോർ എ പെർഫെക്റ്റ്ലി
റിജിഡ് ബോഡി അല്ലെ, ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ യങ്സ് മോഡുലസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. യങ്സ് മോഡുലസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, y is equal to എന്തായിരിക്കും വരിക, FL/A delta L. FL/A delta L എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എലോങ്ങേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല അല്ലെ, എലോങ്ങേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്, അതായത് പെട്ടെന്ന് അങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റില്ല. റിജിഡ് ആയിട്ടുള്ള ബോഡി എന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫിക്സഡ് ആയിരിക്കും, അതിലേതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യെസ് തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് പ്രോപ്പർ എലോങ്ങേഷൻ അവിടെ പോസിബിൾ ആയിരിക്കില്ല. അതിന്റെ ഡെൽറ്റ എൽ ഓൾമോസ്റ്റ് 0 ആണ്, എലോങ്ങേഷൻ 0 ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് എന്തായിരിക്കും, വിച്ച് ഇസ് ഇൻഫിനിറ്റി ആയിരിക്കും, ഇൻഫൈനൈറ്റ് ആയിട്ടും വരായിരിക്കും കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടായിരിക്കാം. റെഡി റെഡി യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെഡി, ഈ ഗ്രാഫ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി പോവാ. ക്വസ്റ്റ്യൻസ് വരും, ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരും, അത് പ്രോപ്പർ ആയിട്ട് എഴുതാൻ അറിയണം എന്നുണ്ടെങ്കിൽ നോക്കി വെക്കുക കേട്ടോ. ദ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ വയേഴ്സ് ഓഫ് ടു മെറ്റീരിയൽസ് A and B ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, താങ്ക് യു ക്രിസ്റ്റീന, താങ്ക് യു സോ മച്ച്. ഓക്കെ, yes, the stress versus strain graph for wires of two materials. രണ്ട് മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്നു, A and മെറ്റീരിയൽ, A എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും B എന്ന് പറയുന്ന മെറ്റീരിയലും ഉണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് മെറ്റീരിയൽസിന്റെ സ്ട്രെസ് സ്ട്രെയിൻ വേഴ്സസ് ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. If YA and YB are the Young's modulus of the മെറ്റീരിയൽസ് അല്ലെ, YAയും YBയും രണ്ട് മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് ആണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ ഏതാണ്, കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, റെഡി യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ A എന്ന് പറയുന്ന മെറ്റീരിയലിന്റെയും ഈ B എന്ന് പറയുന്ന മെറ്റീരിയലിന്റെയും യങ്സ് മോഡുലസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ, നമുക്കിവിടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലേ തന്നിട്ടുള്ളത്. സോ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ് അവിടെ ഉണ്ടാകുന്ന യെസ് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് കണ്ടുപിടിച്ചാൽ മതി. സോ സ്ലോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ലോപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, യെസ് അവിടെ ഇവിടെ തന്നിട്ടുള്ളത് ആംഗിൾ മെഷർമെന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് എന്നുള്ള മെത്തേഡും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാൻ തീറ്റ വെച്ചിട്ട് ഉള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ സ്ലോപ്പ് ഓഫ് മെറ്റീരിയൽ A, ഇപ്പൊ ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം കേട്ടോ. ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് A എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലിന്റെ സ്ലോപ്പ് കൂടെ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റ വെച്ചിട്ട് ചെയ്താൽ മതി. സോ ഇവിടെ ഉണ്ടാവുന്ന ടാൻ എന്തായിരിക്കും, ടാൻ ഓഫ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, ആംഗിൾ തീറ്റ 60 ഡിഗ്രി അല്ലെ. ഇപ്പൊ ടാൻ 60 ആയിരിക്കും വരിക, ടാൻ 60 ആയിരിക്കും വരിക. ആൻഡ് സ്ലോപ്പ് ഓഫ് ദ മെറ്റീരിയൽ B എന്ന് പറയുന്ന സംഭവം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടാൻ 30 ചെയ്താൽ മതി, ടാൻ 30 ചെയ്താൽ മതി. ഓക്കെ, എന്തായിരിക്കും ടാൻ 60 വരിക, ടാൻ 60 എന്തായിരിക്കും വരിക, ടാൻ 60 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, യെസ് നിങ്ങൾക്ക് അറിയാം 1/√3 ആണ്, 1/√3 ആണ് ടാൻ 30 ആൻഡ് അതിന് ടാൻ 45 1 വരും, ടാൻ 60 is √3 അല്ലെ. അപ്പൊ ടാൻ 60ന്റെ വാല്യൂ ഇസ് √3 ആൻഡ് ടാൻ 30ന്റെ വാല്യൂ ഇസ് 1/√3. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുത്താൽ പോരെ അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ √3 ആയിരിക്കും വരിക ആൻഡ് ഇവിടെ 1/√3 ആയിരിക്കും വരിക. സോ ഇത് രണ്ടും തമ്മിൽ റേഷ്യോ എടുത്ത് നോക്കുക കേട്ടോ. റേഷ്യോ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണത്തിന് തമ്മിലുള്ള റിലേഷൻ കിട്ടും. ദാറ്റ് ഇസ് YA ഡിവൈഡഡ് ബൈ YB ഈസ് ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ 1/√3 ആണ്. ദാറ്റ് ഇസ് √3 ഇൻറ്റു √3 കിട്ടും, ദാറ്റ് ഇസ് 3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് YA ഈസ് ഈക്വൽ ടു എന്താ വരിക, 3 times YB എന്ന് പറഞ്ഞിട്ട് കിട്ടും, 3 times YB എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, രണ്ട് സംഭവം തമ്മിലുണ്ടാവുന്ന റിലേഷൻ കിട്ടി അല്ലെ, രണ്ട് സംഭവങ്ങൾ തമ്മിലുണ്ടാവുന്ന റിലേഷൻ കിട്ടി. അതായത് യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ Aയും യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ Bയും തമ്മിലുണ്ടാവുന്ന റിലേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു. റെഡി, ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 YB ഈസ് ഈക്വൽ ടു അല്ല, YB അല്ല, YA ഈസ് ഈക്വൽ ടു അല്ലെ, YA ആണ് ഈക്വൽ ആയിട്ടുണ്ടായിരിക്കും. YA ഈസ് ഈക്വൽ ടു 3 YB ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി, സെറ്റ് ആണ്, ഓക്കെ ആണ്, ക്ലിയർ ആണ്, കംപ്ലീറ്റ് സെറ്റ് ആയി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. സോ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നീറ്റ് 2020 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള നീറ്റ് 2020 ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, യെസ് എ wire of length L, area of cross section A is hanging from a fixed support. The length of the wire changes to L1 when mass M is suspended from its free end. Then expression for Young's modulus is. Young's modulus expression ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, Young's modulus expression നിങ്ങൾക്ക് അറിയാം, y is equal to FL divided by A delta L ആണ്. FL divided by A delta L ആണ്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് നോക്കൂ.
വയറിന്റെ ലെങ്ത് L ആണ്. ഓക്കെ, ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. ഓക്കെ, ദെൻ ദ ലെങ്ത് ഓഫ് ദ വയർ ചേഞ്ചസ് ടു L1. വയറിന്റെ ലെങ്ത് L1 ആയിട്ട് ചേഞ്ച് ആയി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എനിക്ക് അവിടെ കണ്ടുപിടിക്കാലോ. ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാലോ. എന്ത് ചെയ്താൽ മതി? യെസ്, അവിടെ ഫൈനൽ ആയിട്ടുള്ള ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത് ചെയ്താൽ മതി. ഓക്കെ, ഫൈനൽ ആയിട്ടുള്ള ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത് ചെയ്താൽ മതി. ദാറ്റ് ഈസ് L1 മൈനസ് L ചെയ്താൽ മതി. ഓക്കെ, റെഡി. ദെൻ എക്സ്പ്രഷൻ ഫോർ യങ്സ് മോഡുലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ y is equal to FL divided by A into എന്ത് വരും? L1 മൈനസ് L വരുന്നുണ്ടായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തന്നിട്ടുണ്ടോ? യെസ്, മാസ് തന്നിട്ടുണ്ട് അല്ലെ, മാസ് M തന്നിട്ടുണ്ട്. സോ എമ്മിന്റെ ടേമിലൊക്കെയാണ് നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ F is equal to, നിങ്ങൾക്ക് അറിയാം Fന് എന്ത് കൊടുത്താൽ F is equal to M ആണ്. സോ ഹിയർ നമുക്ക് F is equal to എന്താ വരിക? mg ആണ് വരിക. F is equal to mg ആണ് വരിക. ഓക്കെ, ഓക്കെ, റെഡി? Yes. So അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസ് y is equal to mg divided by a into L1 minus L ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്കൂ. mg divided by a into L1 minus L ആയിരിക്കും വരിക. ഓക്കെ, യെസ്, ദാറ്റ് ഇസ് യങ്സ് മോഡുലസ് അല്ലെ. എക്സ്പ്രഷൻ ഫോർ യങ്സ് മോഡുലസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? FL by a delta L വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ദാറ്റ് ഇസ് mg into L ഉണ്ട്, മുകളിലൊരു L ഉണ്ടടാ, L ഉണ്ട്. അപ്പോൾ mgl divided by a into L minus. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 is the right answer. mgl ആണ് വരിക. ഓക്കെ ആണ്, സെറ്റ് ആണ്, ക്ലിയർ ആണ് എന്ന് വിചാരിക്കണം. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, NEET 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 wires are made of the same material. 2 wires ഉണ്ട്, രണ്ടും സെയിം മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. രണ്ടും സെയിം മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക കേട്ടോ. രണ്ട് സെയിം മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ യങ്സ് മോഡുലസ് സെയിം ആണ്. യങ്സ് മോഡുലസ് സെയിം ആണ്. അപ്പോൾ y1 is equal to y2 ആണ്. y1 is equal to y2 ആണ്. ഒരു കാര്യം തന്നിട്ടുണ്ട്. ആൻഡ് ഹാവ് ദ സെയിം വോളിയം. അതിന്റെ വോളിയം സെയിം ആണ്. വോളിയം സെയിം ആണ്. v1 is equal to v2 ആണ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വയർ ഹാസ് ക്രോസ് സെക്ഷണൽ ഏരിയ A. ഫസ്റ്റ് വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. സെക്കൻഡ് വയർ ഹാസ് ക്രോസ് സെക്ഷണൽ ഏരിയ 3A ആണ്. 3 times of A ആണ്. ഓക്കെ, and if the length of the first wire is increased by delta L on applying a force F, how much force is needed to stretch the second wire by the same amount? Same amount second wire stretch ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, യെസ്, 1:4 അല്ലേ? എടാ ഇത് ഏത് ക്വസ്റ്റ്യൻ ആടാ? എപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്? 1:4 അല്ല, 4:1 ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ യെസ് 4:1 ആ വരിക കേട്ടോ. 4:1 ആണ്. 4/1 ആണ് വരിക. ഓക്കെ, 2²/1 ആ വരിക കേട്ടോ. ഓക്കെ, യെസ്, റെഡി? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സോ ഹിയർ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എഴുതുക. അതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. ദാറ്റ് ഇസ് യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ 1 is equal to യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ 2. ഓക്കെ, ആൻഡ് ഇവിടെ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. FL by A delta L ആണ്, which is equal to of the material 1 is equal to FL by A delta L of the material 2. ഇനി രണ്ടും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ ഇവിടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാനുള്ള സംഗതികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആൻഡ് ഇവിടെ ലെങ്ത് എല്ലാം ഓക്കെ, ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ is equal to എന്താണ്? 3 times of A ആണ്. സെക്കൻഡ് വയറിൽ, ഫസ്റ്റ് വയറിൽ അത് A തന്നെയാണ്. സോ ഞാൻ ഇവിടെ എഴുതുന്നു FL divided by A into delta L ആണെങ്കിൽ ഇവിടെ FL divided by 3A into delta L ആണ്. ഓൾസോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഫോഴ്സിനെ ചേഞ്ച് ചെയ്ത് എഴുതാം. ഫോഴ്സിനെ ചേഞ്ച് ചെയ്ത് എഴുതാം അല്ലെ. ഫോഴ്സ് F is equal to എന്താ? F is equal to mg ആണ്. മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് വരിക അല്ലെ. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്യാം. ആൻഡ് വോളിയം is equal to ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ജി ആണ് വരിക. ഓക്കെ, റെഡി? യെസ്, ഇനി നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, അപ്പോൾ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ജി ആണ്. സോ ഞാൻ അതേപോലെ തന്നെ ഇവിടെ ഫോഴ്സിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫോഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക എന്നുള്ളത് നോക്കി നോക്കുക. F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഇൻറ്റു എൽ ഇൻറ്റു ജി. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സെയിം വോളിയം എന്നല്ലേ തന്നിട്ടുള്ളത്? വോളിയം സെയിം ആണ്. സോ എല്ലാ കേസിലും വി സെയിം ആയിരിക്കും. റോ ഇൻറ്റു ജി മാത്രം എടുത്താൽ മതിയോ. അല്ലെങ്കിൽ F നിങ്ങൾ അതുപോലെ തന്നെ എടുത്തു. ഇവിടെ F1 by A1 ചേഞ്ച് ചെയ്തു. A1 ഉം A2 ആയിട്ട് ചേഞ്ച് ചെയ്തു. F1 L1 by A delta 1 is equal to F2 L2 by 3A
delta L2 ആണ്. Then change in if the first wire is increased by delta L on applying a force F, force F തന്നെയാണ്. അപ്പോൾ F ആണ്, F2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ F2 is equal to ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. F2 is equal to എന്താ വരാം? F2 is equal to എന്താ വരാം നോക്കിയടാ? യെസ്, F2 നെ മാത്രം അവിടെ നിർത്തുക, ബാക്കിയെല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F1 L1 divided by A delta L1 into ഇവിടെയാണെന്നുണ്ടെങ്കിൽ that is 3A delta L2 divided by L2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും എനിക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും എനിക്ക് ഇവിടെ A ഉണ്ട്, Aയും 3Aയും ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, Aയും 3Aയും കട്ട് ചെയ്ത് കളയാം. പിന്നെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടോ? യെസ്, എയും കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ രണ്ട് സൈഡിലും മുകളിലും താഴെയും ഉള്ളത് അത് കട്ട് ചെയ്ത് കളയുക. പിന്നെ ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ അവിടെ ലെങ്ത് ഒറിജിനൽ ആയിട്ടുള്ള ലെങ്ത് ആണ്, സെയിം ചേഞ്ച് ഇൻ ലെങ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് സെയിം ആണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഡെൽറ്റ L1ഉം ഡെൽറ്റ L2ഉം കട്ട് ചെയ്ത് കളയുക. സോ F1 into L1 by L2 ചെയ്താൽ മതി. F2 is equal to F1 into L1 by L2 ചെയ്താൽ മതി. സോ L1 by L2 എന്താ വരിക എന്നുള്ളത് നോക്കി നോക്കൂ. L1 by L2 എന്നുള്ളത് ഫസ്റ്റ് വയർ ഇൻക്രീസ് ബൈ ഡെൽറ്റ L, അപ്പോൾ സെയിം ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്. L1 by L2 തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് തന്നിട്ടുള്ള സംഭവം നമുക്ക് കിട്ടും. F by A square is equal to F dash by 3A square അല്ലേ? ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F by A square is equal to F2 അല്ലെങ്കിൽ F2 by 3A സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ടൈംസ് ആയിരിക്കും വരിക. A സ്ക്വയർ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ടൈംസ് ആയിരിക്കും വരിക കേട്ടോ. 9 ടൈംസ് ഓഫ് F ആയിരിക്കും വരിക. ഓക്കെ റെഡി? യെസ്, then അത്രേ ഉള്ളൂ. then next one is Poisson ratio. ഈ ചാപ്റ്ററിൽ ആക്ച്വലി കുറച്ച് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്നതാണ് Poisson ratio എന്ന് പറയുന്നത്. സോ Poisson ratio എന്താന്നുള്ള സംഗതി നോക്കാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പിടിച്ചു വലിച്ച് നീട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ബബിൾ കം നിങ്ങൾ നോക്കി നോക്കുക. ബബിൾ കം ബൂമറിന്റെ ഒരു ചെറിയ ഇതുപോലെ സ്ലാബുള്ള ബാർ ആയിട്ടുള്ള സംഭവം കിട്ടുമല്ലോ, ബൂമറിന്റെ ബാർ ഉണ്ടല്ലോ. ആ സംഭവം നമ്മൾ പിടിച്ച് വലിച്ച് നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ തിക്നെസ് കുറയും അല്ലെ? ലെങ്ത് കൂടുന്നതിനനുസരിച്ച് തിക്നെസ് കുറയും. അപ്പൊ ഈ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ലാറ്ററൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇൻ ഡയമെൻഷനും അവിടെ സംഭവിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? when a deforming force is applied at the free end of a suspended wire of length L and radius R, then its length increases by dl but its radius is decreases by dr അല്ലെ? അതിന്റെ ലെങ്ത് dl ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഏരിയ അതേപോലെ തന്നെ dr എമൗണ്ടിൽ കുറയുന്നുണ്ടായിരിക്കും. ഓക്കെ ആൻഡ് 2 types of strain produced by a single force. അതായത് ഒരൊറ്റ ഫോഴ്സ് 2 ടൈപ്പ് ഓഫ് സ്ട്രെയിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടായിരിക്കും, ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടായിരിക്കും. ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ലാറ്ററൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത അവിടെ ഉണ്ടാകുന്ന റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഡെൽറ്റ R by R എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ Poisson ratio is equal to lateral strain divided by എന്ത് ചെയ്താൽ മതി? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്താൽ മതി. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഗതി എന്തായിരിക്കും? ഇറ്റ് ഇസ് Poisson's ratio. അതാണ് നമ്മുടെ Poisson's ratio വരുന്നുണ്ടായിരിക്കുക. ഓക്കെ ആൻഡ് നെക്സ്റ്റ് വൺ is ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ്. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ എനർജി വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ ബോഡി. എനർജി സ്റ്റോർഡ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ½ kx² ആണ്. ആൻഡ് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ½ into ലോഡ് into ഇലോങ്ങേഷൻ ആണ്. കേട്ടോ. നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതായിരിക്കും. എനർജിന്റെ ഇക്വേഷൻ ½ into ലോഡ് into ഇലോങ്ങേഷൻ ആയിരിക്കും വരിക. ലോഡ് നിങ്ങൾ എഫ് എടുക്കുക, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ ഇലോങ്ങേഷൻ വരിക. അപ്പൊ ½ into f into ഡെൽറ്റ ആയിരിക്കും ഇക്വേഷൻ വരിക കേട്ടോ. ഓക്കെ റെഡി, സെറ്റ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, അടുത്തത് യെസ് NEET 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. when block of mass m is suspended by a long wire. ഓക്കെ, m മാസ് ഉള്ള ഒരു ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോങ് വയർ ഇതുപോലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ലെങ്ത് ഓഫ് ദ വയർ ബിക്കംസ് L plus l, അതായത് ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് സെക്കൻഡ് വയറിൽ ഉണ്ടാകുന്ന ലെങ്ത് L2 എന്ന് പറയുന്നത് L plus l ആണ്.
അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ എക്സ്റ്റൻഡഡ് വയർസ്, അവിടെ ഉണ്ടാവുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. സോ നീറ്റ് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 19 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഹാങ് ആണ്. ഓക്കെ, വീഡിയോ സ്റ്റക്ക് ആണ്, അതൊന്ന് റെക്ടിഫൈ ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ, സെറ്റ്, ഫൈൻ. ഓക്കെ, അപ്പൊ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, when a block of mass m is suspended by a long wire L, അല്ലെ, ഒരു L വയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വയറിൽ നമ്മളൊരു M മാസ് യെസ് ഓക്കെ ഓക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്തായിട്ട് മാറി, ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, അതായത് L+L ആയിട്ട് L2 ചേഞ്ച് ആയി. സോ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ L+L മൈനസ് ഒറിജിനൽ ലെങ്ത് വെച്ചിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ദ എക്സ്റ്റൻഡഡ് വയർ, എക്സ്റ്റൻഡഡ് വയറിൽ ഉണ്ടാകുന്ന എനർജി സ്റ്റോർ ചെയ്യുന്നത്, എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നിങ്ങൾക്ക് അറിയാം, ഹാഫ് ഇൻറ്റു ഫോഴ്സ്, ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ അല്ലെ. നമ്മുടെ എനർജിന്റെ ഇക്വേഷൻ എന്താ, എനർജിന്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ ആണ് ഉണ്ടായിരിക്കുക, എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള സംഗതിയാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ഇവിടെ ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഇവിടെ ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെൽറ്റ എൽ ആയിട്ടാണ് വേണം എടുക്കുന്നത് കേട്ടോ, ഡെൽറ്റ എൽ വേണം എടുക്കാനായിട്ട്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക, ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, M മാസുള്ള ബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ mg എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഫോഴ്സ് വരിക. ആൻഡ് ലെങ്ത്, ഒറിജിനൽ ലെങ്ത് L ആയിരുന്നു, രണ്ടാമത്തെ ലെങ്ത് ചേഞ്ച് ഇൻ ലെങ്ത് എത്രയായിട്ട് മാറി, L+L ആയിട്ട് എന്ത് ചെയ്തു, സെക്കൻഡ് വയറിൽ ഉണ്ടാകുന്ന ലെങ്ത് അല്ലെങ്കിൽ സെക്കൻഡ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ലെങ്ത് എത്രയായിട്ട് മാറി, ക്യാപിറ്റൽ L+L ആയിട്ട് മാറി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക, എന്തായിട്ട് വരിക, യെസ് അവിടെ ഉണ്ടാകുന്നത് യെസ് ലെങ്ത് എത്ര വരും, യെസ് സ്മോൾ എൽ വരും കേട്ടോ, ചേഞ്ച് ലെങ്ത് സ്മോൾ എൽ വരും, mg ഇൻറ്റു എൽ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഹാഫ് mg L എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, ഹാഫ് mg L എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും. ഹാഫ് mg സ്മോൾ എൽ വേണം എഴുതാനായിട്ട്. റെഡി റെഡി, യെസ് 1:4 ആണ് എന്ന് പറയുന്നുണ്ട്, നോക്കട്ടെ. അത് തൊട്ട് കുറെ മുന്നത്തെ ക്വസ്റ്റ്യൻ അല്ലേടാ, അതിലുണ്ടോ കൺഫ്യൂഷൻ ഉണ്ടോ? യെസ് ഓക്കെ, A2/A1 ആണ്, A2/A1 ആണ്. ഓക്കെ, യെസ് ഹാഫ് പൈ R2², ഓക്കെ പൈ R2²/R1² ആണ് അല്ലേ, R2²/R1². ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, താങ്ക് യു ട്ടാ, താങ്ക് യു, സോറി ഫോർ ദി കറക്ഷൻസ്. യെസ് 1/4 ആണ്. ഓക്കെ, R2/R1 ആണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പോൾ 1:4 ആണ് കേട്ടോ. ഓക്കെ ഫൈൻ, സെറ്റാണടാ, സെറ്റാണ്. റെഡി, ദെൻ നെക്സ്റ്റ് നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ലാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്ന സംഗതി ഇത്രയായിരുന്നു. ദെൻ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ യെസ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറച്ച് കൂടിയിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ നോക്കുക. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നോക്കുന്നത്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ
ജനറലി നമ്മൾ എന്തിനാ ഫ്ലൂയിഡ്സ് എന്ന് പറയാന്നറിയോ? യെസ്, ഇവിടെ ഉണ്ടാവുന്ന ഇത്തരത്തിലുണ്ടാവുന്ന സോളിഡ്സിനെയും ഫ്ലൂയിഡ്സ് നമുക്ക് രണ്ട് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് പറയാനായിട്ട് പറ്റും. മാറ്ററിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലൂയിഡ്സിനുള്ളിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെയെന്ന് പറയുന്നത് ലിക്വിഡ്സും ഗ്യാസസും കൂടെ ചേർന്നുള്ളതിനെ, അത് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സംഗതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എപ്പോഴും ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഉണ്ടായിരിക്കുക? ദേ ആർ ലിക്വിഡ്സ് പ്ലസ് ഗ്യാസസ് ആണ് കേട്ടോ. ലിക്വിഡ്സ് പ്ലസ് ഗ്യാസസ് ആണ്. ലിക്വിഡ്സിനെയും ഗ്യാസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജനറലി ഫ്ലൂയിഡ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും, ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സംഗതിനെ കേട്ടോ. ഓക്കെ, ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. മൂന്നായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്, ഡൈനാമിക് ഫ്ലൂയിഡ് ഉണ്ട്, ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ പ്രഷർ, സ്റ്റാറ്റിക് ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും പാസ്കൽസ് ലോന്റെയും അതുപോലെ തന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെയും പറ്റിയിട്ട് അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഡൈനാമിക് ഫ്ലൂയിഡിൽ വരുന്നതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ ബെർണോളിസ് ഇക്വേഷൻ ഒക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരിക. ആൻഡ് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ഉള്ളിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ക്യാൻ ഫ്ലോ ആൻഡ് ആർ therefore കോൾഡ് ഫ്ലൂയിഡ്സ്. അല്ലെ, ലിക്വിഡ്സും ഗ്യാസസിനും ഫ്ലോ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാറ്ററിനെയാണ് നമ്മൾ എപ്പോഴും എന്ന് പറയുന്നത്, യെസ്, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ആൻഡ് ഫോർ എൻ ഐഡിയൽ ഫ്ലൂയിഡ് അവിടെ എന്തായിരിക്കും, ദേ ഇൻകംപ്രസിബിൾ ആൻഡ് നോൺ വിസ്കസ്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ഇതുപോലെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻസിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക, ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് നോൺ വിസ്കസ്. അത് ഇൻകംപ്രസിബിൾ ആണ്, നോൺ വിസ്കസ് ആണ്. ഓക്കെ, നോൺ വിസ്കസ് ആണ്. ഓക്കെ, ആ പോയിന്റ് നോക്കി പോവാ. ആൻഡ് നെക്സ്റ്റ് വൺ, പ്രഷർ ഇൻ ലിക്വിഡ്സ്. ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നത് അതിന്റെ പ്രഷർ ആണ്. പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ട് നോക്കാം. ഒബ്ജക്ട് ഇസ് സബ്മേർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. ഒരു ഒബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡ്, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിനുള്ളിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ദ ഫ്ലൂയിഡ് എക്സർട്ട് എ ഫോഴ്സ് ഓൺ ഇറ്റ്സ് സർഫസ്. അല്ലെ, അതിന്റെ എല്ലാ ഡയറക്ഷനിലൂടെയും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ ഡയറക്ഷനിൽ നിന്നും ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ബോഡീന്റെ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുള്ള ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ദ ഫോഴ്സ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ ഒബ്ജക്ട് സർഫസ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാന്ന് പറയാം, ഒബ്ജക്റ്റിന്റെ സർഫസിന് നേരെ നോർമൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന് നോർമൽ ആയിട്ട് ആ ഒബ്ജക്റ്റിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ ഡയറക്ഷനിൽ നിന്നും ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, റെഡി, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാടാ, പ്രഷർ പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, പ്രഷർ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് വരിക കേട്ടോ. ഫോഴ്സ് ബൈ ഏരിയ ആണ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിന്റെ യൂണിറ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവാ. യൂണിറ്റ് എന്ന് പറഞ്ഞ പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുക. നേർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. യൂണിറ്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. SI യൂണിറ്റ് എന്ന് പറയുന്നത്, അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഇസ് ന്യൂട്ടൺ പെർ, നിങ്ങൾക്ക് കാണുന്നില്ല അല്ലത്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ്, അല്ലെങ്കിൽ പാസ്കൽ ആയിരിക്കും. ഓക്കെ ദെൻ അതിന്റെ ഡയമെൻഷണൽ ഫോർമുലയും കൂടെ നോക്കി പോവാ. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ കേസ് പറയുന്ന സമയത്ത് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എഴുതിയില്ലേ, ആ സമയത്ത് പറഞ്ഞു പോയ അതേ സെയിം സംഭവം തന്നെയാണ്. ഇപ്പൊ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് അറിയാം, ഡിവൈഡഡ് ബൈ ഏരിയന്റെ ഡയമെൻഷണൽ ഫോർമുല അല്ലെ. ഫോഴ്സിന്റെ എന്താ വരിക, ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ml t raised to -2 ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് L സ്ക്വയർ ആണ്. Therefore ml raised to -1 t raised to -2, ml raised to -1 t raised to -2 എന്ന് പറയുന്നതായിരിക്കും ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നുണ്ടായിരിക്കാം. റെഡി, യെസ്. നെക്സ്റ്റ് കേസിലേക്ക് പോവാം. നമ്മൾ പ്രഷറിന്റെ കുറച്ചധികം യൂണിറ്റ്സ് പഠിക്കാനായിട്ടുണ്ട്. ഈ യൂണിറ്റ്സ് മനസ്സിലാക്കി വെക്കുക ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും. അതല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കും. ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ വരുന്ന കൺവേർഷൻസിന്റെ ഒപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുക. യെസ്, പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. പാസ്കൽ ഉണ്ട്, അതുപോലെ പ്രഷറിന് കുറേ അധികം യൂണിറ്റ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ പറഞ്ഞു. അതുപോലെ ATM ഉണ്ട്, ബാർ ഉണ്ട്, അതുപോലെ മില്ലിമീറ്റർ ഓഫ് HG എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ആ യൂണിറ്റ്സും അതിന്റെ കൺവേർഷൻസും ആണ് പറയുന്നത്. സോ പാസ്കൽ എന്ന് പറയുന്നത് 1 ATM is equal to 1.013 into 10 raised to 5 പാസ്കൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺവേർഷൻ ആണ്. ഇത് പ്രത്യേകം നോക്കി വെക്കുക. 1 ATM is equal to 1.013 into 10 raised to 5 പാസ്കൽ ആയിരിക്കും വരിക. ആൻഡ് 1 ATM is equal to 1.013 ബാർ.
ഓക്കെ, അതുപോലെ 1.013 ബാർ ആയിരിക്കും വരിക. ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് ഇസ് ബാർ ആണ്. ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ATM is equal to 760 millimeter of Hg അല്ലെങ്കിൽ 76 centimeter of Hg ആണ് എന്നുള്ളത് പറയാം. ആൻഡ് millimeter of Hg എന്ന് പറയുന്നത് വേറൊരു യൂണിറ്റ് ആണ്. 1 ATM is equal to 760 torr ആൻഡ് 1 torr എന്ന് പറയുന്നത് വേറൊരു യൂണിറ്റ് ആണ്. സോ 1 torr is equal to 1 millimeter of Hg ആയിരിക്കും വരിക. ഓൾസോ ബാറും പാസ്കലും തമ്മിലുള്ള റിലേഷൻ കൂടെ നോക്കുക. 1 bar is equal to 10 raised to 5 pascal ആയിരിക്കും. 1 bar is equal to 10 raised to 5 pascal ആയിരിക്കും. ഇതെല്ലാം എന്താണ്? പ്രഷറിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ്. ഈ കൺവേർഷൻസ് നോക്കി വയ്ക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. ദെൻ യൂണിറ്റ്സ് ഓഫ് വോളിയം ആണ്. യൂണിറ്റ്സ് ഓഫ് വോളിയത്തിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മീറ്റർ ക്യൂബ് എന്തായിരിക്കും? ഇറ്റ് ഇസ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്, നിങ്ങൾക്ക് അറിയാം. ആൻഡ് ലിറ്റർ 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. ആൻഡ് 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 10 റൈസ് ടു 6 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ആൻഡ് 1 മീറ്റർ ഇസ് ഈക്വൽ ടു 10 റൈസ് ടു 2 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 100 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ, യെസ്. Then next one, density. Density of fluid in equation നിങ്ങൾക്ക് അറിയാം. Density is equal to mass by volume ആയിരിക്കും വരിക. ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എപ്പോഴും നമ്മൾ എടുക്കുക 1000 ആയിട്ടാണ്. ദെൻ നിങ്ങൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം കണ്ടായിരിക്കും. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏതൊരു സംഭവത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിന്റെയും ഡെൻസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അതിന്റെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്യുക. അതിനാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുക. റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടണമെങ്കിൽ എപ്പോഴും റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റികൾ തമ്മിൽ എന്ത് ചെയ്യുക? റേഷ്യോ എടുക്കുക കേട്ടോ. ഡെൻസിറ്റികൾ തമ്മിൽ റേഷ്യോ എടുക്കുക. ഇപ്പൊ എന്തൊരു സംഭവത്തിന് റിലേറ്റീവ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി, അപ്പൊ വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, നമ്മൾ എടുക്കുന്ന ഫ്ലൂയിഡ് എന്താണോ, നമ്മൾ ഏത് ഫ്ലൂയിഡിനാണോ കൺസിഡർ ചെയ്യണേ, ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ. ഓക്കെ, വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഏതൊരു ഫ്ലൂയിഡിന്റെയും ഡെൻസിറ്റിനെ വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യണേനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ പറയുക. ആൻഡ് വാട്ടറിന്റെ ഡെൻസിറ്റി എപ്പോഴും എത്രയായിരിക്കും വരിക? ദാറ്റ് ഇസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. യൂണിറ്റ് നിങ്ങൾക്ക് അറിയാലോ, മാസ് ബൈ വോളിയം അല്ലേ. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ആൻഡ് വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്തായിരിക്കും വരിക? വിച്ച് ഇസ് ഈക്വൽ ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും വരിക. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ഫ്ലൂയിഡ്സിന്റെ യെസ് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡെൻസിറ്റിന്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലുള്ള വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. 1 × 10⁻³ ദാറ്റ് ഇസ് 1000 ആണ് എടുക്കുക. ആൻഡ് സീ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേഞ്ച് വരും. 1.03 × 10⁻³. മെർക്കുറിന് 13.6 × 10⁻³ ആണ്. ഇഥൈൽ ആൽക്കഹോൾ, ബ്ലഡ് ആൻഡ് എയർ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഇന്റർസ്റ്റെല്ലാർ സ്പേസ്, ഓരോന്നിന്റെയും ഡെൻസിറ്റീസിന്റെ വാല്യൂസ് ഇവിടെ അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഓയിലിന്റെ ഡെൻസിറ്റി ഈസ് അപ്രോക്സിമേറ്റ്ലി 750 to 950 ആണ് വരിക. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു ഉള്ള ചേഞ്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഇൻ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ, ഡെൻസിറ്റി ടു വാട്ടർ. ഓക്കെ, സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ അറ്റ് 4 degrees Celsius. ഇതാണ് നമ്മൾ എന്ത് തരിക? റിലേറ്റീവ് ഡെൻസിറ്റി തരിക. റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി അല്ല ചെയ്യണം. Therefore it has no unit and dimension. ഇതിന് എന്തില്ല? യൂണിറ്റും ഇല്ല, റേഷ്യോ ആണ്. സെയിം സംഗതികൾ തമ്മിലുള്ള സംഗതിയാണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഇതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ, ദറ്റ് ഇസ് ബോത്ത് ഡയമെൻഷൻലെസ് ആൻഡ് യൂണിറ്റ്ലെസ് എന്നുള്ളത് മനസ്സിലാക്കി പോവാം. റെഡി സെറ്റ് ആണ്, ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, when two liquids of same mass but different densities ρ1 and ρ2 are mixed together, then the density of the mixture is. ഓക്കെ, നമ്മുടെ അടുത്ത് രണ്ട് ലിക്വിഡ്സ് ഉണ്ട്. ലിക്വിഡ്സിന് സെയിം മാസ് ആണ്, പക്ഷെ ഡെൻസിറ്റി ഡിഫറെന്റ് ആണ്. ρ1 and ρ2 ആണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മിക്സ്ചറിന്റെ ഡെൻസിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയാം ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം ആണ്. സോ ഫസ്റ്റ് വണ്ണിന്റെ ഡെൻസിറ്റി ρ1 ഇസ് ഈക്വൽ ടു, രണ്ടെണ്ണത്തിനും മാസ് സെയിം ആണെന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ m1 ഇസ് ഈക്വൽ ടു m2 ഇസ് ഈക്വൽ ടു നമുക്ക് സ്മോൾ m ആണ് എന്നുള്ളത് കൊടുക്കാം. Mixed together and density of their mixture is okay. Then volume എങ്ങനെ എഴുതാം? വോളിയം എങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടാവാം? വോളിയം നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു എന്താ വരിക? മാസ് ബൈ ഡെൻസിറ്റി ആണ് വരിക. വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി ആണ് വരിക. സോ v1 ഈസ് ഈക്വൽ ടു m1 ബൈ ρ1. ഇവിടെ m സെയിം ആണെന്നതുകൊണ്ട് m ബൈ ρ1 എന്ന് എനിക്ക് പറയാം. അതേപോലെ വോളിയം ഓഫ് ദ സെക്കൻഡ് മെറ്റീരിയൽ ഈസ് m2 ബൈ ρ2 ആണ്. ദാറ്റ് ഈസ് m ബൈ ρ2 ആയിരിക്കും വരിക.
ഇനി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇനി ഒന്ന് ഇക്വേഷൻ എഴുതി നോക്കൂ. ρ1 is equal to ഡെൻസിറ്റികൾ തമ്മിലുണ്ടാവുന്ന റേഷ്യോ ആണെങ്കിൽ രണ്ട് ഡെൻസിറ്റി തമ്മിലുണ്ടാവുന്ന വാല്യൂ ആണ് മിക്സഡ് ടു ദ ടോട്ടൽ ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ. മിക്സ്ചറിന്റെ ഡെൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പൊ ρ1 + ρ2 ചെയ്യാം. ρ1 + ρ2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെയും ഡെൻസിറ്റി ρ1 ഉം ρ2 ഞാൻ സെപ്പറേറ്റ് എടുക്കുകയാണ്. ρ1 is equal to എനിക്ക് എന്ത് പറയാം, ρ1 is equal to m/, വോളിയം എത്രയാടാ, വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് m/ρ1 ആണ്, m/ρ1 ആണ്. ഓക്കെ, ആൻഡ് ρ2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m/m/ρ2 ആണ്. ഓക്കെ, സോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള വാല്യൂസ് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് നിങ്ങൾ നോക്കി വെക്കാം. അവിടെ ഉണ്ടാവുന്ന കൺവേർഷൻസ് ഉണ്ടല്ലോ, പ്രഷറിന്റെ വാല്യൂസ് നോക്കി വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ρ1 + ρ2 is equal to m/m/ρ1 പ്ലസ് രണ്ട് മിക്സറും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് m1/m1 ടോട്ടൽ ആയിട്ടുള്ള ഡെൻസിറ്റി is equal to ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ചെയ്താൽ മതി. ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ചെയ്താൽ മതി. സോ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും സെയിം മാസ് ആയതുകൊണ്ട് m + m ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും, m/ρ1 പ്ലസ് m/ρ2 ചെയ്യാം. ഓക്കെ, അപ്പൊ 2m ഡിവൈഡഡ് ബൈ m/ρ2 പ്ലസ് m/ρ1 ഡിവൈഡഡ് ബൈ ρ2 ചെയ്യാം. ഓക്കെ, ദെൻ കോമൺ ആയിട്ട് m പുറത്തേക്ക് എടുക്കാം, m നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ 2ρ1 ρ2 ഡിവൈഡ് ബൈ ρ1 + ρ2 എന്ന് പറഞ്ഞിട്ട് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2ρ1 ρ2 ഡിവൈഡ് ബൈ ρ1 + ρ2 എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു സംഭവത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, 2ρ1 ρ2 ഡിവൈഡഡ് ബൈ ρ1 + ρ2 എന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2ρ1 ρ2 ഡിവൈഡ് ബൈ ρ1 + ρ2, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 is the right answer. Okay, ready? Yes. Then next ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഇസ് വേരിയേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് പ്രഷർ വിത്ത് ഡെപ്ത്. വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റിനനുസരിച്ച് ഡെപ്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രഷറിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ആ സംഭവത്തിനെയാണ് നമ്മൾ ഇനി ഗേജ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണേ. സോ നിങ്ങൾ നോക്കി വെക്കുക. സോ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഉണ്ടാവുന്ന പോയിന്റിലും ഈ ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റിലും ഉണ്ടാവുന്ന ഫോഴ്സസ് എന്താണ്, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് ഉണ്ടാവുന്ന ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ ഞാൻ P1 ആയിട്ട് എടുക്കണം, മുകളിൽ ഉണ്ടാവുന്ന പ്രഷർ ഞാൻ P0 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് നമ്മൾ എഴുതാനായിട്ട് പോണേ. സപ്പോസ് F1 is equal to F2 is equal to നമുക്കറിയാം F1 + mg ആണ് വരിക അല്ലെ, F1 + mg ആണ് വരിക. F2 - F1 which is equal to mg. അങ്ങനെയാണെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫോഴ്സ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ആണ് കിട്ടുക. അതുകൊണ്ട് P2 - P1 which is equal to m/a × g, അല്ലെങ്കിൽ mg/a എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഞാൻ മുകളിലും താഴെയും h വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലും താഴെയും h വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ P2 - P1 which is equal to mgh ഡിവൈഡ് ബൈ വോളിയം എന്ന് കിട്ടും. m/v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡെൻസിറ്റി ആണ്. P2 - P1 is equal to ρgh ആണ്. ആൻഡ് ρ0 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ρ0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ P2 - P1 is equal to ρgh എന്നുള്ളത് പറയാം. അതേപോലെ P - P0 is equal to അല്ലെങ്കിൽ P - P0 is equal to P0 അല്ലെങ്കിൽ P0 നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ρ0 അല്ല കേട്ടോ, അവിടെ P0 ആണ്, P0 തന്നെയാണ്. P - P0 is equal to എനിക്ക് ρgh എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് അവിടെ ഉണ്ടാകുന്ന പ്രഷർ വാരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് എനിക്ക് എഴുതാനായിട്ട് പറ്റും. റെഡി, ക്ലിയർ, മനസ്സിലായി, ഓക്കെ ആണെന്ന് വിചാരിക്കണം. സോ നമ്മുടെ റിലേഷൻ എന്താ വരിക, ദാറ്റ് ഇസ് P - P0 is equal to ρgh എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. P - P0 is equal to ρgh എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ ρgh എന്ന് പറയുന്ന സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഗേജ് പ്രഷർ എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു h ഡെപ്തിലേക്ക് ഒരു സംഗതി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഷർ എത്രയായിരിക്കും വരിക, ρgh ആയിരിക്കും വരിക. അപ്പൊ മൊത്തത്തിൽ ഒരു h ഹൈറ്റിൽ നമ്മൾ ഒരു ബോഡീനെ ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, താഴെ ഉണ്ടാവുന്ന പ്രഷർ പ്ലസ് ρgh ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കിട്ടും. അല്ലെങ്കിൽ നേരെ താഴേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയുള്ള പോയിന്റിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എത്രയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഉണ്ടാകുന്ന പ്രഷർ പ്ലസ് എന്ത് ചെയ്താൽ മതി, ρgh ചെയ്താൽ മതി. ഓക്കെ, അത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ρgh ആണ് നമ്മുടെ ഗേജ് പ്രഷർ എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഇസ് P - PA is equal to ρgh, where P is the absolute pressure and P0 is the atmospheric pressure. Therefore P - P0 or ρgh is the gauge pressure.
ഓക്കെ ആണോ? ഓക്കെ ആണോ? റെഡി? ക്ലിയർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കോളൂ. P0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഓക്കെ ഓക്കെ റെഡി? യെസ്. ദെൻ നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒന്നുമില്ല, ഇവിടെ എന്താ സംഭവം? ഈ 4 vessels A, B, C and D. ഇവിടെ 4 vessels വന്നിട്ട് എയും ബിയും സിയും ഡിയും ആണ്. വിച്ച് ഹാസ് ഡിഫറെന്റ് ഷേപ്പ് ആൻഡ് ഹോൾഡ് ഡിഫറെന്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ഓരോന്നിനും ഡിഫറെന്റ് ഷേപ്പ് ആണ്, ഓരോന്നിലും ഹോൾഡ് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ടും ആക്ച്വലി ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന പ്രഷറിന്റെ റിലേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ EFGH അല്ലേ, EFGH എന്നുള്ള പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യണം. ഈ എല്ലാ പോയിന്റും ഗ്രൗണ്ടിൽ ഒരേ ലൈനിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു പോയിന്റും ഈ പോയിന്റും ഓക്കെയാണ്. ഓൾസോ ഈ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്നതും എന്താണ്? സെയിം ഹൈറ്റിലാണല്ലോ. വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്നതും സെയിം ഹൈറ്റിലാണല്ലോ. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഹൈറ്റ്, എല്ലാത്തിന്റെയും ഹൈറ്റ് സെയിം ആണ്. ഇതെല്ലാം സെയിം ഹൈറ്റ് എച്ചിലാണ് ഇരിക്കുന്നത്. എല്ലാം സെയിം ഹൈറ്റ് എച്ചിലാണ് ഇരിക്കുന്നത്. ഓൾസോ ഇതിൽ എല്ലാത്തിലും ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആണ്. എല്ലാത്തിലും ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് വാട്ടർ ആണ്. സോ ഫ്ലൂയിഡ് സെയിം ആണെന്നുള്ളതുകൊണ്ട് എല്ലാത്തിന്റെയും ഡെൻസിറ്റി സെയിം ആയിരിക്കും. ആൻഡ് എല്ലാത്തിനും G എപ്പോഴും സെയിം ആണല്ലോ. എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന Gയും സെയിം ആയിരിക്കും. സോ എനിക്ക് എന്ത് പറയാന്നറിയോ? ഇവിടെ ഉണ്ടാവുന്ന സെയിം ഹൈറ്റിലാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ ഈ ഓരോ പോയിന്റിലും, താഴെ നമ്മൾ ഇരിക്കുന്ന ഓരോ പോയിന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? സെയിം ആയിരിക്കും വരിക. ഓക്കെ ബിക്കോസ് റോ ജി എച്ച് എന്ന് പറയുന്ന വാല്യൂ അല്ലെ, റോ ജി എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ അല്ലെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ ഇക്വേഷൻ ഇസ് റോ ജി എച്ച് ആണ്. സോ റോ സെയിം ആണ്, ജി സെയിം ആണ്, എച്ച് എല്ലായിടത്തും സെയിം ആണെങ്കിൽ, സെയിം ഫ്ലൂയിഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റിലും, ഇ എന്ന് പറയുന്ന പോയിന്റിലും, എഫ് എന്ന് പറയുന്ന പോയിന്റിലും, ജി എന്ന് പറയുന്ന പോയിന്റിലും, എച്ച് എന്ന് പറയുന്ന പോയിന്റിലും എല്ലായിടത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ പി ഇസ് ഈക്വൽ ടു പി എഫ് ഇസ് ഈക്വൽ ടു പി ജി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? പി എച്ച് ആണ്. ഓക്കെ റെഡി ക്ലിയർ സെറ്റ് ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുക വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം സംഭവം തന്നെയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ പ്രഷർ അറ്റ് 2 points. നമുക്ക് രണ്ട് ഡിഫറെന്റ് പോയിന്റ്സിൽ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ബൈ എ ഹൈറ്റ് h in a fluid at rest, let P1 and P2 be the pressure at the 2 points 1 and 2. 1.1ലും 0.2ലും ഉണ്ടാവുന്ന പ്രഷർ ആണ് P1, 0.1ൽ ഉണ്ടാവുന്ന പ്രഷർ P1 ആൻഡ് 0.2 അനുസരിച്ച് ആ പോയിന്റ് ഉണ്ടാവുന്ന പ്രഷർ ആണ് P2. ആൻഡ് ഇൻസൈഡ് എ fluid, the point 1 is at a height h above the point 2. Point 2 നിന്നും h ഹൈറ്റിലാണ് നമ്മൾ point 1 കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ആണല്ലോ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കുകടാ. യെസ്, എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നേ ഗേജ് പ്രഷർ പ്രകാരം P2 മൈനസ് P0 ഇസ് ഈക്വൽ ടു എന്താണ്? റോ ജി എച്ച് ആണ് അല്ലെ. P2 മൈനസ് P0 ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ P1 മൈനസ് P2 മൈനസ് P0 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? റോ ജി എച്ച് ആയിരിക്കും. അതുപോലെ P1 മൈനസ് P0 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എന്ത് കിട്ടും? റോ ജി എച്ച് തന്നെയാണ് കിട്ടുക അല്ലേ. അതായത് P എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും സർഫസിൽ ഇരിക്കുന്ന പോയിന്റ് ഉണ്ടാകുന്ന പ്രഷറാണ് ഞാൻ P0 ആയിട്ട് എടുക്കണേ. സോ ഈ ഒരു പോയിന്റ് നമ്മുടെ P0യിൽ നിന്നും എത്ര ഹൈറ്റിലാണ്? ഇതിപ്പോ ഒരു H2 ഹൈറ്റിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക. ആൻഡ് പോയിന്റ് 1 എന്ന് പറയുന്നത് അറ്റ് ഹൈറ്റ് H1 ആണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ P2 മൈനസ് P0 എനിക്ക് എന്ത് പറയാം? റോ ജി H2 ആണ്. ആൻഡ് P1 മൈനസ് P0 എനിക്ക് പറയാം റോ ജി H1 ആണ്. ഓക്കെ സോ രണ്ടും കൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടടാ? രണ്ടും കൂടെ അനലൈസ് ചെയ്യുന്ന സമയത്ത് P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു, രണ്ടും കൂടെ മൈനസ് ചെയ്യുക അല്ലെ. മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു H2 മൈനസ് H1 കിട്ടും. റോ ജി ഇൻറ്റു H2 മൈനസ് H1 കിട്ടും. H2 മൈനസ് H1നെ H ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. P2 മൈനസ് P1 is equal to rho g h എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ റെഡി ക്ലിയർ? ഇപ്പോഴും സ്റ്റക്ക് ആവുന്നുണ്ടോ? ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യട്ടെടാ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ.
ഓക്കെ റെഡി. ഇപ്പൊ ഓക്കെ ആണല്ലോ, ഇപ്പൊ സെറ്റ് ആണോ എന്ന് വിചാരിക്കണു. യെസ്, റെഡി റെഡി റെഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ഇസ് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫിഗർ ഷോസ് ടു കണ്ടെയ്നേഴ്സ് പി ആൻഡ് ക്യൂ. ഓക്കെ, നമുക്ക് ഫിഗറിൽ വന്നിട്ടുള്ളത് ഇപ്പൊ പ്രോപ്പർ ആണ്. നിങ്ങളുടെ ഇഷ്യൂ സോൾവ് ആയി എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? ഇനി സ്റ്റക്ക് ആവുന്നുണ്ടാവില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് 2 കണ്ടെയ്നേഴ്സ് വന്നിട്ടുണ്ട്, പി ആൻഡ് ക്യൂ. 2 കണ്ടെയ്നേഴ്സ് വന്നിട്ടുണ്ട് വിത്ത് സെയിം ബേസ് ഏരിയ എ ആൻഡ് ഈച്ച് ഫീൽഡ് അപ് ടു സെയിം ഹൈറ്റ് വിത്ത് സെയിം ലിക്വിഡ്. ദെൻ സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ഓക്കെ, സെയിം ഏരിയ ആണ്, സെയിം ഹൈറ്റ് ആണ്, സെയിം ലിക്വിഡ് ആണ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ഉണ്ടാവുന്ന റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സെയിം ഹൈറ്റിലാണ്, ഏരിയയിൽ ചേഞ്ച് വരണില്ല, ആൻഡ് ഇവിടെ എടുക്കുന്നത് സെയിം ലിക്വിഡും ആണ്. സെയിം ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെൻസിറ്റിയും സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ്, സെയിം ഹൈറ്റിൽ ഉണ്ടാവുന്ന പോയിന്റ് ഉണ്ടാവുന്ന പ്രഷർ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ പി എക്സ് ഈക്വൽ ടു പി വൈ ഇസ് ദ റൈറ്റ് ആൻസർ. പി എക്സ് ഈക്വൽ ടു പി വൈ, അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്തായിരിക്കും ഉണ്ടാവുക? സെയിം ആയിരിക്കും. സെയിം ഹൈറ്റിലാണെങ്കിൽ രണ്ട് കേസിൽ എന്ത് സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കുക, പ്രഷർ സെയിം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് കേസ് എന്താണ്? വാരിയേഷൻ ഓഫ് പ്രഷർ വെർട്ടിക്കലി ആക്സിലറേറ്റിംഗ് ലിക്വിഡിന്. വെർട്ടിക്കലി ആക്സിലറേറ്റിംഗ് ലിക്വിഡിൽ എങ്ങനെയായിരിക്കും പ്രഷറിന്റെ വാരിയേഷൻസ് എന്നാണ് പറയുന്നത്. സോ ഒന്നുമില്ല, നിങ്ങൾ ആ ഫിഗർ നേരെ ഒന്ന് കൺസിഡർ ചെയ്യൂ. വെർട്ടിക്കലി ആക്സിലറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണു? ഒരു ഫ്ലൂയിഡ് എടുക്കണം. ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന പോയിന്റ് എസ് P1 ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന പോയിന്റ് എസ് P2. അവിടെ ഉണ്ടാകുന്ന P2 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ എസ് P2 ആൻഡ് അടുത്ത കേസിൽ പ്രഷർ എസ് P1. ഓക്കെ ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ എന്തായിരിക്കും വരിക? P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞായിരുന്നു, 2 പോയിന്റ് വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ 2 പോയിന്റും ഒരു എച്ച് ഹൈറ്റിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ ഇക്വേഷൻ P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അത് എഴുതാൻ ഓക്കെയാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇത് സപ്പോസ് വിച്ച് ഇസ് ആക്സിലറേറ്റിംഗ് വിത്ത് ആൻ ആക്സിലറേഷൻ എ, അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എ ആക്സിലറേഷനിൽ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്ലൂയിഡ് ഉണ്ട്, അതിനുള്ളിൽ നമ്മൾ ബ്ലോക്ക് കൺസിഡർ ചെയ്തു. സപ്പോസ് ഇറ്റ് ഇസ് ആക്സിലറേറ്റിംഗ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. അങ്ങനെയാണെങ്കിൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക എന്നറിയോ? ദാറ്റ് ഇസ് P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി എച്ച് തന്നെയാണ്. പക്ഷെ അവിടെ ജിയിൽ ഒരു ചേഞ്ച് വരും. മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യും. നമ്മൾ ലിഫ്റ്റിന്റെ കേസ് പഠിച്ചില്ലേ? ലോസ് ഓഫ് മോഷന്റെ കേസിൽ ലിഫ്റ്റിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റിൽ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എഫക്റ്റീവ് ആക്സിലറേഷൻ ഇസ് G പ്ലസ് എ എന്ന് പറഞ്ഞിട്ടായിരുന്നു എടുക്കണ്ടായിരുന്നത്. അതേപോലെ ഇവിടുത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? G പ്ലസ് എ എന്ന് പറഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. സോ G പ്ലസ് എ ഇൻറ്റു എച്ച് വരും. G പ്ലസ് എ ഇൻറ്റു എച്ച് വരും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കേസിൽ ഹിയർ ഓൾസോ എന്ത് ചെയ്യുക? വീണ്ടും ഇതേപോലെ നമ്മളൊരു സംഭവം എടുക്കുക. ദെൻ അതിലേക്കൊരു ലിക്വിഡ് ഉണ്ട്. ലിക്വിഡിലേക്ക് ഞാനൊരു ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ആൻഡ് ഇവിടെ ആക്സിലറേഷൻ ഡൗൺവേർഡ് ആണ്, മുകളിൽ താഴേക്കാണ് വീഴുന്നത്. മുകളിൽ നിന്ന് താഴേക്കാണ് ഒരു ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യണേ എന്നുള്ളത് വിചാരിക്കുക. ആ കേസിൽ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ വാരിയേഷൻ അല്ലെങ്കിൽ പ്രഷറിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്നറിയോ? ദാറ്റ് ഇസ് P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി എച്ച് തന്നെയാണ്. പക്ഷെ ജി എന്തായിട്ട് മാറും? താഴേക്ക് ആക്സിലറേഷൻ ഉള്ളതെന്നുള്ളതുകൊണ്ട് G മൈനസ് എ ഇൻറ്റു എച്ച് ആയിരിക്കും. റോ ഇൻറ്റു G മൈനസ് എ ഇൻറ്റു എച്ച് ആയിരിക്കും വരിക. റോ ഇൻറ്റു G മൈനസ് എ ഇൻറ്റു എച്ച് ആയിരിക്കും ഇക്വേഷൻ വരിക. ഓക്കെ ഓക്കെ, സെറ്റ് ആണ്, മനസ്സിലായി, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സോ മുകളിലേക്ക് പോണ സമയത്ത് കേട്ടോ, അപ്പോൾ വെർട്ടിക്കലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ കേസിൽ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഇക്വേഷൻസ് ആണ് പറയുന്നത്. ജനറലി നമ്മൾ പറയും P2 minus P1 is equal to rho g h ആണ്. And if it is accelerating upwards with an acceleration A, P2 minus P1 is equal to rho into G plus A into H വരും. And if it is accelerating downward with an acceleration A ആണെന്നുണ്ടെങ്കിൽ P2 minus P1 is equal to rho into G minus A into H വരും. Okay, ready? Yes. Then next അങ്ങനെയാണെന്നുണ്ടെങ്കിൽ if it is horizontally accelerating fluid ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടാവുന്ന കേസസ് എഴുതി വയ്ക്കുക കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കേസസിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം മതി, ഇവിടെ ഒന്നുമില്ല. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിലറേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ആയിട്ട് ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ഉണ്ടായിട്ടുള്ള ഡിസ്റ്റൻസ് സപ്പോസ് ഇറ്റ് ഇസ് തീറ്റ ആൻഡ് ദിസ് ഇസ് ദ എച്ച് ആണെന്നുണ്ടെങ്കിൽ എ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ. ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ആയിരിക്കും വരിക. ആൻഡ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? എ ബൈ ജി ആണ് വരിക കേട്ടോ. എ ബൈ ജി ആണ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ ഇക്വേഷൻ ഇസ് P2 മൈനസ് P1 നിങ്ങൾക്ക് അറിയാം റോ ജി എച്ച് ആണ്. ആൻഡ് ഓൾസോ P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു ലെങ്ത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് കേട്ടോ. വെർട്ടിക്കൽ ആയിട്ടുള്ളത് റോ ജി എച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതെന്ന് റോ ഇൻറ്റു
എ ഇൻറ്റു എൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് അതിൽ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ എ സി ഈക്വൽ ടു ജി ടാൻ തീറ്റ ആയിരിക്കും വരിക. എ സി ഈക്വൽ ടു ജി ടാൻ തീറ്റ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓൾസോ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇവിടെ ടാൻ തീറ്റേൻ്റെ ഇക്വേഷൻ ഇസ് എച്ച് ബൈ എൽ ആണ്. ഓൾസോ എ ബൈ ജി ഇസ് ഈക്വൽ ടു എച്ച് ബൈ എൽ ആണ്. ഇത്രയും ഇക്വേഷൻസ് മാത്രം നോക്കിയാൽ അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒരൊറ്റ ഇക്വേഷൻ ഉണ്ട്, മീൻസ് ഒരൊറ്റ ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാലും മതി. നമുക്ക് വേണ്ടത് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആംഗിൾ ഓഫ് ടിൽറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ടിൽറ്റ് കിട്ടണമെങ്കിൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ജി ആയിരിക്കും. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ജി ആയിരിക്കും. ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ആണ്. ഹൈറ്റ് ഡിഫറൻസ് കിട്ടണമെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എ എൽ ബൈ ജി ആണ്. ഇത്രയും കാര്യം ഇതിൽ പറയാനായിട്ടുള്ളൂ. ഇപ്പോൾ ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഈ 3 ഇക്വേഷൻസ് മാത്രം ഈ ഒരു സംഗതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സോ അഗെയിൻ വീണ്ടും പറയുകയാണ്, യെസ്, ആംഗിൾ ഓഫ് ടിൽറ്റ് കിട്ടണമെങ്കിൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ജി ചെയ്യുക. ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് എ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ. ആൻഡ് ഹൈറ്റ് ഡിഫറൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു എ എൽ ബൈ ജി ഇസ് ദ ഇക്വേഷൻ. റെഡി ക്ലിയർ ആണ്, ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കണു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, പാസ്കൽസ് ലോ ആണ് പറയുന്നത്. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സംഭവം എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ എക്സ്ട്രാ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് is transmitted undiminished to every point of the fluid and the wall of the containing vessel. അല്ലെ, അതായത് നമ്മളൊരു പോയിന്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രഷർ എന്താണ്? അൺഡിമിനിഷ്ഡ് ആയിട്ട്, അത് വിച്ച് മീൻസ് സെയിം ആയിട്ട് ഈക്വൽ എമൗണ്ടിൽ എല്ലാ പോയിന്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഫ്ലൂയിഡിൽ ഞാൻ ഒരൊറ്റ പോയിന്റിൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ത്രൂ ഔട്ട് ആ ഫ്ലൂയിഡ് എല്ലായിടത്തും എന്തായിരിക്കും ഉണ്ടാവുക? എല്ലാ പോയിന്റിലും സെയിം ആയിട്ട് എത്തിക്കുന്നുണ്ടായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് is transmitted undiminished to every point of the fluid and the wall of the containing vessel. എല്ലാ പോയിന്റിലേക്കും ഈക്വലി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. Okay. And pressure in the fluid at rest is same at all points which are at the same height. ഓക്കെ, അതായത് ഒരു സെയിം ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ ആ എല്ലാ ഹൈറ്റിലും, അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് പറഞ്ഞ സംഗതി തന്നെയാണ്. സെയിം ഹൈറ്റിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കും? ആ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെയിം ഹൈറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക? സെയിം പ്രഷറാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, whenever an external pressure is applied on any part of the fluid contained in a vessel, it is transmitted undiminished and equal in all directions. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു എക്സ്റ്റേണൽ പ്രഷർ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അൺഡിമിനിഷ്ഡ് ആയിട്ട് സെയിം ആയിട്ട് ഈക്വൽ എമൗണ്ട് എല്ലാ പോയിന്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, റെഡി? അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇത് വെച്ചിട്ട് നമ്മൾ പാസ്കൽസ് ലോ വെച്ചിട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് വരുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാറിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, ഈ വെഹിക്കിൾ ആക്ച്വലി മുകളിലേക്ക് ഉയർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയിറ്റ് ഉള്ള സംഗതിയാണ്. അപ്പോൾ അത്രയും വെയിറ്റ് ഉള്ള സംഭവം മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഒരു കുഞ്ഞ് ലിവർ പിടിച്ച് വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് അത് റേസ് ചെയ്ത് പോകുന്നതായിട്ട് കാണും. അവിടെ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയാം. അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ഈ പാസ്കൽസ് ലോ ആണ്. എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ട് റീജിയൻ കൺസിഡർ ചെയ്യാം. സപ്പോസ് ദിസ് ഇസ് ദ റീജിയൻ 1 ആൻഡ് ദിസ് ഇസ് റീജിയൻ 2. ആൻഡ് ഈ റീജിയനിൽ ഉണ്ടാവുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ ഈ റീജിയന്റെ ഏരിയ ആണ് നമ്മൾ A1 ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ഈ റീജിയന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ A2 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് F1. ഈ ഒരു സ്മോൾ റീജിയനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് F1. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നതെന്ന് അറിയോ? ഇപ്പൊ ഈ ഒരു പോയിന്റിൽ ഞാൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രഷർ എക്സേർട്ട് ചെയ്തു എന്നല്ലേ അർത്ഥം? ഈ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഈക്വലി ബൈ പാസ്കൽസ് ലോ എല്ലാ പോയിന്റിലേക്കും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഞാൻ ഈ 1 വന്നിട്ടുള്ള റീജിയനിൽ കൊടുക്കുന്ന പ്രഷറും അത് പോയി ഇപ്പുറത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഏരിയ ഡിഫറൻസ് ഉണ്ട്. ഈ റീജിയനിൽ ഉണ്ടാകുന്ന ഏരിയ കുഞ്ഞ് ഏരിയ ആണ്, അപ്പുറത്തുള്ള ഏരിയ സ്മോളർ, കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ള ഏരിയ ആണ്, A2 ആണ് വരിക. സോ ഞാൻ ഇവിടെ ഒരു F1 ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ട് ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് ഒരു ഫോഴ്സ് F2 ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഫോഴ്സ് കാരണം നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള അപ്പോൾ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ വെഹിക്കിൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? മുകളിലേക്ക് ഉയർന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി എനിക്ക് എന്ത് അപ്ലൈ ചെയ്യേണ്ട? അവിടെ ഫുൾ ആയിട്ടുള്ള അതിൽ ഒറിജിനലി ഉണ്ടായിരുന്ന അത്രയും ഫോഴ്സ്, F2 എമൗണ്ട് ഓഫ് ഫോഴ്സ്, എത്ര ഫോഴ്സ് ആവശ്യമുണ്ടോ അത്രയും ഫോഴ്സ് എനിക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക. എനിക്ക് പറയാം പ്രഷർ അറ്റ് ദ പോയിന്റ് 1 is equal to പ്രഷർ അറ്റ് ദ പോയിന്റ് 2. 1 എന്ന് പറയുന്ന റീജിയനിലും 2 എന്ന് പറയുന്ന റീജിയനിലും എന്തായിരിക്കും ഉണ്ടായിരിക്കുക? പ്രഷർ
സെയിം ആണ്. പ്രഷർ സെയിം ആണ്. പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ പ്രഷർ അറ്റ് റീജിയൻ 1 എന്നുണ്ടെങ്കിൽ F1/A1 വിച്ച് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ റീജിയൻ വിച്ച് ഇസ് ഈക്വൽ ടു F2/A2 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിക്കുക ഏതെങ്കിലും ഒരു റീജിയനിൽ ഉണ്ട്. അപ്പോൾ A1 A2 F1 ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ F2 കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ F2 F1 A1 എന്നായിരിക്കും A2 കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ F2 A2 അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നേരെ തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇക്വേഷൻ ഫോം ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. സോ ഇവിടെ നോക്കുക, ഇപ്പൊ F2, അതായത് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എനിക്കറിയാം, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറിയാം, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറിയാം. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. ആ F2 കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് വളരെ കുറച്ച് ഫോഴ്സേ ഉള്ളൂ, പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, ലാർജർ ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സ് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ലാർജർ ഫോഴ്സ് F2 is equal to എന്തായിരിക്കും വരിക, F2 is equal to എങ്ങനെ കിട്ടുക, F2 is equal to, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് F2 മാത്രം ഇവിടെ നിർത്തുക, ബാക്കിയെല്ലാം ഇവിടുത്തെ സൈഡിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് F1 into A2/A1 എന്ന് കിട്ടും, അല്ലെങ്കിൽ F1/A1 into A2 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഈസ് F2 is equal to F1 into A2/A1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, ഈ A2/A1 നമ്മൾ എന്തെന്ന് പറയാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയാം. അതും കൂടെ നോക്കി വെക്കാം. ഇവിടെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് A2/A1 ആയിരിക്കും. ഓക്കെ ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കാം. ഓക്കെ, യെസ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, in a hydraulic jack as shown, mass of the car W is equal to 800 kilogram ആണ്. കാറിന്റെ മാസ് തന്നിട്ടുണ്ട് 800 kilogram ആണ്. A1 is equal to 10 centimeter square, A2 is equal to 0 meter square. അങ്ങനെയാണെങ്കിൽ മിനിമം ഫോഴ്സ് എഫ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ കാർ, കാറിനെ ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ F2 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം F1/A1 is equal to F2/A2 ആണ്. ദാറ്റ് ഈസ് F2 is equal to എന്താ വരിക, F1 into A2/A1 ചെയ്താൽ മതി, A2/A1 ചെയ്താൽ മതി. സോ F1 എത്രയാണ്, F1 എത്രയാണ്, 800 കിലോഗ്രാം ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, A2 എത്രയാണ്, A2 is 10 ആണ് അല്ലേ, അപ്പൊ 10ന്റെ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ അല്ലെ, A2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0 അല്ലെ, 0 ആണോ, 0 മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് 0, ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും, കാരണം നമുക്ക് ഓപ്ഷൻസിൽ 0 ഇല്ല അല്ലേ. അപ്പൊ A2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, സപ്പോസ് നിങ്ങൾ വിചാരിക്കുക അത് 10 ആണ് എന്ന് വിചാരിച്ചു നോക്കൂ, 10 തന്നെയാണെന്ന് വിചാരിക്കൂ കേട്ടോ, 10 ആണെന്ന് വിചാരിക്കൂ, 10 മീറ്റർ സ്ക്വയർ ആണ്. അല്ല, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഏരിയ കൂടുതലായിരിക്കും ഉണ്ടാവും, ഇവിടത്തേക്കാട്ട് ഏരിയ കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് 20 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 20 വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്രയും വാല്യൂ ഉണ്ടായിരിക്കും. അത് ഇവിടെ എന്തോ നമ്മളൊക്കെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. സോ നിങ്ങൾ നോക്കുക, 20 വെച്ചിട്ട് ചെയ്ത് നോക്കാം. 20 ഡിവൈഡഡ് ബൈ A1 is 10 ആണ്, 10 ആണ്, A2/A1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, റെഡി, യെസ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, എനിക്ക് തോന്നുന്നു 10 സംതിങ് 100 ആയിരിക്കും. 100 വെച്ചിട്ട് ചെയ്യാം, 100 വെച്ചിട്ട് ചെയ്യാം. കാരണം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതൽ ഏരിയ ആയിരിക്കുമല്ലോ. അപ്പോൾ റീജിയൻ 1നെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ ഏരിയ ആയിരിക്കും, ചെറിയ എമൗണ്ട് എന്നാലും വലിയ ഏരിയ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ 100 ആക്കിയിട്ട് എടുക്കുകയാണ്. എനിക്ക് അറിയില്ല ഇവിടെ ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂ നമ്മൾ 100 വെച്ചിട്ട് എടുക്കണം. അപ്പോൾ അവിടെ എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് 0 ആയിട്ട് കിടക്കണേ കേട്ടോ. അപ്പോൾ 100 ഇട്ടിട്ട് ചെയ്യുക, 100 ഇട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, 100/10 വെച്ചിട്ട് ചെയ്യാം, 100 ഡിവൈഡഡ് ബൈ 10 വെച്ചിട്ട് ചെയ്യാം. സോ 0 കട്ട് ചെയ്ത് പോവും. 800 into 10 ചെയ്ത് കഴിഞ്ഞാൽ 8000 വരും. 8000 ന്യൂട്ടൺ ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വരിക. 8000 ന്യൂട്ടൺ ആയിരിക്കും വരിക. ഓക്കെ, അവിടെ അത്രയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ വാല്യൂ ആക്ച്വലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റൂടാ. ഓക്കെ, റെഡി, യെസ്. ദെൻ നെക്സ്റ്റ് വൺ യൂട്യൂബ് പ്രോബ്ലംസ് ആണ്. യൂട്യൂബ് മാനോമീറ്റർ ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. സോ ആ ഒരു സംഗതി അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നിങ്ങൾ റിയൂ ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഫിഗർ നിങ്ങൾക്ക് ആക്ച്വലി കാണുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ അഗെയിൻ ഒന്ന് വരച്ചു തരാം. യെസ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. വാട്ടർ ഫിൽ ചെയ്ത് ഞാൻ ഇരിക്കണേ എന്നുള്ളത് വിചാരിക്കുക. ആൻഡ് വിച്ച് ഈസ് അറ്റ് എ ഹൈറ്റ്, ഇവിടെ ഉണ്ടായിരുന്ന ഹൈറ്റ് H1 ആണ്, ഇവിടെയാണ് ഉണ്ടാകുന്ന പ്രഷർ P0. ആൻഡ് ഇതാണ് നമ്മൾ സെയിം ലെവൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഹിയർ ഇസ് ദ പ്രഷർ ഇസ് P2 ആൻഡ് റീജിയനിൽ ഉണ്ടാകുന്ന ρ2 ആണ്. ആൻഡ് ഇറ്റ് ഇസ് H2. ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇസ് ρ1 ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന ഹൈറ്റ് ഇസ് H2
ഇവിടെ ഉണ്ടാവുന്നതും പ്രഷർ ഇസ് P0. ഓക്കെ ഓക്കെ യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആസ് യൂഷ്വൽ P1 മൈനസ് P0 ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ρ1gH1 ആണ്. സിമിലർലി P2 മൈനസ് P0 ഇസ് ഈക്വൽ ടു ρ2gH2 ആണ് വരിക അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ രണ്ടെണ്ണത്തിനെയും ഇക്വേറ്റ് ചെയ്യാം. കാരണം P1 മൈനസ് P0 ആണല്ലോ കിട്ടുന്നത്. സോ രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ എഴുതാം, ρ1gH1 ഇതേ സെയിം സംഗതി തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ρ1gH1 which is equal to ρ2gH2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും എച്ച് ഉണ്ട്, സോ സോറി ജി ഉണ്ട്, ജി എനിക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ρ1H1 is equal to ρ2H2 എന്ന് പറയുന്നതായിരിക്കും യൂട്യൂബ് കേസിൽ. ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബിന്റെ കേസസ് നമുക്ക് തരുന്ന സമയത്ത്, യു ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബ്സ് തരുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പ്രഷർ വേരിയേഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് അവിടുത്തെ റിലേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി, ഈ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ρ1H1 is equal to ρ2H2. ഓക്കെ ഓക്കെ റെഡി. ദാറ്റ് ഈസ് യൂട്യൂബ് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കും, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക. Okay, in the YouTube as shown in the figure, water and oil are in the left side of the left side and right side of the tube respectively. Heights from both bottom for water and oil columns are 15 cm and 20 cm. Height തന്നിട്ടുണ്ട് 15 cm 20 cm ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം ബോട്ടം ഓഫ് ദ വാട്ടർ ആൻഡ് ഓയിൽ കോളംസ് എത്രയായിരിക്കും കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം ρ1H1 which is equal to ρ2H2 ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് അറിയാം, അപ്പൊ ഡെൻസിറ്റി ഓഫ് ഓയിൽ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ഓയിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കി. ഇൻ ട്യൂബ് ഹാസ് ഷോൺ ഇൻ ദി ഫിഗർ, വാട്ടർ ആൻഡ് ഓയിൽ ആർ ഇൻ ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദി ട്യൂബ് റെസ്പെക്റ്റീവ്ലി. ഹൈറ്റ് ഫ്രം ബോട്ടം ഫോർ വാട്ടർ ആൻഡ് ഓയിൽ കോളംസ് ആർ റെസ്പെക്റ്റീവ്ലി. ദെൻ ഡെൻസിറ്റി ഓഫ് ഓയിൽ എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നിങ്ങൾക്കറിയാം ρ1H1 is equal to ρ2H2. H1 H2 തന്നിട്ടുണ്ട്, ρ1 നമുക്കറിയാം. സോ ρ2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ρ2 is equal to ρ1H1 divided by H2 ചെയ്താൽ മതി. ഓക്കെ, ρ1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 കൊടുക്കുക. സോ 1000 into H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഹൈറ്റ് എത്രയാണ്, വാട്ടറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 15 ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടാവുന്ന H2 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 0 കട്ട് ചെയ്ത് പോയി. ഓക്കെ, 2/15 ആണ്. 2/15 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2/10 ചെയ്യുക. 2/10 ചെയ്യുക, ദാറ്റ് ഈസ് 5 വരും. 5 into 15 ദാറ്റ് ഈസ് 75 ആണ്. സോ 750 ആണ് വരിക. 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യെസ്, ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും കേട്ടോ. 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. ഇത് 2019 ഒഡീഷ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈനൽ ആയിട്ടുള്ള യു ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബ്സ് എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷനിൽ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ρ1H1 is equal to ρ2H2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ബാരോമീറ്റർ ആണ്. സോ ബാരോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ടോറിസലി ഡിവൈസ്ഡ് എ മെത്തേഡ് ഫോർ മെഷറിംഗ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംഗതിയാണ്. യെസ്, ദിസ് ബാരോമീറ്റർ എന്ന് പറയുന്നത് എ ലോങ് ഗ്ലാസ് ട്യൂബ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫിൽഡ് വിത്ത് മെർക്കുറി ആസ് ഇൻവേർട്ടഡ് ടു എ ട്രക്ക് ഓഫ് മെർക്കുറി. അതായത് ഒന്നുമില്ല, മെർക്കുറിയിലേക്ക് ഇതുപോലെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ട്യൂബ് നമ്മൾ ഇതുപോലെ ഇൻവേർട്ടഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഒരു മെർക്കുറി ബാരോമീറ്ററിന്റെ അറേഞ്ച്മെന്റ് വരിക. ആൻഡ് ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ മെഷറിംഗ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മെർക്കുറി ബാരോമീറ്റർ എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്കറിയാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു ഫ്ലൂയിഡിൽ ഇൻസേർട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സാധനം കാരണം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ആ നമ്മൾ ഇട്ടിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള ഒബ്ജക്റ്റിന്റെ വോളിയത്തിനോട് സെയിം ആയിരിക്കും. ഇതാണ് ആക്ച്വലി ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ലോസ് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം വെയിറ്റ് അവിടെ നിന്ന് അല്ലെങ്കിൽ എത്രത്തോളം വാട്ടർ അവിടെ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടോ വിച്ച് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എന്തായിരിക്കും, the weight of the body. ആ ബോഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഫ്ലൂയിഡ് അവിടെ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ആ ഫ്ലൂയിഡിന്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ദിസ് ഇസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, യെസ്. The loss of weight of body submerges partially or fully in a fluid
is equal to weight of the fluid displaced. അതായത് നമ്മളൊരു പാർഷ്യലി ആ ഫുൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയോ നമ്മളൊരു ഒബ്ജക്റ്റിനെ എന്തെങ്കിലും ഒരു ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ നമ്മൾ സബ്മേർജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്രയോ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്ഡ് ആയി പോയിട്ടുള്ള ഫ്ലൂയിഡിന്റെ വെയിറ്റ് ആയിരിക്കും ആ ഒബ്ജക്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദിസ് ഇസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. സപ്പോസ് എഫ് is the weight of the displaced fluid and upthrust is മുകളിലേക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന upthrust ഫോഴ്സ് ആണ് u എന്നുള്ളത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് വെയിറ്റ് is equal to mg minus u and the volume of the fluid displaced which is equal to volume of the fluid solid immersed. അല്ലേ, അതിലേക്ക് എത്രത്തോളം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടോ അത് അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള സോളിഡിന്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. റെഡി അത്രേ ഉള്ളൂ. ദെൻ അപ്രസ്റ്റ് അല്ലെങ്കിൽ ബോയൻസിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ u is the weight of the fluid displaced and mass of the അല്ലെങ്കിൽ mass of the fluid displaced into g ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ u is equal to എനിക്ക് എന്ത് പറയാം, മാസ് ഇട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. ദാറ്റ് ഇസ് റോ ഇൻറ്റു വി ഇൻറ്റു ജി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ഫ്ലൂയിഡിൻ്റെ വോളിയം ഇൻറ്റു ജി ചെയ്യാം. ദാറ്റ് ഇസ് യു ഇസ് ഈക്വൽ ടു റോ എഫ് വി എഫ് ജി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ സഫിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ഫ്ലൂയിഡിൻ്റെ വോളിയം ഇൻറ്റു ജി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ അപ്ത്രസ്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയിന്റ് ഫോഴ്സ് നമുക്ക് കിട്ടുക കേട്ടോ, മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കിട്ടുക. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡിന്റെ അപ്പാരന്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ഇറ്റ്സ് എഫക്റ്റീവ് വെയിറ്റ് ഡിക്രീസസ്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഫുള്ളി നമ്മൾ വാട്ടറിന്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരാൾ വെള്ളത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ആൾ നമുക്ക് പുറത്ത് നിന്ന് എയറിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് കരയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അയാളെ എടുത്ത് പൊന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേ സെയിം ആളേനെ വെള്ളത്തിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് മുകളിലേക്ക് പൊന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര വലിയ വെയിറ്റ് ഉള്ള ഒരു റോക്ക് അല്ലെ, ആ റോക്കിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തറയിന്ന് എടുത്ത് പൊന്തിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വെള്ളത്തിലേക്കാണ് പോകുന്നത്, വാട്ടറിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുത്ത് മുകളിലേക്ക് പൊന്തിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതെന്താണ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യെസ്, ബോയന്റ് ഫോഴ്സ് എന്ന് പറയാം. അതിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എങ്ങനെയാ എത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എയർ വിച്ച് ഇസ് ഈക്വൽ ടു എം ജി ആണ് എന്നുള്ളത് വിചാരിക്കാം. എം ജി കിട്ടണമെങ്കിൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് ദ സോളിഡ് ഇൻറ്റു ജി ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ അപ്പാരന്റ് വെയിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അപ്പാരന്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെയിറ്റ് ഓഫ് ദി എയർ മൈനസ് അപ്ത്രസ്റ്റ് ഫോഴ്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്ത്രസ്റ്റ് ഫോഴ്സ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് ഫോഴ്സ് എനിക്ക് അപ്പാരന്റ് വെയിറ്റ് എനിക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളത് എഴുതാം. സോ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് ദ സോളിഡ് ഇൻറ്റു ജി ചെയ്ത് കഴിഞ്ഞ് മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ജി ചെയ്യാം. ഓക്കെ, യെസ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ള സംഗതിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആക്സിലറേഷൻ ഇവിടെ കിട്ടും. ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു റോ എസ് മൈനസ് റോ എഫ് ഇൻറ്റു, അതായത് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് divided by density of the solid into g കിട്ടും. ഓക്കെ, ഇതാണ് അവിടെ ആക്സിലറേഷൻ ഇക്വേഷൻ വരിക കേട്ടോ. ഇതാണ് അവിടുത്തെ ആക്സിലറേഷൻ ഇക്വേഷൻ വരിക. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, റെഡി, ക്ലിയർ ആണ്, പറഞ്ഞ കാര്യം ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കണം. റെഡി, യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്ത് റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ആൻഡ് കണ്ടീഷൻ ഫോർ സിങ്കിങ് ആണ്. ഇപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഫുള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് സിങ്ക് ചെയ്ത് പോയി എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് കേസിൽ മുകളിലാണ് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു റോക്കോ എന്തെങ്കിലും ഒരു സംഭവം എടുത്തു, ഇതിങ്ങനെ മുകളിൽ ആദ്യം ഇങ്ങനെ മെർജ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണമെന്ന് വിചാരിക്കാം. അടുത്തത് കുറച്ച് പാർഷ്യലി ഇതിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുന്നത്. ആൻഡ് തേർഡ് കേസിൽ ഇത് ഫുള്ളി സിങ്ക് ചെയ്തിട്ടാണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഓരോ കേസിലും എങ്ങനെയാണ് നമ്മുടെ സിങ്കിങ്ങിൻ്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ സിങ്ക് ആയി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാണോ, അല്ലെങ്കിൽ മുകളിൽ വെറുതെ ഇരിക്കുകയാണോ, അല്ലെങ്കിൽ പാർഷ്യലി ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ഓരോന്നായിട്ട് നോക്കുക. സോ ഫസ്റ്റ് കേസിൽ നോക്കിക്കോളൂ, മോസ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് എബവ് ദ സർഫസ് അല്ലെ, ആ ഒബ്ജക്റ്റിന്റെ മുഴുവൻ ഭാഗം എന്താണ്, സർഫസിന്റെ മുകളിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാം, വെയിറ്റ് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ യു മാക്സ്. അതായത് അവിടെ ഉണ്ടാകുന്ന അപ്ത്രസ്റ്റ് ഫോഴ്സിനെക്കാട്ടും മാക്സിമം അപ്ത്രസ്റ്റ് ഫോഴ്സിനെക്കാട്ടും കുറവായിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കും, ഒബ്ജക്റ്റിന്റെ വെയിറ്റ് വരുന്നുണ്ടായിരിക്കും, ഫുള്ളി മുകളിലേക്ക് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഈസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടായിരിക്കും, അപ്ത്രസ്റ്റ് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഇസ് ഫ്ലോട്ടിങ്, അവിടെ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ദ ഒബ്ജക്റ്റ് സ്റ്റേസ് അറ്റ് ദ സർഫസ് വാസ് ഓൺലി
A small portion is submerged. വളരെ കുറച്ച് ഭാഗം മാത്രമേ അവിടെ സബ്മേർജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റ് ഇസ് ജസ്റ്റ് ബെയർലി സബ്മേർജ്ഡ് അറ്റ് ദ സർഫസ്. സർഫസിൽ നിന്നും കുറച്ച് മാത്രം അതിനുള്ളിലേക്ക് ഇങ്ങനെ സബ്മേർജ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്ത് പറയാനായിട്ട് പറ്റും? യെസ്, നമ്മുടെ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും വെയിറ്റ് ഓഫ് ദി സോളിഡ് അപ്ത്രസ്റ്റ് ഫോഴ്സും രണ്ടും എന്തായിരിക്കും? ബാലൻസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ കണ്ടീഷനിൽ ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ആണ്. ആൻഡ് ഇവിടെ ജസ്റ്റ് ന്യൂട്രൽ ബോയൻസി, അവിടെ എന്തായിരിക്കും വരിക? ന്യൂട്രൽ ബോയൻസി ആണ്. അതായത് ഒബ്ജക്റ്റ് ഈസ് ഫുള്ളി സബ്മേർജ്ഡ് ബട്ട് റിമെയിൻ സസ്പെൻഡഡ് ജസ്റ്റ് ബിലോ ദ സർഫസ്. ഓക്കെ, ഫുള്ളി സബ്മേർജ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്തായിരിക്കും? സർഫസിന്റെ മുകളിൽ തൊട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് നിൽക്കുക. ഓക്കെ, ഫുള്ളി സബ്മേർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഫിഗർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി സബ്മേർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ കേസിൽ പാർഷ്യലി സബ്മേർജ്ഡ് ആയിട്ട് വരയ്ക്കുക. ആൻഡ് ഇവിടെ ഫുള്ളി സബ്മേർജ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇതിന്റെ സർഫസിൽ തന്നെയാണ് കിടക്കുന്നുണ്ടായിരിക്കുക. സർഫസിന്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും ഒബ്ജക്റ്റ് കിടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കേസിലാണെങ്കിൽ മുഴുവൻ സിങ്ക് ചെയ്ത് അടിയിലേക്ക് പോയി എന്ന് വിചാരിക്കാം. മുഴുവൻ സിങ്ക് ചെയ്ത് മുങ്ങി താഴെയായിട്ടാണ് കിടക്കുന്നതെന്ന് ഉണ്ടായിരിക്കുക. അവിടുത്തെ കേസിൽ എന്താ സംഭവിക്കാന്നറിയോ? യെസ്, ദാറ്റ് ഇസ് തേർഡ് കേസ് ആണ്. തേർഡ് കേസിൽ ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവാർഡ്സ് ഓർ റെസ്റ്റിംഗ് അറ്റ് ദ ബോട്ടം. ഒബ്ജക്റ്റ് നേരെ താഴേക്ക് പോയി ബോട്ടം പോയിന്റിലായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടാവുക. ആ കേസിൽ എനിക്ക് എന്ത് പറയാം? വെയിറ്റ് ഓഫ് ദി സോളിഡ്, നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ അപ്ത്രസ്റ്റ് ഫോഴ്സ്. അപ്ത്രസ്റ്റ് ഫോഴ്സിനെക്കാട്ടും വളരെ കൂടുതലായിരിക്കും. അവിടെ ഓൾസോ ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്. ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിനെക്കാട്ടും കൂടുതലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ കേസസിൽ നടക്കുന്നതാണ് എന്താ? സിങ്കിങ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അത് മുങ്ങി താഴേക്ക് പോയിട്ടുണ്ടായിരിക്കും. ആൻഡ് ദ ഡൗൺവേർഡ് വെയിറ്റ് എക്സീഡ്സ് ദ മാക്സിമം പോസിബിൾ അപ്വേർഡ് ബോയിന്റ് ഫോഴ്സ്. അവിടുത്തെ താഴേക്ക് ഉണ്ടാകുന്ന ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും മാക്സിമം നിൽക്കുന്നുണ്ടായിരിക്കുക, വെയിറ്റ് ആയിരിക്കും മാക്സിമം നിൽക്കുന്നുണ്ടായിരിക്കുക വെൻ കമ്പയർഡ് ടു ദ ബോയിന്റ് ഫോഴ്സിനെക്കാട്ടും. റെഡി ക്ലിയർ ആണ്? ഓക്കെ ആണ്? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ദെൻ ലോസ് ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. ലോ ഓഫ് ഫ്ലോട്ടേഷൻ സമം മനസ്സിലാക്കുക. ഫോർ ആൻ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ഇൻ ഇക്വിലിബ്രിയം ദ ഡൗൺവേർഡ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മസ്റ്റ് ബി ബാലൻസ്ഡ് ബൈ ദ അപ്വേർഡ് ബോയിന്റ് ഫോഴ്സ്. അതായത് താഴേക്ക് ഉണ്ടാവുന്ന വെയിറ്റും മുകളിലേക്ക് ഉണ്ടാവുന്ന അപ്വേർഡ് ത്രസ്റ്റും എന്തായിരിക്കണം? അല്ലെങ്കിൽ അപ്ത്രസ്റ്റും എന്തായിരിക്കണം? ബാലൻസ് ചെയ്തിട്ടായിരിക്കണം നിൽക്കുന്നുണ്ടായിരിക്കുന്നത്. ആൻഡ് വെയിറ്റ് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആൻഡ് അപ്ത്രസ്റ്റ് വിച്ച് ഇസ് ആക്ട്സ് വെർട്ടിക്കലി അപ്വേർഡ്. ആ ഒരു കണ്ടീഷനിൽ എനിക്ക് എന്ത് പറയാനായിട്ട് പറ്റും? യെസ്, റോ എസ് ഇൻറ്റു വി എസ് വിച്ച് ഇസ് ഈക്വൽ ടു റോ എഫ് ഇൻറ്റു വി എഫ്. അതായത് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് ദ സോളിഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ആയിരിക്കും വരിക. ഈ ഒരു റിലേഷൻ അവിടെ സെയിം ആയിട്ട് നിൽക്കണം കേട്ടോ. ഓക്കെ റെഡി? യെസ്, ദാൻ ഫോർ സിലിണ്ടറിക്കൽ ക്യൂബോയിഡൽ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെയും ഇക്വേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ റോ എസ് വി എസ് ഇസ് ഈക്വൽ ടു റോ എഫ് വി എഫ് ആണ്. അതായത് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്, വോളിയം ഓഫ് ദ സോളിഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? വോളിയത്തിന് നമുക്കറിയാം ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്യാം. ഹിയർ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഞാൻ ചെയ്യുന്നു. സോ റോ എസ് ഇൻറ്റു എ എസ് ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു റോ എഫ് ഇൻറ്റു എ ഇൻറ്റു എച്ച് ആയിരിക്കും വരിക. ആൻഡ് റോ എസ് ഇൻറ്റു HT which is equal to rho of H inside ആണ്. That is rho 1 H1 which is equal to rho 2 H2. ഇവിടെയും rho 1 H1 equal to rho 2 H2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ വരിക കേട്ടോ. ഈ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു കണ്ടീഷൻസ് ചോദിക്കുന്ന സമയത്ത് നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ കേസസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡൈനാമിക് ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ കേസാണ് പറയുന്നത്. അതായത് മൂവിങ് ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ യെസ്. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ thus when a fluid flows such that each particle of the liquid passing a given point mass yes along the same path and has the same velocity as its predecessor had at that point, the flow is called streamlined or steady flow. ഒന്നുമില്ല, ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് ഒന്നും ഫ്ലൂയിഡ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. വെലോസിറ്റി കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ യെസ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കേസസ് ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് പ്രോപ്പർട്ടി ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്നുള്ള കേസും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, the tangent at any point of the streamline gives the direction of flow of fluid particles at that point. അതായത് ഇപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രീം ലൈൻ ഫ്ലോന്, അത് ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ആ സ്ട്രീം ലൈനിന് നേരെ ടാൻജന്റ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ സ്ട്രീം ലൈൻ ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒഴുകി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ നേരെ ടാൻജന്റ് വരച്ചാൽ മതി അല്ലേ? ഇപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം
ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെയാണ് ഫ്ലൂയിഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് ഫ്ലൂയിഡ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ടാൻജന്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ യെസ്. അപ്പോൾ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ദ സ്ട്രീം ലൈൻ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ ഫ്ലൂയിഡിന്റെ ഫ്ലോയിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇൻ എ സ്റ്റഡി ഫ്ലോ നോ ടു സ്ട്രീം ലൈൻസ് ക്യാൻ ക്രോസ് ഈച്ച് അതർ. അല്ലെ, ഒരു സ്റ്റഡി ഫ്ലോയിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, സ്ട്രീം ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ഫോർ ഇഫ് ദേ ഡു സോ, അങ്ങനെ രണ്ടും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം, ടു ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ രണ്ട് പോയിന്റ്സ് വരയ്ക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം എപ്പോഴും ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ, ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങാനും ഇന്റർസെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് രണ്ട് ഡയറക്ഷൻസ് വരയ്ക്കേണ്ടി വരും. ഇതേപോലെ രണ്ട് ഡയറക്ഷൻസ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ആക്ച്വലി ആയിട്ട് ഇതിന്റെ ഡയറക്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല കേട്ടോ, രണ്ട് തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. Okay, and it means that oncoming fluid particles can go either one way or the other. അതായത് ഒന്നിലേക്ക് ഇതിലേക്കോ വേണമെങ്കിലും പോകാം. പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. Thus the flow would not be steady. അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കില്ല, അതിന്റെ ഫ്ലോ സ്റ്റഡി ഫ്ലോ ആയിരിക്കില്ല ഉണ്ടാവുക. Okay, ready? Yes. Then next case, the properties of streamlines. Streamlines in the properties again നമുക്ക് കുറച്ച് കാര്യം കൂടി പറയാനായിട്ടുണ്ട്. The fluid velocity which is remains constant at any point of streamline, but it may be different at different points of the same streamline. അല്ലെ, ഈ fluid velocity എന്ന് പറയുന്നത് സ്ട്രീംലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെയിം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ ഡിഫറെന്റ് പോയിന്റിൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇറ്റ് മേ ബി ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ് ഓഫ് ദ അതേ സെയിം സ്ട്രീം ലൈനിൽ തന്നെ ഡിഫറെന്റ് പോയിന്റിൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഫ്ലൂയിഡ് വെലോസിറ്റി ഇസ് ഗ്രേറ്റർ അറ്റ് ദ റീജിയൻസ് വേർ ദ സ്ട്രീം ലൈൻസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. അതായത് സ്ട്രീം ലൈൻസ് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഫ്ലൂയിഡ് വെലോസിറ്റി എന്തായിരിക്കും ഉണ്ടായിരിക്കുക, ദേ ആർ ഗ്രേറ്റർ, അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദിസ് ക്യാൻ ബി പ്രൂവ്ഡ് ഫ്രം ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചിട്ട് പറയാം. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ എപ്പോഴും നോക്കി വെക്കുക. ദാറ്റ് ഈസ് ഒന്നുമില്ല, ഇപ്പൊ ഞാൻ ഒരു ഇതുപോലെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു കുപ്പി എന്തെങ്കിലും ഒരു സംഭവം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കുപ്പീൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വീതിക്കായിരിക്കും, അതിൻ്റെ മോൾ ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര ഇങ്ങനെ അടുത്തേക്കായിരിക്കും നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് തമ്മിലുണ്ടാകുന്ന വിഡ്ത്ത് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൈപ്പ് എന്തെങ്കിലും സംഭവം കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ദിസ് ഇസ് റീജിയൻ 1 ആൻഡ് ദിസ് ഇസ് റീജിയൻ 2 ആൻഡ് റീജിയൻ 1ൽ ഉണ്ടാവുന്ന ഏരിയ ഇസ് A1, അവിടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ഇസ് V1 ആൻഡ് റീജിയൻ 2ൽ ഉണ്ടാവുന്ന ഏരിയ ഇസ് A2 ആൻഡ് അവിടെ ഉണ്ടാവുന്ന വോളിയം ഇസ് V2. നിങ്ങൾക്കറിയാം നമ്മളൊരു ഫ്ലൂയിഡ് ഇതിൻ്റെ ഉള്ളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയൊരു എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റീജിയൻ 1ൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡിന്റെ മാസും റീജിയൻ 2ൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡിന്റെ മാസും സെയിം ആയിരിക്കുമല്ലോ. യെസ്, അപ്പോൾ എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന മാസ് M1ഉം M2ഉം സെയിം ആയിരിക്കും എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളി ആണ് അല്ലേ, ഡെൻസിറ്റി ഇൻറ്റു വോളി ആയിരിക്കും. സോ ρ1 V1 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം, ρ2 V2 ആയിരിക്കും. ഓൾസോ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഈ സ്ഥലത്ത് കൂടെ അല്ലെങ്കിൽ റീജിയൻ 1ലൂടെ ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീജിയൻ 2ലൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. യെസ്, മണ്ണെണ്ണയൊന്നും ആയിരിക്കില്ല, രണ്ടും സെയിം ഫ്ലൂയിഡ് തന്നെയാണ് വരിക. ഈ റീജിയനിൽ എന്താണോ പോയേ അത് തന്നെ ആയിരിക്കും പുറത്തേക്കും കിട്ടുന്നുണ്ടായിരുന്ന ഫ്ലൂയിഡ് ഉണ്ടായിരിക്കുക. സോ സെയിം ഫ്ലൂയിഡ് ആണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഉണ്ടാവുന്ന റോന്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും, റോയും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ എഴുതാം, റോ എന്നുള്ളത് ഞാൻ വെറുതെ ρ1 ρ2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് റോ എന്ന് മാത്രം എഴുതാം. ρ1 V1 ഇസ് ഈക്വൽ ടു ρ2 V2 എന്ന് പറയാം. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയാണ്, വോളിയം ഇസ് ഈക്വൽ ടു എനിക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, സോ റോ കട്ട് ചെയ്ത് കളഞ്ഞു. സോ ഇവിടുത്തെ ρ2 അല്ല റോ മതി, ഇവിടെ രണ്ടിടത്തുള്ള റോ എനിക്ക് കട്ട് ചെയ്ത് കളയാം. സോ V1 ഇസ് ഈക്വൽ ടു V2. ഓക്കെ, അതായത് വോളിയാണ് തരണേ കേട്ടോ. വോളിയം V1 ഇസ് ഈക്വൽ ടു V1 ഇസ് ഈക്വൽ ടു V2 ആണ്. V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏരിയ ഇൻറ്റു ലെങ്ത് വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത്. ഓക്കെ യെസ്. ദെൻ അവിടെ എടുക്കുന്ന ടൈമും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈമും കൂടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ ടൈം T ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഏരിയ ഇൻറ്റു L1/T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുക, യെസ്, വെലോസിറ്റി ആണ് കിട്ടുക. ദാറ്റ് ഇസ് A1 V1 വിച്ച് ഇസ് ഈക്വൽ ടു A2 V2. അതായത് വിച്ച് ഇംപ്ലൈസ്
AV which is equal to a constant. That is area into velocity ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇസ് AV is equal to constant. അതായത് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കുറയും. ഏരിയ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കൂടും. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും നിങ്ങൾ നനയ്ക്കില്ലേ സംഭവം, ഇപ്പൊ ചെടിയൊക്കെ നനയ്ക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെടിയൊക്കെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ പൈപ്പിന്റെ കുറച്ച് ഭാഗം നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും. അപ്പൊ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ വെള്ളം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സ്പീഡ് കൂടുന്നത് എങ്ങനെയാണ്, ഏരിയ കുറയ്ക്കുമ്പോൾ അവിടെ സ്പീഡ് വെലോസിറ്റി കൂടുകയാണ് ചെയ്യണമായിട്ട്, ഫ്ലൂയിഡ് വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. റെഡി, ക്ലിയർ? യെസ്, അത്രയേ ഉള്ളൂ. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Which of the following is the property of an ideal fluid? ഒരു ഐഡിയൽ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2016 നീറ്റ് എക്സാമിന് വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്എൻകറിയം ഫ്ലൂയിഡ് ഫ്ലോ ഇസ് ഇറേഷണൽ, ഫ്ലൂയിഡ് ഫ്ലോ ഇസ് സ്ട്രീം ലൈൻ, ഫ്ലൂയിഡ് ഫ്ലോ ഇസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഫ്ലൂയിഡ് ഇസ് വിസ്കസ്. ഐഡിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we can see that the fluid is which is not the property, അല്ല not the property എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത്, പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. Not the property of an ideal fluid. Ideal fluid ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ yes, incompressible ആയിരിക്കണം, streamline flow ആയിരിക്കണം, and irrational ആയിരിക്കണം. It is non viscous ആയിരിക്കണം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് വിസ്കസ് എന്നാണ്. ഫ്ലൂയിഡ് വിസ്കസ് ആയിരിക്കും എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡിൽ അത് നോൺ വിസ്കസ് ആയിരിക്കണം. സോ ഇവിടെ നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ 4 വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, then next question നോക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, a fluid which is flows in the tube from left to right as shown in the figure, then A1 A2 are the cross sections of the positions of the tube as shown, the ratio speed V1 by V2 is. ഇതൊന്നുമില്ല, നമ്മൾ സാധാരണ ഒരു കുപ്പിയുടെ ഷേപ്പുള്ള സംഗതിയാണ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന റീജിയൻ is A1 and here is the region A2 and here is the velocity of the fluid V1 and here is the velocity of the fluid is V2. ഓക്കെ, അപ്പോൾ V1 by V2 തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം A1 V1 is equal to, അല്ലെങ്കിൽ AV is equal to constant ആണ്. That is A1 V1 is equal to A2 V2 ആണ്. So V1 by V2 കിട്ടണമെന്നുണ്ടെങ്കിൽ V1 by V2 എന്താ വരിക, V1 by V2 which is equal to A2 by A1 ആയിരിക്കും വരിക. V1 by V2 is equal to A2 by A1 ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, A2 by A1. That is option 2 is the right answer. Option 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി, ക്ലിയർ, സെറ്റ് ആണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്, ദെൻ നെക്സ്റ്റ് സംഭവം നോക്കുക, ദാറ്റ് ഇസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. സോ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, we know suppose that an incompressible, non-viscous and rotational fluid is flowing through the pipe in the steady flow. അല്ലെ, നമുക്കറിയാം നമ്മളൊരു ഐഡിയൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ and two regions consider here. Here is the region 1 which has the pressure of the fluid is P1, avade indavuna volume is V1 and avade indavuna velocity is a small v1 and avade indavuna nammale ground il indavuna height is h1. adepole region 2 lum nammal avadത്തെ area velocity volume കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നു, pressure കൺസിഡർ ചെയ്യുന്നു and height h2. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളിവിടെ വർക്ക് എനർജി തിയറം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും. ആൻഡ് അതെല്ലാം വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. അതായത് പ്രഷർ എനർജി പ്ലസ് അവിടെ ഉണ്ടാകുന്ന പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി വിച്ച് ഇസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി എ കോൺസ്റ്റന്റ്. അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി എന്തായിട്ട് കിട്ടും, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി സെയിം ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനലി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. സോ നമ്മുടെ ഇക്വേഷൻ pressure energy plus half rho v square plus rho gh will be a constant. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. That is P1 plus half rho v1 square plus rho gh1 which is equal to P2 plus half rho v2 square plus rho gh2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് it is the pressure energy and second term is the kinetic energy and third term is the potential energy. ഇതെല്ലാം എന്താണ്, ഫിക്സഡ് ആണ്, സെയിം ആണ്, കോൺസ്റ്റന്റ് ആണെന്ന് പറയും. ഇതാണ് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് ഇഫ് ഡിഫറെന്റ് ഹെഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഹെഡ്സ് വരുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയോ, അവിടെ P by rho g which is plus half v square by g plus h which is equal to constant എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ഹെഡ്സ് വരുന്നത്, ഡിഫറെന്റ് ഹൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഇക്വേഷൻ വേണം ചൂസ് ചെയ്യാൻ ആയിട്ട്. ഓക്കെ, ആ ഇക്വേഷൻ ഞാനിത് ഇവിടെ എഴുതിയിടാം, നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ P plus half rho v square plus
റോ ജി എച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ഇക്വേഷനിലാണ് ചേഞ്ച് എന്തായിട്ട് മാറി? പി ബൈ റോ ജി പ്ലസ് ഹാഫ് വി സ്ക്വയർ ബൈ ജി പ്ലസ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. Equal to constant. Okay, this is pressure head, this is kinetic energy head, that is velocity head എന്ന് പറയാം, and that is height head or potential energy head എന്ന് പറയാം ട്ടോ. Okay, ready? Yes. Then next case for fluids at rest. Fluid restലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ Bernoulli's principle ഇക്വേഷൻ എന്തായിട്ട് മാറും? That is P1 minus P2 is equal to rho g into H2 minus H1 വരും ട്ടോ. ഫ്ലൂയിഡ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഉണ്ടാവില്ല. സാധാരണ നമ്മുടെ ഇക്വേഷൻ P plus half rho v square plus rho g h ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ ആ സെക്കൻഡ് ടേം കൈനറ്റിക് എനർജിന്റെ ടേം അവിടെ ഉണ്ടാവില്ല, വെലോസിറ്റിന്റെ ടേം ഉണ്ടാവില്ല. അപ്പോൾ ആ ടേം ഒഴികെ ബാക്കിയുള്ള രണ്ട് ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ P1 minus P2 which is equal to rho g into H2 minus H1, അല്ലെങ്കിൽ P1 plus rho g H1 which is equal to P2 plus rho g H2 സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആൻഡ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ P1 plus half rho v1 square plus P2 plus half rho v2 square. അതായത് എച്ച് ഇല്ല, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ അവിടെ എച്ച് ഇല്ല, എച്ച് 0 ആണ്. ഓക്കെ, എച്ച് 0 ആണ്, എച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് തേർഡ് ടേമിലത്തെ ഇക്വേഷൻ മാറിപ്പോവും. സോ P1 minus P2 is equal to half rho into v2 square minus v1 square എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ദാറ്റ് ഇസ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജിന്റെ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യൽ എനർജി അവിടെ 0 ആയിട്ട് പോകും ബിക്കോസ് ഹൈറ്റ് ഇല്ല. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എയറോഫോയിൽ പറഞ്ഞിരുന്നു. എയറോഫോയിലിന്റെ സംഭവം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഇത് എങ്ങനെയാണ് എയറോഫോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു എയർക്രാഫ്റ്റിന്റെ ആ വിങ്സ് ഉണ്ടാവില്ല, ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ പറയുന്നത്. അവിടെ എങ്ങനെയാണ് അത് മുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം എന്നുള്ള കേസാണ് പറയുന്നത്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ മുകളിലത്തെ നമ്മൾ ഈ ഒരു എയറോഫോയിൽ എടുക്കുകയാണെങ്കിൽ അതിന് മുകളിലത്തെ റീജിയനും താഴത്തെ റീജിയനും കൺസിഡർ ചെയ്യാം. മുകളിലുള്ള റീജിയൻ 1ഉം ദെൻ താഴെയുള്ള റീജിയൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റീജിയൻ 1ൽ ഉണ്ടാവുന്ന വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ കുറവാകുമ്പോൾ അവിടുത്തെ വെലോസിറ്റി കൂടും. ആൻഡ് താഴെ ഉണ്ടാകുന്ന റീജിയനിൽ വെലോസിറ്റി കമ്പാരിറ്റീവ്ലി മുകളിലത്തെക്കാട്ടും വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ താഴെ ഉണ്ടാകുന്ന റീജിയനിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയിൽ നിന്ന് കുറഞ്ഞിടത്തേക്കല്ലേ പോവുക, അതുകൊണ്ട് ഇത് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത്. ആ മുകളിലേക്ക് വരുന്ന അത്രയും ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ താഴേക്ക് മൂവ് ചെയ്യാണ്ട് മുകളിലേക്ക് അപ്പോഴും അവിടെ ലിഫ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എയറോഫോയിലിന് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആസ് എൻ എയർക്രാഫ്റ്റ് മൂവ്സ് ഫോർവേഡ്, എയർക്രാഫ്റ്റ് മുന്നിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ദ എയർ ഫ്ലോസ് അറൌണ്ട് ദ വിങ്. അതിന്റെ വിങ്ങിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നമുക്കറിയാം കാരണം എയർ ഉണ്ടായിരിക്കും. ആൻഡ് ഷേപ്പ് ഓഫ് ദ എയറോഫോയിൽ വിച്ച് കോസസ് ദ എയർ ടു ബിഹേവ് ഡിഫറെന്റ്ലി അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസസ്. അപ്പോൾ ടോപ്പ് ആൻഡ് ആ ഒരു എയറോഫോയിലിന് മുകളിലും താഴെയും എയറിന്റെ ബിഹേവിയർ ആക്ച്വലി ഡിഫറെന്റ് ആണ് ഡ്യൂ ടു ദിസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പർ സർഫസിൽ എന്താണെന്നറിയോ? അപ്പർ സർഫസിൽ വെലോസിറ്റി ഇസ് വെരി ഹൈ. അവിടെ വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാം പ്രഷർ കുറയും. ഓക്കെ, വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദ എയർ മസ്റ്റ് ട്രാവൽ എ ലോങ്ങർ പാത്ത് ഓർ ഇസ് കൺസ്ട്രക്റ്റഡ് ദെൻ കോസിങ് ഇറ്റ് ടു മൂവ് അറ്റ് ഹയർ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക. ആൻഡ് ബൈ ഡ്യൂ ടു അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ ആസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻക്രീസസ് ഇറ്റ് സ്റ്റാറ്റിക് പ്രഷർ ഡിക്രീസസ്. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ കുറയും. Therefore there is a low pressure on the top of the wing. അപ്പോൾ വിങ്ങിന്റെ മുകളിൽ എന്തായിരിക്കും വരിക? നമുക്ക് ലോ പ്രഷർ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം. ആൻഡ് താഴെയുള്ള റീജിയൻ ലോവർ സർഫസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ സർഫസിൽ എന്തായിരിക്കും വരിക? ദ എയർ മൂവ്സ് ടു എ ലോവർ വെലോസിറ്റി. എയർ മൂവ് ചെയ്യുന്നത് വെലോസിറ്റി അവിടെ കുറവാണ്. വെലോസിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുക? വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ടോപ്പ് ആൻഡ് റിസൾട്ടിങ് ഇൻ എ ഹൈ പ്രഷർ അണ്ടർനീത്ത് ദ വിങ്. എന്തായിരിക്കും? താഴെ നമുക്ക് പ്രഷർ കൂടുതലായിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ദ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ്സ് ആൻ അപ്വേർഡ് ഫോഴ്സ്. ഈ പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കടാ? അപ്പൊ താഴെ പ്രഷർ കൂടുതലാണ്, മുകളിൽ പ്രഷർ കുറവാണ്. അപ്പൊ ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഫ്രം ഹയർ ടു ലോവർ പ്രഷറിലേക്ക് മോഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു അപ്ലിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ലിഫ്റ്റ് ആൻഡ് ദിസ് ഒപ്പോസസ് ദ വെയിറ്റ് ഓഫ് ദ എയർക്രാഫ്റ്റ്. അപ്പോൾ എയർക്രാഫ്റ്റിന്റെ വെയിറ്റിനെ അവിടെ ഒപ്പോസ് ചെയ്ത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഈ പ്രഷർ വാരിയേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? യെസ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മാഗ്നസ് എഫക്ട്. മാഗ്നസ് എഫക്റ്റിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമ്മൾ ബോൾ സ്പിൻ ചെയ്തിടാം. അപ്പൊ സ്പിൻ ചെയ്തിടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവിടെയും വെലോസിറ്റിയിൽ സ്പിൻ ചെയ്യുന്നത് കാരണം അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ആൻഡ് പ്രഷർ വാരിയേഷൻസ് എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ഇൻ ദ വെലോസിറ്റി ഓഫ് ദ എയർ
result in pressure difference between the lower and upper phases and there is a net upward force on the ball. അതായത് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് മുകളിൽ ഉണ്ടാകുന്ന എയറിന്റെ വെലോസിറ്റി എന്താണ്, കൂടുതലാണ്. മുകളിൽ ഉണ്ടാകുന്ന എയറിന്റെ വെലോസിറ്റി കൂടുമ്പോൾ അവിടെ മുകളിൽ ഉണ്ടാകുന്ന എയറിന്റെ ബോളിന്റെ തന്നെ മുകളിൽ ഉണ്ടാകുന്ന എയർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ പ്രഷർ കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ഹൈ ആണ്. വെലോസിറ്റി ഹൈ ആകുമ്പോൾ പ്രഷർ എന്ത് ചെയ്യടാ, പ്രഷർ കുറയും. അതേപോലെ തന്നെ ഈ താഴെയുള്ള റീജിയന്റെ വെലോസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. വെലോസിറ്റി കുറയുമ്പോൾ അവിടുത്തെ പ്രഷർ കൂടും. അപ്പൊ പ്രഷർ കൂടുമ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മുകളിലേക്ക് പ്രഷർ കൂടിയെന്നൊന്നും കുറഞ്ഞോടത്തേക്ക് ഒരു ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയാണ് അത് സ്പീഡ് കൂടി മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ദർ ഇസ് എ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ബോൾ ആൻഡ് ദിസ് ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ് ഈസ് കോൾഡ്. ഈ ഒരു ഡൈനാമിക് ലിഫ്റ്റിനെയാണ്, ഡ്യൂ ടു സ്പിന്നിങ് ഉണ്ടാകുന്ന ഈ ഒരു ഡൈനാമിക് ലിഫ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാഗ്നസ് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ, റെഡി? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക് ആണ്. നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വരികയാണ്. ഇപ്പൊ ഫാറ്റ് എന്തെങ്കിലും അടിഞ്ഞു കൂടിയിട്ട് ഇതിന്റെ വാൽവിൽ എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങൾ വരികയാണെന്ന് വിചാരിക്കുക, വെസലിൽ എന്തെങ്കിലും ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്ക് വരികയാണ്, അങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടുത്തെ ഏരിയ കുറയും അല്ലെ. ഏരിയ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഏരിയ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കുറയും. അപ്പൊ ഈ ബ്ലഡ് വെസലിൽ ഉണ്ടാകുന്ന പ്രഷർ കുറവാണ് ഉണ്ടാവുക. ബ്ലഡ് വെസലിനുള്ളിൽ ഉണ്ടാകുന്ന പ്രഷർ കുറയുമ്പോൾ പുറത്തുണ്ടാകുന്ന പ്രഷർ കാരണം ഇതെന്ത് ചെയ്യും, ബേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി എന്തുണ്ടാവുക, ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, yes. Then next one is venturimeter. Venturimeter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ സ്പീഡ് ഓഫ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ ഫ്ലോ സ്പീഡ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെഞ്ചുറിമീറ്റർ. അതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇനി വെഞ്ചുറിമീറ്ററിന്റെ കേസിൽ ഉണ്ടാകുന്ന അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് വെഞ്ചുറിമീറ്റർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ v1² - v2² = 2gh ആണ് വരിക. അല്ലെങ്കിൽ v1² - v2² = 2g × h2 - h1 ആയിരിക്കും ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ v2² - v1² = 2gh എന്നുള്ളത് പറയാം. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സോൾവ് ചെയ്ത് ആ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കും. ഡെറിവേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾ ബോർഡിൽ പഠിച്ചിട്ടുള്ളതുമാണ്. സോ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ്. സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ കേസ് അല്ലെങ്കിൽ ടോറിസെല്ലീസ് ലോ എന്ന് പറയും. ഇപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു ബീക്കർ എടുക്കുന്നു ആൻഡ് ഇവിടെ താഴെ ഉണ്ടാകുന്ന ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടു. ഏറ്റവും മുകളിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ ഓപ്പൺ വെസൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ആൻഡ് താഴെ ഉണ്ടാകുന്ന റീജിയനിൽ ഇവിടെ നമുക്കറിയാം ഏരിയ ലാർജർ ഏരിയ ആണ്. താഴെ ഉണ്ടാകുന്ന റീജിയനിൽ ഒരു കുഞ്ഞ് ഏരിയ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു റീജിയനിൽ ഉണ്ടാകുന്ന റീജിയനിലൂടെ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ടായിരിക്കും അല്ലെ, ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, ഇതേപോലെ തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആൻഡ് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ നിങ്ങൾ നോക്കിയോളൂ. v2² - v1² = 2gh ആണ് നമ്മുടെ ഇക്വേഷൻ വരിക കേട്ടോ. v2² - v1² = 2gh ആണ് വരിക. അപ്പോൾ v2² ആണെങ്കിൽ v2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, v1² + 2gh എഴുതിയാൽ മതി. v1² + 2gh എഴുതിയാൽ മതി. അല്ലെങ്കിൽ v2 = root of v1² + 2gh എന്ന് പറഞ്ഞിട്ട് വരും. ഇനി അതല്ല, ഈ മുകളിൽ ഉണ്ടാവുന്നത് അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v1 നമ്മൾ അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ v2² = √2gh മാത്രം വരും. ഓക്കെ, അവിടെ ഫ്ലൂയിഡ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഫ്ലൂയിഡിൽ മൂവ് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ വെലോസിറ്റി v1 നമുക്ക് എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് എടുക്കാം. ആ കേസിൽ എന്തായിരിക്കും വരിക, യെസ്, v2² = √2gh അല്ലെങ്കിൽ v2 = √2gh മാത്രമേ വരും. അതർവൈസ് നമ്മുടെ ഇക്വേഷൻ എന്താണ്, v2² - v1² = √2gh എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, റെഡിയാണ്, പറഞ്ഞ കാര്യം കിട്ടി, സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ചിന്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ നോക്കുക, റേഞ്ചിന്റെ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ നോക്കുക. റേഞ്ച് = ഇതേപോലെ തന്നെ √2gh ഒന്നുമില്ല, നമ്മളിവിടെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കണ്ടീഷൻസും കാര്യങ്ങളൊന്നും വേണ്ട, ഫൈനൽ ആയിട്ടുള്ള റേഞ്ചിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ നോക്കി വെച്ചോളൂ. ദാറ്റ് ഇസ് റേഞ്ച് = √2gh × 2 × h - h divided by capital H - h divided by g ആണ്. അപ്പോൾ h സ്മോൾ h ഒക്കെ നമ്മൾ ഇതേ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് റേഞ്ച് = ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, g കട്ട് ചെയ്ത് കളയാം. g കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ വരിക, 4h × capital H - h എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, റെഡി? yes, 2 × 2 4 ആയിട്ട് മാറും. ആൻഡ് h - h എടുത്തു, അതേ h എന്ന് കിട്ടും, 4h × h - h എന്ന് പറഞ്ഞിട്ട് കിട്ടും.
Okay, okay, this is the equation for range. അതാണ് അവിടുത്തെ range വരിക കേട്ടോ. Okay, then two ranges are same for different height. Different height ന് എന്തായിരിക്കും രണ്ട് rangesഉം സെയിം ആയിരിക്കും കിട്ടുക. ദെൻ ആ ranges R1 is equal to R2 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ എന്തായിരിക്കും എന്നുള്ള സംഗതിയും ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം നോക്കുക. ദാറ്റ് ഇസ് ക്യാപിറ്റൽ H is equal to രണ്ട് ഡിഫറെന്റ് ഹൈറ്റിന് ടു റേഞ്ചസ് സെയിം ആവുന്ന സമയത്ത് H is equal to കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? H1 plus H2 ചെയ്താൽ മതി. H1 plus H2 ചെയ്താൽ മതി കേട്ടോ. H1 plus H2 ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ വരിക. രണ്ട് റേഞ്ചസും സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഇട്ട് കൊടുക്കുക. 4h into h minus h എന്ന് പറയുന്നതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. സോ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തു, കട്ട് ചെയ്ത് കളയുള്ള സംഗതി കട്ട് ചെയ്തു. എന്നിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാപിറ്റൽ H is equal to H1 plus H2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ക്യാപിറ്റൽ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തമുള്ള ഹൈറ്റ്, ആൻഡ് H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പോയിന്റിലേക്ക് ഉണ്ടാകുന്ന ഹൈറ്റ്, ആൻഡ് അതായത് ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ഉണ്ടാകുന്ന ഹൈറ്റ്, താഴത്തെ പോയിന്റിലേക്ക് ഉണ്ടാകുന്ന ഹൈറ്റ് H2. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ H മൊത്തത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ ഹൈറ്റ് കിട്ടണമെങ്കിൽ H1 minus H2 ചെയ്താൽ മതി, അല്ല H1 plus H2 ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ സ്മോൾ h is equal to ക്യാപിറ്റൽ H by 2 ആയിരിക്കും. മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ H is equal to സ്മോൾ h is equal to ക്യാപിറ്റൽ H by 2 ആയിരിക്കും വരിക. ഓക്കെ, ഓക്കെ, യെസ്. ദെൻ ടൈം ടേക്കൺ ടു എംപ്റ്റി ദ ടാങ്ക് എംപ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം സമയം എടുക്കണു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടൈം ടി ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള പോയിന്റ് നോക്കി വെക്കുക കേട്ടോ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ടായിരിക്കും, ആ ഒരു രീതിക്കായിരിക്കും വരുന്നുണ്ടായിരിക്കും. മാക്സിമം ഹൈറ്റ് ചോദിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ടാങ്ക് എംപ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കുക, ഹൈറ്റിന്റെ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് കേസ് യെസ്, വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്ന് പറയുന്ന സമയത്ത് when a fluid moves it flows in the ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഫോം ഇൻ ഓഫ് പാരലൽ ലെയേഴ്സ് അല്ലെ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ കുറേ ലെയേഴ്സ് ആയിട്ട് പാരലൽ ആയിട്ടുള്ള ലെയേഴ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. പാരലൽ ആയിട്ടുള്ള ലെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദീസ് ലെയേഴ്സ് എക്സർട്ട് എ ഫോഴ്സ് ഓൺ ഈച്ച് അതർ വിച്ച് ടെൻഡ്സ് ടു ഒപ്പോസ് ദെയർ റിലേറ്റീവ് മോഷൻ. അപ്പോൾ ഈ എല്ലാ ലെയേഴ്സും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പരസ്പരം അതിനൊരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആക്ച്വലി എക്സർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡിന്റെ ലെയേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും? മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ വെള്ളം ഫ്ലോ ചെയ്യുന്ന അതേ സെയിം സ്പീഡിലായിരിക്കില്ല എന്തുണ്ടാവുക? അപ്പൊ ഹണി അല്ലെ, തേൻ ഒഴുകുന്നുണ്ടാവുക. അപ്പൊ രണ്ടെണ്ണത്തിന്റെ ഫ്ലോ ആക്ച്വലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഹണി ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റെസിസ്റ്റന്റ് ആണ്, റെസിസ്റ്റൻസ് ടു ഫ്ലോ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വിസ്കസ് ഫ്ലൂയിഡ്, അവിടെ വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പൊ ഈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതിന്റെ മെഷർമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? viscosity എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. This is similar to what a solid friction force does when two solids in contact move or tend to move over each other. അല്ലെ, രണ്ട് ഫ്ലൂയിഡ്സ് രണ്ട് ലെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ലെയേഴ്സും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു റെസിസ്റ്റൻസ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ലെയേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു resistance force exert ചെയ്യുന്നുണ്ടായിരിക്കും. And the property of the fluid which gives rise to such a friction force in them is called viscosity. ഇപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വിസ്കോസിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. And the force arises when there is relative motion between the layers of fluid. അല്ലെ, ആ ഫ്ലൂയിഡ് ലെയേഴ്സ് തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും? യെസ്, ഒരു ഫോഴ്സ് റേസ് ചെയ്യുന്നുണ്ടായിരിക്കും. And this equation is equal to വിസ്കോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഇസ് dv by dz എന്ന് പറയുന്നതാണ് അവിടുത്തെ ആ വിസ്കസ് ഡ്രാഗ് ഫോഴ്സിന്റെ ഗ്രേഡിയന്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, ഓക്കെ, ഒന്നുമില്ല. മുകളിലത്തെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി v ആണ്, താഴത്തെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി v പ്ലസ് ഡെൽറ്റ v ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെഡ് ചെയ്താൽ മതി. ഇത് തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് ആണ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത്. സോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അവിടുത്തെ വെലോസിറ്റി ഗ്രേഡിയന്റ് എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, ready. Then next, when fluid is flowing through a pipe, then velocity of the liquid layer is maximum along its axis. ഈ ആക്സിസിലായിരിക്കും ലിക്വിഡ് ലെയറിന്റെ വെലോസിറ്റി മാക്സിമം ഉണ്ടായിരിക്കുക. ഓക്കെ, ഓക്കെ, റെഡി? യെസ്. Then coefficient of viscosity ആണ്. coefficient of viscosity E10 equation ആണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം F is equal to
the ratio of shear stress and the strain rate is called the coefficient of viscosity. Thus coefficient of viscosity which is equal to F is equal to eta A dV by dz ആയിരുന്നു. അതിലത്തെ ഈറ്റേനെയാണ് നമ്മൾ coefficient of viscosity പറയുക. If F is equal to 1 Newton, length L is equal to 1 meter, V is equal to 1 meter per second and area is equal to 1 meter square ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ഈറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും വരിക. 1 Poisson ആയിരിക്കും വരിക. ആൻഡ് 1 Poisson എന്ന് പറഞ്ഞിട്ട് Poisson അതിന്റെ യൂണിറ്റ് ആണ്. ഇത് ഡിഫൈൻഡ് ആസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് ഓഫ് 1 Newton per meter square of the surface is required to maintain a relative velocity of 1 meter per second. ഒന്നുമില്ല, ഇക്വേഷൻ നമുക്ക് അറിയാലോ. എഫ് നിങ്ങൾക്ക് അറിയാം, ഈറ്റ ഇൻറ്റു എ ഇൻറ്റു ഡി വി ബൈ ഡി സെഡ് ആണ്. അപ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു എന്താ വരിക? എഫ് ഇൻറ്റു ഡി വി ബൈ എ ഇൻറ്റു ഡി സെഡ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് 1 Newton ആണ്. അതായത് ഇതിന്റെ വാല്യൂസ് എല്ലാം 1 ആക്കി വെക്കുക. എപ്പോഴാണ് ഈറ്റന്റെ വാല്യൂ 1 കിട്ടണമെങ്കിൽ, അതായത് എഫ് 1 ആയിരിക്കണം, ഏരിയ 1 ആയിരിക്കണം, ഡി വി ഡി സെഡ് ഒക്കെ എന്തായിരിക്കണം? ഡി വി ബൈ ഡി സെഡിന്റെ ഒക്കെ വാല്യൂ 1 ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഉണ്ടാവുന്ന ഈറ്റന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 Poisson. അതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് ഓഫ് 1 Newton per meter square. അതായത് ഫോഴ്സ് 1 Newton ആയിരിക്കുക. ആൻഡ് ദ സർഫസ് ഇസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് 1 meter per second. റിലേറ്റീവ് വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്തായിട്ട് വെക്കുക? യെസ്, 1 meter per second ആക്കി വെക്കുക. ബിറ്റ്വീൻ ദ 2 layers of a liquid and 1 meter apart. അത് തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് 1 meter apart ആണ്. അപ്പോൾ സോ ഏരിയയും എന്തായിരിക്കും? 1 meter apart ആയിട്ട് മാറും. സോ അങ്ങനെയുള്ള കേസിൽ അവിടെ ഉണ്ടാകുന്ന ഈ ടൈം കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യെസ്, 1 Poisson എന്ന് പറയാം. ഓക്കെ, അത് ജസ്റ്റ് ആ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ എത്ര ആണെന്നുള്ള സംഭവം പറഞ്ഞെന്ന് മാത്രം. ആൻഡ് വിസ്കോസിറ്റിനെ എങ്ങനെയാണ് ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഫോർ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, ഫോർ ലിക്വിഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ്സിന് എന്താ സംഭവിക്കാന്നറിയോ? വിത്ത് ദ റൈസിംഗ് ടെമ്പറേച്ചർ വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡിക്രീസസ്. ലിക്വിഡ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇവിടെ ഇൻവേഴ്സ് റിലേഷൻ ആണ് കേട്ടോ. ദിസ് ഇസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ കൊഹീഷൻ ഫോഴ്സസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് തമ്മിലുണ്ടാകുന്ന ആ കൊഹീഷൻ ഫോഴ്സ് കുറയുന്നതുകൊണ്ടാണ്. ആൻഡ് ദ കൊഹീഷൻ ഫോഴ്സ് ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ കൈനറ്റിക് എനർജി വെൻ ദ റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻവേഴ്സ് റിലേഷൻ ആണെന്നുള്ള സംഗതി പഠിച്ചു വയ്ക്കാം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ ഗ്യാസസിനാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക കേട്ടോ. ഗ്യാസസിന്റെ കേസിൽ ദിസ് ഇസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഫ്രം വൺ മൂവിംഗ് ലെയർ ടു അതർ ബിക്കോസ് ഓഫ് റാൻഡം മോഷൻ ഓഫ് ആറ്റംസ് ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റാൻഡം മോഷൻ ഓഫ് ആറ്റംസ് ഇൻക്രീസ് ചെയ്യണു. ആ ഇൻക്രിമെന്റ് കാരണമാണ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നത്? കൂടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, റെഡി. ദെൻ വിസ്കോസിറ്റിയും സോളിഡ് ഫ്രിക്ഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ട്. ദ വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ ഓഫ് കോൺടാക്ട് ഓഫ് ഫ്ലൂയിഡ് ലെയേഴ്സ്. അപ്പോൾ നമുക്ക് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് കോൺടാക്ട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോൺടാക്ട് ഇൻ ദ കേസ് ഓഫ് സോളിഡ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, സോളിഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോൺടാക്ട്. And viscous force ആണെന്നുണ്ടെങ്കിൽ it is directly proportional to relative velocity between the two layers in contact. ഓക്കെ, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദ 2 layers. നമ്മൾ കോൺടാക്ട് ചെയ്തിരിക്കുന്ന 2 ലെയേഴ്സിന്റെ റിലേറ്റീവ് വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഇൻ ദ സോളിഡ് ഫ്രിക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ കോൺടാക്ട് സർഫസ്. കോൺടാക്ട് സർഫസിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യണേ ഇല്ല, അതിനെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, ആൻഡ് ദ വിസ്കസ് ഫോഴ്സ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ 2 layers ഓഫ് ദ ഫ്ലൂയിഡ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ നോർമൽ റിയാക്ഷൻ ഫോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യണില്ല. പക്ഷേ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സർഫസസ് ഇൻ കോൺടാക്ട്. അവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ, മുകളിലേക്ക് ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? നോർമൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിസ്കസ് ഫോഴ്സ് ഓൺ എ സോളിഡ് മൂവിംഗ് ഇൻ എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ സോളിഡ്. സോളിഡിന്റെ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബോഡീസ് ഇൻ കോൺടാക്ട് ഇരിക്കുന്ന ബോഡീസിന്റെ സൈസിനെയും ഷേപ്പിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ കമ്പാരിസൺ മനസ്സിലാക്കി വെക്കുക. കമ്പാരിസൺ ബേസ് ചെയ്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ആൻഡ് നെക്സ്റ്റ് കേസ് സ്റ്റോക്സ് ലോ ആണ്. സ്റ്റോക്സ് ലോ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു എന്തെങ്കിലും സമം താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ബോഡി മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. അവിടെ ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ അത് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് ലോ എന്താ സംഭവം എന്നുള്ളത് നോക്കി പോവാ. The law gives an expression for the viscous force experienced by a body moving through a fluid. അല്ലെ, ഒരു ഫ്ലൂയിഡിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്
ഉണ്ടാകുന്ന അതിന്റെ വിസ്കസ് ഫോഴ്സ് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നത് എന്താണ് ഈ സ്റ്റോക്സ് ലോ ആണ്. And this expression was given by the English scientist. Okay, and when a spherical ball is dropped in a liquid, നമ്മളൊരു ലിക്വിഡിൽ ഒരു spherical ball താഴേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, observe that the viscous force is experienced by the ball is proportional to the velocity of the object through the fluid. And viscosity അവിടെ സ്റ്റോക്സ് ലോ പ്രകാരം ഉള്ള സംഭവമാണ് പറയുന്നത്. അവിടെ എന്തായിരിക്കും, അവിടെയാണ് വിസ്കസ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് is directly proportional to velocity, viscosity of the fluid and radius of the sphere. Okay, that is F is proportional to eta into A into V. Okay, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F is equal to 6 pi eta AV എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. Here the constant of proportionality is found to be 6 pi ആണ്. അങ്ങനെയാണെങ്കിൽ F is equal to 6 pi eta AV is the സ്റ്റോക്സ് ലോ. ഇവിടെ 6 ആണ്. F is equal to 6 pi eta AV എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ വരിക കേട്ടോ. സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ വരിക F is equal to 6 pi eta AV. ഓക്കെ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് താഴേക്ക് വരുമ്പോൾ അതിന്റെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ, അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ടെർമിനൽ വെലോസിറ്റി എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കും. ആ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഇസ് ഈറ്റ വി ഈസ് ഈക്വൽ ടു 2/9 a സ്ക്വയർ റോ എസ് മൈനസ് റോ എഫ് ഇൻറ്റു ജി. അല്ലെങ്കിൽ ടെർമിനൽ വെലോസിറ്റി വി എത്രത്തോളം വെലോസിറ്റിയിലാണ് അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 2/9 ഈറ്റ, അല്ലെങ്കിൽ ഈറ്റ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇക്വേഷൻ എഴുതാം. വി ടി ഈസ് ഈക്വൽ ടു 2/9 ഈറ്റ ഇൻറ്റു എന്നിട്ട് എന്ത് ചെയ്യുക, എ സ്ക്വയർ ജി ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന ഡെൻസിറ്റികൾ എന്ത് ചെയ്യുക, ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് മൈനസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ചെയ്യുക. ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ചെയ്യുക. ഇതാണ് ടെർമിനൽ വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്നുള്ള റിലേഷൻ കൂടെ ഇതിൻ്റെ ഒപ്പം നോക്കി പോകണം കേട്ടോ. റെഡി യെസ്. ദെൻ ദാറ്റ് ഇസ് ടെർമിനൽ വെലോസിറ്റി ആണ് പറയുന്നത്. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക, ദ മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർഡ് ബൈ എ ബോഡി വൈൽ ഫാളിംഗ് ത്രൂ എ വിസ്കസ് മീഡിയം ഇസ് കോൾഡ് ഇറ്റ്സ് ടെർമിനൽ വെലോസിറ്റി. അല്ല, ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ ഒരു ബോൾ നമ്മൾ എടുത്ത് താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് വീഴുന്ന ആ ഒരു സ്പീഡിന് അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർ ചെയ്യുന്ന മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ VT and terminal velocity is directly proportional to square of the radius of the body, and this is why the bigger raindrops fall with larger velocity as compared to smaller drops. അപ്പോൾ ഈ ഒരു സംഭവം നോക്കിക്കോളൂ, എന്തുകൊണ്ടാണ് ബിഗർ റെയിൻ ഡ്രോപ്സ് ഫോൾസ് വിത്ത് ലാർജർ വെലോ, ബിഗർ ആയിട്ടുള്ള റെയിൻ ഡ്രോപ്സ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നല്ല സ്പീഡിൽ വരും വെൻ കമ്പയർ ടു സ്മോൾ റെയിൻ ഡ്രോപ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഓഫ് ദി ബോഡിന്റെ റേഡിയസിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ റേഡിയസ് കൂടുമ്പോൾ അതിന്റെ സ്ക്വയർ ടൈംസ് ആണ് എന്ത് ചെയ്യുക, വെലോസിറ്റിനെ അത് എഫക്ട് ചെയ്യാം. ഓക്കെ യെസ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി ഓഫ് ദ മീഡിയത്തിന്റെ വിസ്കോസിറ്റിക്ക് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ബിക്കോസ് ഡിവൈഡ് ബൈ 9 ഈറ്റ എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഓഫ് ദ ഡെൻസിറ്റീസ് ഓഫ് ദ ബോഡി ആൻഡ് ദി ഫ്ലൂയിഡ്. അല്ലെ, ബോഡിയും ഫ്ലൂയിഡും തമ്മിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മുടെ ഇക്വേഷൻ VT is equal to 2/9 9 ഈറ്റ ഡിവൈഡ് ബൈ 9 ഈറ്റ അല്ലെ. VT is equal to നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, 2/9 ഈറ്റ എ സ്ക്വയർ ജി ഇൻറ്റു റോ എസ് മൈനസ് റോ എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടതാണ്. ഇൻറ്റു ജിയും കൂടി ഉണ്ട്. യെസ്, ഓക്കെ, ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ, സ്ക്വയർ ജി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ റെഡി. യെസ്. ദെൻ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളത് അറിയാലോ. വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും? യെസ്, it depends on size of the body, velocity with which it moves, and viscosity of the fluid, and all of this എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ റെഡി. ദെൻ വോളിയം ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ Q is equal to rho P R raised to 4 divided by 8 eta എല്ലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. വോളിയം ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി, വേറെയുള്ള അതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊന്നും, മീൻസ് അതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ദെൻ നെക്സ്റ്റ് വൺ അതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ വോളിയം ഓഫ് ദ വിസ്കസ് ഫ്ലൂയിഡ് ഫ്ലോയിങ് സ്റ്റഡിലി പെർ യൂണിറ്റ് ത്രൂ എ നാരോ pipe is given by the following expression, that is Q is equal to pi P R raised to 4 divided by 8 eta L ആണ്. where P is the pressure difference. P എന്ന് പറയുന്നത് എന്തായിരിക്കും, it is the pressure difference ആണ്, and R is the radius of the pipe. പൈപ്പിന്റെ റേഡിയസ് ആണ്. ഈറ്റ നിങ്ങൾക്ക് അറിയാം കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആയിരിക്കും വരിക. ആൻഡ് L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ പൈപ്പ്, എത്രത്തോളം ലെങ്ത് ആണ് പൈപ്പിന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദ എബവ് ഇക്വേഷൻ ഈസ് നോൺ ആസ് പോയ്സൺലീസ് ഫോർമുല. ഈ എബവ് ഇക്വേഷനെയാണ് ഇതിനെയാണ്, അതായത് Q is equal to pi P R raised to 4 divided by 8 eta L നെയാണ് നമ്മൾ പോയ്സൺലീസ് ഇക്വേഷൻ അല്ലെങ്കിൽ പോയ്സൺലീസ് ഫോർമുല എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ ഇസ് R is equal to rho VD by ET ആയിരിക്കും വരിക. rho VD by ET ആയിരിക്കും വരിക. ഓക്കെ,
യെസ്. ആൻഡ് വേർഡ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ ഡയാമീറ്റർ ഓഫ് ദ പൈപ്പ് ആണ്. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു കമ്പാരിസൺ നോക്കിക്കോളൂ. റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1000 ആണെന്നുണ്ടെങ്കിൽ, 1000-നെക്കാട്ടും കുറവാണ് നമ്പർ എന്നുണ്ടെങ്കിൽ ഫ്ലോ എന്തായിരിക്കും? സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ ആയിരിക്കും വരിക. ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2000, 2000-നെക്കാട്ടും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. In between 1000 and 2000 ഇടയ്ക്കാണ് എന്നുണ്ടെങ്കിൽ the flow is unsteady. That is, it may change from laminar to yes turbulent. Laminar to turbulent അത് unsteady ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും വരിക. In between ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിന്റെ കമ്പാരിസൺ, അതിന്റെ റേഞ്ചസും കാര്യങ്ങളും നോക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു ഫ്ലൂയിഡിന്റെ, നമ്മൾ ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർഫസിൽ ഉണ്ടാവുന്ന മോളിക്യൂൾസും അതിനുള്ളിൽ ഉണ്ടാവുന്ന മോളിക്യൂൾസും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ സർഫസിൽ ഉണ്ടാവുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? എല്ലാ ഡയറക്ഷൻ, ഉള്ളിലുള്ള ഫ്ലൂയിഡ് മോളിക്യൂൾ ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് സർഫസിൽ ഉണ്ടാവുന്ന ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഡൗൺവേർഡ്സിലേക്കും അതുപോലെ ടുവാർഡ് ബോത്ത് സൈഡ്സിലേക്കും മാത്രമാണ് ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്നത്, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് കാരണം തന്നെ അത് ആക്ച്വലി ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ മെംബ്രെയിൻ കാരണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, സർഫസ് ടെൻഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്, ഓൺലി നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഗ്യാസ് ആൻഡ് ഫ്ലോയിങ് ലിക്വിഡ്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി ആണ് എന്നുള്ളത് നമുക്ക് പറയാം സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ ഈസ് അറൈസസ് ഡ്യൂ ടു ഇന്റർമോളിക്കുലർ കോഹസീവ് ഫോഴ്സസ്. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്റർമോളിക്കുലർ കോഹസീവ് ഫോഴ്സസ് കാരണം ഉണ്ടാകുന്നതാണ് നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് സർഫസ് ടെൻഷൻ ഇസ് ഡ്യൂ ടു വിച്ച് ദ സർഫസ് ഓഫ് ദി ലിക്വിഡ് ടെൻഡ്സ് ടു കോൺട്രാക്ട് ആൻഡ് occupy the surface area. അല്ലെ, സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ദ സർഫസ് ടെൻഷൻ ആക്ട്സ് along the tangent to the surface and is measured by the normal force per unit length and imaginary line drawn to the plane of the liquid surface which acting right to the angle. And surface tension is numerically equal to work done in enlarging the surface area by unity under the isothermal condition. Okay, yes, and hence its unit is also written as 1 per meter square ആയിരിക്കും വരിക. In actual practice, enlarging the surface of the temperature decreases and hence the heat absorbed by the surface, so the energy unit area is more than the surface. ഓക്കെ, സർഫസ് ടെൻഷനെക്കാട്ടും എനർജി കൂടുതലായിരിക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് പറഞ്ഞുള്ള സെൻറ്റൻസുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഭവം നിങ്ങൾ ജസ്റ്റ് വെറുതെ വായിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, സർഫസ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എനർജി ടു ദ മോളിക്യൂൾസ് അറ്റ് ദ സർഫസ്. അല്ലെ, സർഫസിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസിന് കുറച്ചുകൂടെ എക്സ്ട്രാ എനർജി ഉണ്ടായിരിക്കും വെൻ കമ്പയർഡ് ടു ദ മോളിക്യൂൾസ് ഇൻ ദ ഇന്റീരിയർ. അല്ലെ, ഇൻസൈഡിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു, ഇൻസൈഡ് നമ്മളിപ്പോൾ ഒരു ബീക്കർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? എല്ലാ ഡയറക്ഷനിലേക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതിന്റെ സർഫസിലുള്ള ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മോളിക്യൂൾസിന് എന്താണ്? താഴേക്കും അതുപോലെ തന്നെ അതിന്റെ എൻഡിലേക്കും മാത്രമാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുള്ളൂ. സോ ഇൻസൈഡ് ഒരു മോളിക്യൂളിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സർഫസിലുള്ള മോളിക്യൂളിന് കുറച്ചുകൂടെ എനർജി ഉണ്ടായിരിക്കും. ആ എനർജിനെയാണ് നമ്മൾ സർഫസ് എനർജി എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കേസ് ഡ്രോപ്സ് ആൻഡ് ബബിൾ ആണ്. ഡ്രോപ്പിന്റെയും ബബിളിന്റെയും കേസിൽ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഇക്വേഷൻ. ഇപ്പോൾ ഒരു സോപ്പ് ബബിളിന്റെ കേസിൽ പ്രഷർ ഡിഫറൻസ് P1 minus P0 അല്ലെങ്കിൽ Pi minus P0 is equal to 4s/r അല്ലെങ്കിൽ ഡെൽറ്റ P is equal to 4s/r ആയിരിക്കും വരിക. ആൻഡ് ഇതൊരു ഡ്രോപ്പിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 2s/r ആണ്. ഡ്രോപ്പിന്റെ കേസിലാണെങ്കിൽ 2s/r ആണ് കേട്ടോ. ഡ്രോപ്പിന്റെ കേസിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ കൂടെ എഴുതിക്കോളൂ. ഫോർ ഡ്രോപ്പിന്റെ കേസിൽ ഡെൽറ്റ P അല്ലെങ്കിൽ P1 minus P0 is equal to Pi ഇനീഷ്യൽ ഇൻസൈഡിൽ ഉണ്ടാകുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു 2s/r ആണ്. ആൻഡ് ബബിളിലാണെങ്കിൽ രണ്ട് സർഫസ് വരും, അതുകൊണ്ടാണ് ബബിളിന്റെ കേസിൽ 2 into 2s/r വരുന്നത്. ആൻഡ് ഡ്രോപ്പിന്റെ കേസിൽ ഇറ്റ് ഈസ് 2s/r വരിക. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കോൺടാക്ട് ആംഗിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് കോൺടാക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ദാറ്റ് ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് മേക്ക് വിത്ത് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. അല്ലെ, നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ സോളിഡ് സർഫസിൽ ഇരിക്കുകയാണ്. ഈ സോളിഡ് സർഫസും ലിക്വിഡ് സർഫസും അതുപോലെ തന്നെ നമ്മുടെ ആംഗിൾ തീറ്റയും തമ്മിലുണ്ടാക്കുന്ന, അതായത് സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഉണ്ടാകുന്ന സോളിഡ് സർഫസും അതുപോലെ തന്നെ ഈ ലിക്വിഡ് സർഫസിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് അറിയാം, ഈ ടാൻജന്റ് ലിക്വിഡ് സർഫസിന് ടാൻജന്റ് വരയ്ക്കുക, സോളിഡ് സർഫസ് ലിക്വിഡ് സർഫസ് ഇരിക്കുന്നത് തമ്മിൽ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റ. ഇതാണ് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് കോൺടാക്ട്. ഇതാണ് ആംഗിൾ ഓഫ് കോൺടാക്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, റെഡി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാവുന്ന പോർഷൻസും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ്. അപ്പോൾ ഓസിലേഷൻസ് ആൻഡ് വേവ്സത്തെ സംഭവങ്ങൾ പറയാം. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ഒരു 10 minutes ആക്ച്വലി ബ്രേക്ക് എടുത്തോളൂ. ഒരു 10 minutes ബ്രേക്ക് എടുത്തതിന് ശേഷം നേരെ ഓസിലേഷൻസും വേവ്സും ഒന്ന് വേഗം
സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ മുഴുവനായിട്ടും തീരും കേട്ടോ. ഓക്കെ, മീൻസ് നമ്മൾ ഇന്നത്തെ നമ്മുടെ എയിം തീരും. അപ്പോൾ ഓസിലേഷൻസ്, വേവ്സ് തീം ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്ച്വലി ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഒരു 10 minutes വേഗം ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. ഓക്കെ, യെസ്. ഓക്കെ.
കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഫൈൻ. യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ ആദ്യം നമ്മുടെ ഇനി 2 ചാപ്റ്റേഴ്സും കൂടിയേ ഉള്ളൂ. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയായിരുന്നു, തീർത്തായിരുന്നു. ദെൻ നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സും കൂടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവാണ്. റെഡി? യെസ്. അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് ഓസിലേഷൻസിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ഓടിച്ച് സെറ്റ് ആക്കിയിട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ അല്ലേ? അപ്പോൾ ഓസിലേഷൻ is a type of periodic motion. ഒരു ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ആണ് ഓസിലേഷൻ. സോ ബിഫോർ ദാറ്റ് നമുക്ക് ആദ്യം എന്താണ് പീരിയോഡിക് മോഷൻ എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കണം. സോ പീരിയോഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എ മോഷൻ which repeats at regular intervals of time. ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിന് ശേഷം വീണ്ടും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മോഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യെസ്, പീരിയോഡിക് മോഷൻസ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ? സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എങ്ങനെയാണ്? യെസ്, ഇങ്ങനെ പീരിയോഡിക്കലി ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇന്റർവെല്ലിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, പീരിയോഡിക് മോഷൻ നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ല, അതുപോലെ തന്നെ സ്വിംഗ്, ഊഞ്ഞാലാടുന്നത് ആക്ച്വലി എന്താണ്? അത് റിപ്പീറ്റിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പീരിയോഡിക് മോഷൻ എന്ന് പറയാം. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ, ആലോചിച്ച് വെക്കുക. സോ പീരിയോഡിക് മോഷൻ എന്താണ് വെച്ചാൽ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഇന്റർവെല്ലിന് ശേഷം ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പീരിയോഡിക് മോഷൻ. ഓക്കെ ഓക്കെ. ആൻഡ് ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയഡ് ഓഫ് മോഷൻ. അതിനെടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ ഞാനിവിടെ ഒരു പെൻഡുലം കൺസിഡർ ചെയ്യാണ്. ഒരു പെൻഡുലം ഉണ്ട്. ഈ പെൻഡുലം എന്ത് ചെയ്യണു? ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിന് ശേഷം ആദ്യം ഈ ഒരു പൊസിഷനിലേക്കായിരുന്നു, എഗെയിൻ ഇങ്ങോട്ട് പോയി, തിരിച്ചിങ്ങോട്ട് വന്നു, തിരിച്ച് വീണ്ടും ഇവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഒരു ടൈപ്പ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു പീരിയഡ് അവിടെ കംപ്ലീറ്റ് ആയി, ഒരു മോഷൻ കംപ്ലീറ്റ് ആയി, ഒരു ടൈപ്പ് മോഷൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് പറയാം. എഗെയിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഇതേ ടൈപ്പ് മോഷൻ ഇതേ പൊസിഷനിലൂടെ എഗെയിൻ വീണ്ടും അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ മോഷൻ റിപ്പീറ്റ് ചെയ്തു എന്ന് പറയാം. സപ്പോസ് ഈ ഒരു കംപ്ലീറ്റ് മോഷൻ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി തിരിച്ച് അതേ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് അത് 10 സെക്കൻഡ് ടൈം ആണ് എടുക്കണേന്ന് വിചാരിക്കാം. ഒരു മോഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് എത്ര ടൈം എടുത്തോ ആ മോഷനിലെ ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടൈം പീരിയഡ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ആ പീരിയഡ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടൈം പീരിയഡ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം കേട്ടോ. റെഡി ക്ലിയർ ആണ്? ഓക്കെ ആണ്? സെറ്റ് ആണെന്ന് വിചാരിക്കണം. സോ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മോഷൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അടുത്ത ടൈപ്പ് അതേ സെയിം ടൈപ്പ് മോഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പീരിയഡ് എന്ന് പറയാം. ഓക്കെ. ആൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ. ഒരു ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് എല്ലാ ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻസും നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല? ഓസിലേഷൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ പീരിയോഡിക് മോഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പീരിയോഡിക് മോഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് പീരിയോഡിക് മോഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫാൻ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എബൌട്ട് ആൻ ആക്സിസ് നടക്കുന്ന മോഷൻ ആണ് അല്ലെ? എന്നാൽ ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അതേപോലെ തന്നെ വൈബ്രേഷൻ ഓഫ് ട്യൂണിംഗ് ഫോക്കിന്റെ വൈബ്രേഷൻ എടുക്കുകയാണെങ്കിൽ അതും റിപ്പീറ്റിംഗ് ആണ്, ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് റിപ്പീറ്റിംഗ് ആണ്. പക്ഷെ അത് എന്തല്ല? എബൌട്ട് ആൻ ആക്സിസോ അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള മോഷൻ അല്ല, അത് എന്ത് ചെയ്യായിരിക്കും? അത് വൈബ്രേഷൻസ് ആണ് വരിക. അപ്പൊ പീരിയോഡിക് മോഷൻ തന്നെ നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് റൊട്ടേഷൻ വരുന്നുണ്ട്, ഓസിലേഷൻ വരുന്നുണ്ട്, ആൻഡ് വൈബ്രേഷൻ വരുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ മൂന്ന് ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഇതിലുണ്ടാവുന്ന. ഈ പീരിയോഡിക് മോഷനിൽ മെയിൻ ആയിട്ടുള്ള ഓസിലേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പീരിയോഡിക് മോഷനിൽ ഉണ്ടാകുന്ന ഓസിലേഷനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ എപ്പോഴും ഒരു കാര്യം ആലോചിച്ച് വെക്കുക, ഈ പീരിയോഡിക് മോഷൻസ് എല്ലാ പീരിയോഡിക് മോഷൻസും എന്തല്ല? ഓസിലേഷൻസ് അല്ല. ബട്ട് എവറി ഓസിലേഷൻസ് ആർ പീരിയോഡിക്. എല്ലാ ഓസിലേറ്ററി മോഷൻസും എന്താണ്? പീരിയോഡിക് ആണ്. ബിക്കോസ് ഓസിലേഷൻ ഇസ് എ കാറ്റഗറി ഓഫ് പീരിയോഡിക് മോഷൻ. അതിലുള്ള ഒരു ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ റെഡി? യെസ്. ഇനി ഓസിലേഷൻ എന്താണെന്നുള്ളത് നോക്കൂ. ഇപ്പൊ നിങ്ങൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷൻ ഇസ് എബൌട്ട് ആൻ ആക്സിസ് ഉണ്ടാവുന്ന പീരിയോഡിക് മോഷൻ ആണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓസിലേഷൻ ആണെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും, ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടുള്ള മോഷൻ ആണ് എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് വൈബ്രേഷൻസ് ഓൾസോ ടു ആൻഡ് ഫ്രോ ആണ്, പക്ഷെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് കേട്ടോ. അപ്പൊ വൈബ്രേഷൻ ഓസിലേഷനും തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നമുക്ക് പറയാം. ഓസിലേഷൻ പറഞ്ഞതിന് ശേഷം അതിന്റെ ഡിഫറൻസ് പറയാം. ആക്ച്വലി അത് ഓസിലേഷന്റെ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്, പക്ഷെ ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ.
Okay, a oscillation for or vibrations is defined as periodic and bounded motion of a body about fixed point. Vibration ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്നറിയോ? It has high frequency. അവിടെ frequency കൂടുതലായിരിക്കും. Okay, ഓസിലേഷൻസും വൈബ്രേഷൻസും തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓസിലേഷൻസിൽ ടു ആൻഡ് ഫ്രോ മോഷൻ കുറച്ചും കൂടെ പതുക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഇന്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഞാൻ വൈബ്രേഷൻ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റിപ്പീറ്റിംഗ് ആണ്, ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഫാസ്റ്റ് ആയിട്ട് റിപ്പീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി കൂടുതലായിരിക്കും, കമ്പാരിറ്റീവ്ലി ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ഹൈ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എന്തെന്ന് പറയും? വൈബ്രേഷൻസ് എന്ന് പറയും. ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓസിലേഷൻ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ആൻ ആക്സിസ്, റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അബൌട്ട് ആൻ ആക്സിസ് ആണ്. ആൻഡ് ഇവിടെ എന്തായിരിക്കും? ഓസിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും, ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. വൈബ്രേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ഓസിലേഷൻസും വൈബ്രേഷൻസും തമ്മിൽ ഉണ്ടാവുന്ന ഡിഫറൻസും കൂടെ നോക്കിക്കോളൂ. വൈബ്രേഷൻസിലാണ് ഓസിലേഷൻസിലാണെങ്കിൽ ഫ്രീക്വൻസി കുറവാണ്, ആൻഡ് വൈബ്രേഷനിലാണെങ്കിൽ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. റെഡി റെഡി ക്ലിയർ? ഓക്കെ ആണ്, സെറ്റ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ പീരിയോഡിക് ആൻഡ് ഓസിലേറ്ററി മോഷൻ. ഇതാണ് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ സെന്റൻസ് ആയിരുന്നു. ദാറ്റ് ഇസ് എവറി ഓസിലേറ്ററി മോഷൻ ഇസ് പീരിയോഡിക് ബട്ട് എവറി പീരിയോഡിക് മോഷൻ നീഡ് നോട്ട് ബി ഓസിലേറ്ററി. അല്ലെ, എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പീരിയോഡിക് മോഷൻ തന്നെ ഏതൊക്കെ വരുന്നുണ്ട്? റൊട്ടേഷൻ വരുന്നുണ്ട്, വൈബ്രേഷൻ വരുന്നുണ്ട്, ഓസിലേഷൻസ് വരുന്നുണ്ട്. സോ ഏത് കാറ്റഗറി വേണമെങ്കിലും ആവാം. പക്ഷെ ഓസിലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിന്റെ ഇടയിൽ വരുന്നതാണ്? എന്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്? പീരിയോഡിക് മോഷനിലെ ഇടയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം? ഓസിലേഷൻസ് എന്ന് പറയുന്നത് ഈസ് എ പീരിയോഡിക് മോഷൻ. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സർക്കുലർ മോഷൻ അല്ലെ, സർക്കുലർ മോഷൻ ആർ ദ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ ഇസ് എ പീരിയോഡിക് മോഷൻ ബട്ട് ഇറ്റ്സ് നോട്ട് ഓസിലേറ്ററി. ഇപ്പോൾ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു, അത് ഓസിലേഷൻസ് അല്ല, ബട്ട് അത് പീരിയോഡിക് ആണ് ബട്ട് നോട്ട് ബി ഓസിലേറ്ററി ട്ടോ. Okay, because the basic concept of to and fro motion about the main position for oscillatory motion is present here. Because എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to and fro motion ആയിരിക്കും ഓസിലേറ്ററി വരണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള മോഷൻ വരണം. അതില്ലാത്ത കേസ് എല്ലാം എന്താണ്? ദേ ആർ നോൺ ഓസിലേറ്ററി മോഷൻസ് ആണ്. ക്ലിയർ ക്ലിയർ സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് അതിന്റെ ഇമ്പോർട്ടന്റ് നോട്ട് നോക്കി നോക്കുക. There is no significant difference between oscillations and vibrations. Oscillations vibrations വലിയ വ്യത്യാസമൊന്നുമില്ല. Vibrations frequency small ആണെന്നുണ്ടെങ്കിൽ they are oscillations ആണ്, തൊട്ട് മുന്നേ പറഞ്ഞ അതേ സെയിം സംഭവം. And when frequency high ആണെന്നുണ്ടെങ്കിൽ it is vibrations. Ready clear? Yes. Then next എന്താണ്? Simple harmonic motion അല്ലെങ്കിൽ SHM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൽ ഞാൻ m മാസ് ഉള്ള ഒരു ബോഡിയാണ് അറ്റാച്ച് ചെയ്തു. അപ്പൊ ഇനീഷ്യലി അത് x=0 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കണേ. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മാസിനെ ഞാൻ കുറച്ച് പിടിച്ച് വലിച്ച് നീട്ടാണ്. ഒരു എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യണോ? ഞാൻ റൈറ്റിലേക്ക് പിടിച്ച് വലിച്ച് നീട്ടി എന്ന് വിചാരിക്കാം. ഒരു എക്സ് ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്തു? ഈ ബോക്സിനെ അല്ലെങ്കിൽ സ്പ്രിങ് ഉള്ള ഈ സംഭവത്തിന് ഒരു എക്സ് ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് പിടിച്ച് വലിച്ച് നീട്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫോഴ്സ് വിട്ടു. ഞാൻ പിടിച്ച് വലിച്ചത് അല്ലെങ്കിൽ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നീട്ടിയ ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്തു, കൈ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സ്പ്രിങ് നേരെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരില്ലേ? ആ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒറിജിനൽ പൊസിഷനിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണമല്ലോ. ആ ഫോഴ്സിനെയാണ് ഞാൻ എന്തെന്ന് പറയാ? അതിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാ. ഓൾസോ ആൻഡ് ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോൾ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പിടിച്ച് വലിച്ച് നീട്ടിയ ഡയറക്ഷന് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ള ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളൊരു സ്പ്രിങ് പിടിച്ച് വലിച്ച് നീട്ടുന്നു. അത് ആദ്യം ഇക്വിലിബ്രിയം പൊസിഷനിലായിരുന്നു, x=0 എന്ന് പറഞ്ഞ പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞാൻ ഫോഴ്സ് പിടിച്ച് നീട്ടുന്നു, ഫോഴ്സ് കൊടുക്കുന്നു, ബോഡി പിടിച്ച് നീട്ടുന്നു. നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അതെന്താ സംഭവം എന്നറിയോ? അതായത് ഞാൻ ചെറുതായിട്ട് പിടിച്ച് വലിച്ച് നീട്ടി, ഞാൻ കൈ വിട്ടു, തിരിച്ചു വന്നടിക്കും. ഞാൻ നല്ലോണം പിടിച്ച് വലിച്ച് നീട്ടി എന്ന് വിചാരിക്കാം. കുറച്ചധികം ഡിസ്റ്റൻസ് പിടിച്ച് വലിച്ച് നീട്ടി കഴിഞ്ഞ് കൈ വിട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിലായിരിക്കും, നല്ല പോലെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? തിരിച്ചു വന്നടിക്കുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വെറുതെ ഒരു റബ്ബർ ബാൻഡിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് അല്ലെങ്കിൽ മാസ് എന്തെങ്കിലും എടുത്ത് അടിച്ച് വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെറുതാക്കി പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നടിക്കുമ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ടാവില്ല. നമ്മൾ നല്ലോണം പിടിച്ച് വലിച്ച് നീട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വന്നടിക്കുമ്പോൾ നമുക്ക് നല്ല വേദന എടുക്കും അല്ലേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ഫോഴ്സ് അവിടെ കൂടും. സോ ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി കൂടുന്ന സമയത്ത്, നമ്മൾ കൊടുത്ത എക്സ്റ്റൻഷൻ കൂടുന്ന സമയത്ത് ഫോഴ്സും കൂടും, റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടും. സോ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്
ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഞാൻ അങ്ങോട്ട് പിടിച്ച് വലിച്ച് നീട്ടിയപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് തിരിച്ചിങ്ങോട്ടാണ്. ആണല്ലോ. therefore f is directly proportional to minus f is proportional to minus x ആണ്. സോ നമുക്കറിയാം, നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇടുന്നത് വലിയ ഇഷ്ടമല്ല. നമുക്ക് അതിന് ഇക്വേഷൻ സൈൻ ആക്കിയിട്ട് മാറ്റണം, ഈക്വൽ ആക്കി എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് f is equal to minus kx എന്ന് പറഞ്ഞിട്ട് വരും. f is equal to minus kx എന്ന് പറയും. ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ്, ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, SHM എന്ന് പറയാം. ദാറ്റ് ഇസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആക്ച്വലി ഹാർമോണിക് മോഷനിൽ തന്നെ പല റേഞ്ചസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ. ഹാർമോണിക് മോഷൻ പല ലെവലുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ സിമ്പിൾ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഹിയർ നമുക്ക് പറയാം, നമ്മൾ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്നുള്ളത് പോലെ തന്നെ ഫോഴ്സ് നമുക്ക് അറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണല്ലോ. അപ്പൊ വേണമെങ്കിൽ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന പോലെ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്നും പറയാം. അപ്പൊ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെയല്ലല്ലോ, ഞാൻ പഠിച്ചത് ഫോഴ്സ് അല്ലേ, അപ്പൊ എന്തുകൊണ്ട് അവിടെ ആക്സിലറേഷൻ വന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. നമുക്ക് അങ്ങനെയും പറയാം. ഓക്കെ, ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുതന്നെയാണ് ഇവിടെ നമ്മുടെ സിമ്പിൾ ഹാർമോണിക്കിന്റെ കണ്ടീഷൻ തന്നെയാണ്. സോ ആക്സിലറേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്, ദാറ്റ് ഇസ് ലെസ് ആംപ്ലിറ്റ്യൂഡ്, എനർജി ഇസ് കൺസേർവ്ഡ് ആൻഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ആൻഡ് അതിന്റെ ഓസിലേഷൻസിന്റെ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, ഓസിലേഷൻസിന്റെയും ട്രാൻസ്ലേഷൻസിന്റെയും. ഇപ്പോൾ എ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് റേസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ ഫോർ എൻ ഇസ് ഈക്വൽ ടു 1, 3, 5, 7, അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓസിലേഷൻ, ആൻഡ് ഈവൻ മൾട്ടിപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ട്രാൻസ്ലേഷൻ. റെഡി ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് നോക്കുക, അടുത്തത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. നമ്മൾ ഓൾറെഡി വേറൊരു ചാപ്റ്ററിൽ നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞ സംഭവമായിരുന്നു. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരു ബൗൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ഇതുപോലെ ഇരിക്കുന്ന ഒരു ബൗൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബൗളിന്റെ ഉള്ളിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു ബോൾ കൊണ്ടുവന്നിട്ടു, എന്നിട്ട് ചെറുതായിട്ട് ചെർക്ക് ചെയ്തു. എന്താ സംഭവിക്കുക? ഈ ബോൾ ഇങ്ങോട്ടും ഇങ്ങനെയും ഓസിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. പക്ഷെ അത് അവിടെ നിന്ന് ബോൾ പുറത്തേക്ക് താഴെ വീണ് പോവോ? ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കേസിൽ എനിക്ക് എന്ത് പറയാം, ഇങ്ങനത്തെ ഉള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം, സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. എന്നാൽ ഞാൻ ഈ ബൗൾ എടുത്തിട്ട് നേരെ കമഴ്ത്തി വെച്ചു, ഈ ബൗൾ നേരെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തടാ, കമഴ്ത്തി വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ ബോൾ കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അത് ഇപ്പുറത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് ഇപ്പുറത്തേക്കോ എങ്ങോട്ടേലും വീഴാൻ ചാൻസ് ഉണ്ട്. അവിടെ എന്തായിരിക്കും? അത് അൺസ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇരിക്കണം അല്ലേ? ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നുള്ളത് പറയാം. ഓക്കെ, സോ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജ് ആണ് ഉണ്ടായിരിക്കുക. അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എനർജി ഈസ് മിനിമം, എനർജി മിനിമം ആണ് കേട്ടോ. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം. കാരണം അവിടെ എലവേറ്റഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. ഇങ്ങനെ ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മിനിമം അല്ലേ നമ്മൾ പറയാ, ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മിനിമം അല്ലേ. അപ്പൊ ഡിപ്രസ്ഡ് റീജിയനിലാണെങ്കിൽ ഇറ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അവിടെ എനർജി മിനിമം ആയിരിക്കും. ഇങ്ങനെ എലവേറ്റഡ് ആയിട്ടുള്ള റീജിയനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? എനർജി ഈസ് മാക്സിമം. അവിടെ എനർജി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും വരാം. റെഡി അത് കാണുന്നില്ല അല്ലേ? ഓക്കെ, എനർജി ഈസ് മാക്സിമം, എനർജി മാക്സിമം ആണ് കേട്ടോ. ക്ലിയർ? റെഡി? ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കണു. ഓക്കെ, റെഡി. യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, അടുത്തത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അപ്പൊ നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു മാസ് അറ്റാച്ച് ചെയ്യണു, അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം പറഞ്ഞിട്ട് അതേ സെയിം സംഗതി തന്നെയാണ്. അപ്പൊ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണു? യെസ്, ആദ്യം ഇനീഷ്യലി സ്പ്രിങ് കൺസിഡർ ചെയ്യണു, ഒരു മാസുള്ള സ്പ്രിങ് കൺസിഡർ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ കുറച്ച് പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്തു, ഒരു എക്സ് ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് വലിച്ച് നീട്ടി. അതേപോലെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇതിനെ പിടിച്ച് കംപ്രസ് ചെയ്യാം കേട്ടോ. കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനായിട്ടുള്ള ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിചാരിക്കുക. ദിസ് ഇസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഞാൻ എക്സ് ഈക്വൽ ടു 0 നിന്നും ഇപ്പോൾ റൈറ്റിലേക്ക് ഒരു എക്സ് ഡിസ്റ്റൻസ് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എലോങ്ങേഷൻ ആണ്. ആൻഡ് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഒരു എക്സ് ഡിസ്റ്റൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കംപ്രഷൻ ആണ്. ഈ എല്ലാ കേസിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ കേസിലും എന്തുണ്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്
ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എക്സ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫ് ഡോട്ട് ഡി എക്സ് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള വർക്ക് ഡണ്ണും കിട്ടും കേട്ടോ. ഓക്കെ, റെഡി? യെസ്, ആണെങ്കിൽ അതും കൂടെ ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യണത് ദെൻ ബാക്കിയുള്ള കുറച്ച് കേസസ് കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. നോക്കൂ, അടുത്തത് പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. ഇനി നമ്മൾ ആക്ച്വലി എസ് എച്ച് എമ്മിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് എച്ച് എമ്മിന്റെ കേസിൽ കുറച്ചധികം ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചധികം ടേംസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഓസിലേഷൻ പറഞ്ഞപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മോഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലെ? ഇപ്പൊ ഒരു മോഷൻ, ഇപ്പൊ ഊഞ്ഞാലാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഊഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഊഞ്ഞാലാടുന്ന സമയത്ത് നമ്മൾ 2-3 പേരൊക്കെ കൂടി, ഇപ്പൊ നിങ്ങളുടെ സിബ്ലിങ്സ് ഒക്കെ കൂടി കളിക്കുന്ന സമയത്ത് ഊഞ്ഞാലാടുകയാണെങ്കിൽ നീ ഒരു 5 ആട്ടം ആടും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞാൻ ആടാം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അടുത്ത് ഞാൻ ഊഞ്ഞാലിൽ കയറുമെന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ ആ സമയം നമ്മൾ എങ്ങനെയുണ്ടാ, അതായത് ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ പോയി അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ യെസ് 1 ഓസിലേഷൻ. അതേപോലെ വീണ്ടും അവിടെ വരെ പോയി തിരിച്ച് ബാക്കിലേക്ക് വന്ന് തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് റൺ അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യെസ്, ഓസിലേഷൻസ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയും. അപ്പൊ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈമിനെ ഞാൻ എന്തെന്ന് പറയും? പീരിയഡ് എന്ന് പറയും. എത്ര സമയം കൊണ്ടാണ് അത് കവർ ചെയ്തത്, ഒരു മോഷൻ കവർ ചെയ്ത് കഴിഞ്ഞ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടൈം പീരിയഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ടൈം പീരിയഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ. 1 ഓസിലേഷൻ എടുക്കുന്ന ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഇസ് ടൈം പീരിയഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ടൈപ്പ് ഓസിലേഷൻസ് കൺസിഡർ ചെയ്യാണ്. ഓസിലേഷൻസിന് നമുക്കറിയാം, നമുക്കിപ്പോൾ സൈനസോയിഡൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സൈനസോയിഡൽ വേവ് ഫംഗ്ഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ സൈനസോയിഡൽ ഫംഗ്ഷൻസ് ആയിട്ട്, വേവ് ഫോം ആയിട്ട്, അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓസിലേഷൻ റെപ്രസെന്റ് ചെയ്യാം. കാരണം ടു ആൻഡ് ഫ്രോ മോഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ഓസിലേഷൻസ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയാണ്, ആൻഡ് സെക്കൻഡ് വൺ ഇങ്ങനെയാണ് മോഷൻ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് തമ്മിൽ എന്താ ഡിഫറൻസ്? ഫസ്റ്റ് വണ്ണിലാണെങ്കിൽ നമ്മുടെ സൈക്കിൾസ് നോക്കി നോക്കൂ. 1, 2, 3 നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട്. സെക്കൻഡ് വണ്ണിൽ എത്രയായിരിക്കും? രണ്ടാമത്തെ ഓസിലേഷനിൽ 1, 2, 3, 4, 5, 6 നമ്പർ ഓഫ് ഓസിലേഷൻസ് ഉണ്ട്. ഇത് രണ്ടും 1 സെക്കൻഡ് ടൈം ഇന്റർവെല്ലാണ്. 1 സെക്കൻഡ് ടൈം ഇന്റർവെല്ല് ഫസ്റ്റത്തെ ഓസിലേഷനിൽ എത്രയാണ്? 3 നമ്പർ ഓഫ് സൈക്കിൾസ് കവർ ചെയ്തു. ആൻഡ് അടുത്തത് 1 സെക്കൻഡിനുള്ളിൽ ഞാൻ രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ഓസിലേഷൻ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വണ്ണിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 6 നമ്പർ ഓഫ് ഓസിലേഷൻസ് കവർ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? അവിടെ ഏതിലായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഉണ്ടാവുക? 6ലാണ്. അപ്പൊ ഇത് തന്നെയാണ് ആക്ച്വലി ഫ്രീക്വൻസി ഉണ്ടാവുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. പെർ സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്രീക്വൻസി എന്ന് പറയാം. റെഡി? ആൻഡ് ഈ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ടൈം പീരീഡ്. ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു 1/t. എഫ് എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ന്യൂ ഇസ് ഈക്വൽ ടു 1/t, അല്ലെങ്കിൽ ടിയും ഫ്രീക്വൻസിയും ഇൻവേഴ്സ് റിലേഷൻ, രണ്ടും എങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാം. ഓക്കെ, ടി ഇസ് ഈക്വൽ ടു 1/new, ന്യൂ ഇസ് ഈക്വൽ ടു 1/t എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. Okay, so time period എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ time taken for 1 oscillation, and frequency എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ number of oscillations per second ആയിരിക്കും. And ഒരു ആളും കൂടി പഠിക്കാനായിട്ടുണ്ട്, that is angular velocity. Angular velocity omega എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ which is equal to, നമുക്കറിയാം എപ്പോഴും വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ്? വെലോസിറ്റി is equal to distance divided by time ആണ്. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എത്ര കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നറിയോ? 360 ഡിഗ്രി ആയിരിക്കും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഓസിലേഷനിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് 2π ആംഗിൾ ആയിരിക്കും കവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. 360 ഡിഗ്രി ആയിരിക്കും കവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ എനിക്ക് എന്ത് പറയാം? 2π ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈം ഇസ് ടൈം പീരിയഡ്. therefore 2π/t എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t എന്ന് പറയാം, അല്ലെങ്കിൽ 1/t എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ എഫ് ആണ്. therefore ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്ന് പറയാം. ആൻഡ് ഇതിനൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം നോക്കി പോവാം കേട്ടോ. ദാറ്റ് ഇസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണെന്നുണ്ടെങ്കിൽ t ഇസ് ഈക്വൽ ടു എന്താ വരിക? t ഇസ് ഈക്വൽ ടു 2π/ω വരും. t ഇസ് ഈക്വൽ ടു 2π/ω വരും. ദെൻ അങ്ങനെയാണെങ്കിൽ f ഇസ് ഈക്വൽ ടു ω/2π വരും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ രണ്ട് ഇക്വേഷൻസ് ആകെ കൂടെ പഠിച്ചാൽ മതി. ആ രണ്ട് ഇക്വേഷൻസിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസ് എഴുതാം. ഓൾസോ ഈ ഇക്വേഷനും നോക്കാം. ന്യൂ ഈക്വൽ ടു 1/t അല്ലെങ്കിൽ t ഈക്വൽ ടു 1/2π.
എഫ് അല്ലെങ്കിൽ 1/nu എന്ന് പറയുന്ന ഇക്വേഷൻ കൂടെ നോക്കാം. റെഡി ആണോ? സെറ്റ് ആണോ? പറഞ്ഞ കാര്യം ടേംസ് ക്ലിയർ ആയി വെച്ചിരിക്കണം. ഇനി ഒരു സംഭവം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടായിരിക്കും. സോ പീരിയഡ് ഇസ് ദ സ്മോളസ്റ്റ് ഇന്റർവൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഇസ് റിപ്പീറ്റഡ്. മോഷൻ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ടൈം പീരിയഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ആൻഡ് ഫ്രീക്വൻസി ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് സെക്കൻഡിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് frequency എന്ന് പറയുന്നത്. It is the reciprocal of time period t and it is represented by the simple nu. The relation between nu and t is nu is equal to 1/t. And ബാക്കിയുള്ള ഇക്വേഷൻസും നിങ്ങൾ നോക്കി വെക്കേണ്ട ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്കെ. A nurse in a hospital noted for the patient the heart was beating 75 times in a minute. ഒരു മിനിറ്റിൽ 75 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി, ഫൈൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്. അതിന്റെ ഫ്രീക്വൻസിയും ടൈം പീരീഡും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ് അല്ലേ? നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം പീരീഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയാ? നമ്പർ ഓഫ് ഓസിലേഷൻസ് 75 ടൈംസ് ഇൻ എ മിനിറ്റ് അല്ലേ? ഇൻ എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എത്രയാണ്? 60 സെക്കൻഡ്സ് ആണ്. സോ 75/60 ആയിരിക്കും ഫ്രീക്വൻസി വരിക. ഇതിനെ നേരെ റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടൈം പീരീഡും കിട്ടും. ദാറ്റ് 60/75 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് കിട്ടും. അത്രേ ഉള്ളൂ. ദെൻ അതിനെ വീണ്ടും ഡെസിമൽ പോയിന്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എഴുതാം. ഡിവൈഡ് ചെയ്തിട്ട് 5ന്റെ മൾട്ടിപ്പിൾസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ സർക്കുലർ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഇസ് പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. And simple harmonic but not periodic. Periodic and simple harmonic, neither periodic nor simple harmonic. നിങ്ങൾക്കറിയാം സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പീരിയോഡിക് ആണോ? പീരിയോഡിക് ആണോ? പീരിയോഡിക് ആണ്. ബിക്കോസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് ആണ്. സോ ദ ഓസിലേഷൻ ആണോ അല്ലെങ്കിൽ SHM ആണോ? SHM ആണോ? SHM അല്ല. SHM ആവണമെങ്കിൽ അവിടെ ടു ആൻഡ് ഫ്രോ മോഷൻ വരണം. അപ്പൊ ഇവിടെ നമുക്ക് ടു ആൻഡ് ഫ്രോ ഇല്ല. ബട്ട് ഈ യൂണിഫോം സർക്കുലർ മോഷന്റെ കേസിൽ തന്നെ പ്രൊജക്ഷൻ ടു എന്നുള്ള ടേം എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഇറ്റ് ഇസ് പീരിയോഡിക് അല്ലെ? പ്രൊജക്ഷൻ ടു ദ ഡയാമീറ്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ അവിടെ ഡയാമീറ്ററിന് എബൌട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രൊജക്ഷൻ ടു ദ ഡയാമീറ്റർ വരുമ്പോൾ ഫ്രണ്ട് ടു ആൻഡ് ഫ്രോ മോഷൻ വരുന്നുണ്ട്. ആൻഡ് വെറുതെ യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പോയോണ്ടേ ഇരിക്കണുള്ളൂ. അവിടെ ടു ആൻഡ് പ്രൊമോഷൻ ഇല്ല. എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പീരിയോഡിക് ബട്ട് നോട്ട് SHM എന്ന് പറയുന്നത് വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ. സോ ഇറ്റ് ഇസ് പീരിയോഡിക് ആൻഡ് നോട്ട് SHM. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി, ക്ലിയർ, ഓക്കെ ആണ്, സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് SHM. ഇവിടെ തന്നിട്ടുള്ളത് ഏതായിരിക്കും SHM അല്ലാത്തത്? ഓക്കെ, നമ്മൾ പറഞ്ഞു സൈനസോയിഡൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ ആയിട്ടോ കോസ് ഫംഗ്ഷൻ ആയിട്ടോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് y is equal to a cos omega t, y is equal to a sin omega t, y is equal to a sin 3 omega t and y is equal to a e raised to kt. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഫസ്റ്റ് എല്ലാം സൈനസോയിഡൽ കോസ് ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് an SHM and y is equal to a e raised to kt അല്ലേ? ഇവിടെ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എന്തല്ല? ഇറ്റ് ഇസ് നോട്ട് SHM. അത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുള്ളൂ. ഇതിങ്ങനെ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് പോവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സൈനസോയിഡൽ ആയിട്ട് എഴുതാം. ഇത് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ ടു ആൻഡ് ഫ്രോ മോഷൻ ഇല്ല. therefore ഇറ്റ് ഇസ് നോട്ട് SHM ട്ടോ. ഓക്കെ, യെസ്. ദെൻ എന്താണ് SHM-ന്റെ എക്സ്പ്രഷൻ ആണ് പറയുന്നത് നോക്കാം. കൺസിഡർ പാർട്ടിക്കിൾ ഓസിലേറ്റിംഗ് ടു ആൻഡ് ഫ്രോ. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ടു ആൻഡ് ഫ്രോ മോഷൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനിലാണെന്നുണ്ടെങ്കിൽ ദ ഒറിജിൻ ഓഫ് ദ എക്സ് ആക്സിസ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് പ്ലസ് എ ആൻഡ് മൈനസ് എ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, നമുക്കറിയാം അതിന്റെ പൊസിഷൻ എഴുതണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, x = 0 എന്ന് പറയുന്ന പൊസിഷൻ. അതായത് ആ ബോഡി നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കുന്ന ആ ഒരു പൊസിഷനാണ്. അതായത് അങ്ങോട്ടും ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനെയാണ് x = 0 പൊസിഷനാണ് നമ്മുടെ മെയിൻ പൊസിഷൻ. ഓക്കെ, ഞാൻ അതിന് രണ്ട് എൻഡിലും ഓരോ പോയിന്റ് എടുത്തിട്ട് സപ്പോസ് ദിസ് പോയിന്റ് ഇസ് A ആൻഡ് ദിസ് പോയിന്റ് ഇസ് B ആണെന്നുണ്ടെങ്കിൽ ഈ x = 0 പറഞ്ഞുള്ള പൊസിഷനിൽ നിന്നും ആ ബോഡിക്ക് മാക്സിമം റൈറ്റിലേക്ക് B വരെയും പോവാം, ലെഫ്റ്റിലേക്ക് A വരെയും പോവാം അല്ലെ? അപ്പൊ അതിനുണ്ടാവുന്ന അല്ലെങ്കിൽ OA അല്ലെങ്കിൽ OB എന്ന് പറയുന്നതാണ് എന്ത് വരുന്നത്? ഇവിടെ O എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് ഞാൻ O എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ OA അല്ലെങ്കിൽ OB എന്ന് പറയുന്നതാണ് എന്തുണ്ടായിരിക്കുക? അതിന്റെ മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ടായിരിക്കാം. സോ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള OA അല്ലെങ്കിൽ OB അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് is the amplitude. അതാണ് ആ മാക്സിമം അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷൻസ്. അതിന് എക്സ്ട്രീം പൊസിഷൻ A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതാണ് രണ്ട് എക്സ്ട്രീം പൊസിഷൻ, രണ്ട് സൈഡിലേക്കുള്ള എക്സ്ട്രീം പൊസിഷൻസ്. ആ എക്സ്ട്രീം പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് വരിക? അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനാണ് എപ്പോഴും നമ്മൾ എന്തെന്ന് പറയുക? യെസ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റെഡി? ഇനി സപ്പോസ് ഞാനിവിടെ
സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഒ സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും, അതൊരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങോട്ട് അത് നീങ്ങി എന്ന് വിചാരിക്കാം. മാക്സിമം എക്സ്ട്രീം പൊസിഷൻ വരെ പോയില്ല. ഇപ്പൊ സി എന്ന് പറയുന്ന പോയിന്റ് വരെ മൂവ് ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആ ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഓസിലേഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ ഓരോ സംഗതികളും എന്താന്നുള്ളത് നോക്കാം. എക്സ് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണ്, വെർ എ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്. എ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ആണ്. ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആംഗുലർ ഫ്രീക്വൻസി ഓർ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഓക്കെ. ആൻഡ് ഫൈവ് ഇസ് ദ ഇനീഷ്യൽ ഫേസ്. എന്താ ഇനീഷ്യൽ ഫേസ്? ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുന്നേ അത് എത്രയോ ഒരു ആംഗിൾ കവർ ചെയ്തതിന് ശേഷമാണ് ഈ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഇനീഷ്യലി അത് എത്രയോ ഡിസ്റ്റൻസും അല്ലെങ്കിൽ എത്രയോ ഒരു ആംഗിൾ കവർ ചെയ്ത് വന്നു, എന്നിട്ട് വീണ്ടും മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇനീഷ്യലി മൂവ് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് നമ്മൾ ഫൈവ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഇനീഷ്യൽ ഫേസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ. ആൻഡ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒന്നിച്ചില്ലേ, ഈ സൈനിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ഒരു ഒന്നിച്ചുള്ള സംഗതി, അതായത് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന സംഗതി, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. അതിനൊന്നിച്ച് പറയുന്ന പേരാണ് ഫേസ്. റെഡി ക്ലിയർ? യെസ്, അത്രയേ ഉള്ളൂ. വേറെ എ ഒമേഗ ആൻഡ് ഫൈവ് ആർ കോൺസ്റ്റന്റ്. എയും ഒമേഗ ഫൈവ് ഒക്കെ കോൺസ്റ്റന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാനായിട്ട് ഓരോ കണ്ടീഷൻ വൈസ് ആയിട്ട് നോക്കാം. ഇഫ് മോഷൻ ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം മെയിൻ, ദെൻ ഫൈൻഡ് ദ ഇനീഷ്യൽ ഫേസ് ആൻഡ് ഇക്വേഷൻ ഓഫ് SHM. മോഷൻ മെയിൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ SHMന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതിന്റെ ഇനീഷ്യൽ ഫേസ് എന്തായിരിക്കും? ഇനീഷ്യൽ ഫേസ് നമുക്ക് പറയാം 0 ആണ്. കാരണം അത് മെയിൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി അങ്ങോട്ട് മൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഫേസ് ആംഗിൾ ഫൈവ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ x ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആയിരുന്നു. ആൻഡ് ഫ്രം മെയിൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഫൈവ് എന്തായിട്ട് മാറും? 5 0 ആയിരിക്കും. ഇനീഷ്യലി മൂവ് ചെയ്തിട്ടില്ല, ഇനീഷ്യലി അങ്ങോട്ടും മൂവ് ചെയ്തിട്ടില്ല. therefore ആംഗിൾ x is equal to a sin omega t എന്ന് മാത്രം വരും. a sin omega t എന്ന് മാത്രം വരും. റെഡി ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഓക്കെ നമ്മൾ എപ്പോഴാണ് സൈൻ ഫംഗ്ഷൻ ചൂസ് ചെയ്യുക, എപ്പോഴാണ് കോസ് ഫംഗ്ഷൻ ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ x equal to a sin omega t plus 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ x equal to a cos omega t plus 5 എന്ന് വേണമെങ്കിലും. രണ്ട് ഫംഗ്ഷനും എന്തിനെ റെപ്രസെന്റ് ചെയ്യാം? SHM നെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എപ്പോഴാണ് നമ്മൾ സൈൻ എടുക്കുക, എപ്പോഴാണ് കോസ് എടുക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോളോ. നമുക്ക് പറയുമ്പോൾ ഇപ്പൊ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ പൊസിഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, മെയിൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതും. എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് നമുക്ക് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ പൊസിഷൻ, ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ മോഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നറിയോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ പോയി പിന്നെ തിരിച്ച് എയിലേക്ക് വന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. ഇതൊരു ടൈപ്പ് ഓഫ് മോഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓയിലേക്ക് കവർ ചെയ്ത് പിന്നെ വീണ്ടും ബിയിലേക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ പോയി തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ ഓസിലേഷനും ഉണ്ട്, മെയിൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ ഓസിലേഷൻസും ഉണ്ട്. ഇപ്പൊ മെയിൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സൈൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതും. ആൻഡ് എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ് ഫംഗ്ഷൻ ആയിട്ട് എഴുതും. അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതണേന്നറിയോ? എഴുതുന്നു എന്നുള്ളത് പറയണം, പക്ഷെ എന്തുകൊണ്ടാണെന്നറിയോ? എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, സൈൻ വേവിന്റെ വേവ് അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷന്റെ വേവ് ഈ ഒരു ഫോമിലും, കോസ് വേവ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയുമാണ് അല്ലെ. ഇപ്പൊ ഇവിടെ x ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നല്ലേ സൈൻ ഫംഗ്ഷനെ നമ്മൾ x ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുക. x ഈക്വൽ ടു 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സൈൻ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് മെയിൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സൈൻ ഫംഗ്ഷൻ. ആൻഡ് കോസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് നോക്കൂ? എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. x ഈക്വൽ ടു a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. സോ അതുകൊണ്ടാണ് എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കോസ് ഫംഗ്ഷനും മെയിൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിട്ട് എഴുതുക? സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് എഴുതാട്ടോ. SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്തായിട്ട് എഴുതണമായിരുന്നു? a cos omega t എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. a cos omega t plus 5 ആയിരുന്നു, 5 0 ആവുന്ന കേസിൽ a cos omega t എന്നാണ് എഴുതാൻ വേണ്ടിയിട്ട്. റെഡി ക്ലിയർ ആണ്? ഓക്കെ ആണ്? സെറ്റ് ആണെന്ന് വിചാരിക്കണു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സംഭവം നോക്കി നോക്കൂ. ഇഫ് ദ മോഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം എക്സ്ട്രീം, ഇപ്പൊ മോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ട്രീം ആണ്, പ്ലസ് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രം ദ ഇനീഷ്യൽ ഫേസ് ആൻഡ് ഇക്വേഷൻ ഓഫ് SHM, അതിന്റെ ഇനീഷ്യൽ ഫേസും SHM എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം, ജനറലി നമുക്ക് a sin omega t plus 5 എന്നാണല്ലോ എഴുതുക.
എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ് എഴുതുക. എക്സ്ട്രീം പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? എ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. എ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടാണ് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ, ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താ വരിക? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ആണ് വരിക. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താ വരിക? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് വരും. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നേരെ വീണ്ടും നിങ്ങൾ ആംഗിളും കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടാമത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. സിംപ്ലി ഈ ഒരൊറ്റ സംഗതി ആലോചിച്ചാൽ മതി. റെഡി ക്ലിയർ? യെസ്. Then next നോക്കിക്കോളൂ. If the motion is starting from x is equal to a by 2, x equal to a by 2 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. x equal to a by 2 നിന്നും സ്റ്റാർട്ട് ചെയ്യാലോ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫേസും സംഭവം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x equal to a sin omega t plus phi ആണ് നമ്മൾ എഴുതുക. അപ്പോൾ x is equal to a sin phi എന്ന് വിചാരിച്ചിട്ട് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ a by 2 is equal to അറ്റ് ടൈം t is equal to 0. ടൈം t is equal to 0-ല് എനിക്ക് എന്ത് എഴുതാം? x is equal to a sin omega t plus phi ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. t is equal to 0 ആവുന്ന സമയത്ത്, t equal to 0 ടൈമിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇനീഷ്യൽ എത്ര മൂവ് ചെയ്തു, ഇനീഷ്യൽ ആയിട്ടുള്ള ഫേസ് കണ്ടുപിടിക്കണം, ഫൈ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ടൈം t is equal to 0 കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ t is equal to 0-ല് എനിക്ക് എന്ത് പറയാം? x is equal to a sin phi ആണ്. ഓക്കെ, ഹിയർ നമുക്കറിയാം എ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ 2 അല്ലേ. സോ എക്സിന് ഞാൻ എ ബൈ 2 കൊടുത്തു. എ ബൈ 2 ഇസ് ഈക്വൽ ടു എ സൈൻ ഫൈ എന്ന് പറയാം. എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടാവുന്ന എ കട്ട് ചെയ്ത് കളയാം. ഈ എ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ സൈൻ ഫൈ ഇസ് ഈക്വൽ ടു എന്താ വരികടാ? സൈൻ ഫൈ ഇസ് ഈക്വൽ ടു 1/2 വിച്ച് ഇംപ്ലൈസ് ഫൈ നമുക്ക് ഇവിടുന്ന് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഫൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ ഏത് ആംഗിൾ ചെയ്താലോ 1/2 കിട്ടുക? സൈൻ ഏത് ആംഗിൾ ചെയ്താലോ 1/2 കിട്ടുക? അതായത് സൈൻ 30 ഡിഗ്രി. ഓക്കെ, സൈൻ 30 ഡിഗ്രി ഇസ് 1/2. ദെർഫോർ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/6 അല്ലെങ്കിൽ 30 ഡിഗ്രി കേട്ടോ. π/6 എന്ന് പറയാം റേഡിയനിൽ, അല്ലെങ്കിൽ ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ 30 ഡിഗ്രി. റെഡി ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? SHMന്റെ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് a sin omega t plus phi, a sin omega t plus 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യെസ്, ഇക്വേഷൻ എഴുതാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കൂടെ താഴെ എഴുതി വയ്ക്കുക. ദാറ്റ് ഇസ് x is equal to a sin omega t plus 30 അല്ലെങ്കിൽ omega t plus π/6 റേഡിയനിലാക്കിയിട്ടുള്ള ഇക്വേഷൻ എഴുതി മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതുക. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനും ആൻഡ് ഫൈൻ്റെ ഇക്വേഷനും ഇവിടെ എഴുതി വയ്ക്കുക. റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തത് എന്താ പറയുന്നത്? ടൈം ടേക്കൺ ഫ്രം മെയിൻ പൊസിഷൻ ടു എക്സ് ഈക്വൽ ടു എ. മെയിൻ പൊസിഷൻ നിന്നും എക്സ് ഈക്വൽ ടു എയിലേക്ക് ഉണ്ടാവുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജനറലി ഞാൻ ഇപ്പോൾ മോഷൻ എക്സ് ഈക്വൽ ടു 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. നമുക്ക് ഓസിലേഷൻ എങ്ങനെ എഴുതാമെന്ന് അറിയോ? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നറിയോ? അതായത് എക്സ് ഈക്വൽ ടു 0 നിന്ന് എക്സ്ട്രീം പൊസിഷൻ എക്സ് ഈക്വൽ ടു എ വരെ പോകുന്നു, പിന്നെ തിരിച്ച് മെയിൻ പൊസിഷനിലേക്ക് വരുന്നു, വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എക്സ്ട്രീം പോകുന്നു, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഓസിലേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ എല്ലാ പോയിന്റിലും, ഈ പോയിന്റ്സിലൊക്കെ എന്താണ്? ഈ പോയിന്റ്സിലൊക്കെ എക്സ് ഈക്വൽ ടു 0 ആണ്. ഈ പോയിന്റിലൊക്കെ എക്സ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഈ പോയിന്റിലൊക്കെ എക്സ് ഈക്വൽ ടു എന്താണ്? ഇവിടെ പ്ലസ് എയും ഇവിടെ മൈനസ് എയും ആണ്. ഇതാണ് നമ്മളൊരു ഓസിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫ്രം മെയിൻ പൊസിഷൻ ടു എക്സ് ഈക്വൽ ടു എ. മെയിൻ പൊസിഷനിൽ നിന്നും എക്സ് ഈക്വൽ ടു എ വരെ പോകുന്ന ടൈം എത്രയാണ്? മെയിൻ പൊസിഷൻ നിന്ന് എക്സ് ഈക്വൽ ടു 0 നിന്നും എ വരെ പോകുന്ന ടൈം എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എക്സ് ഈക്വൽ ടു എ എന്നാണ് തന്നിരിക്കുന്നത്. എ വരെയല്ലേ പോണേ, അതുകൊണ്ട് ഞാൻ എക്സിന് എ കൊടുത്തു. എ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന എ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സൈൻ ഒമേഗ ടി 1 ആണെന്നുണ്ടെങ്കിൽ ഒമേഗ ടി ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ചെയ്യുക. ദാറ്റ് ഇസ് സൈൻ π/2. ഒമേഗ ടി അവിടുത്തെ ആംഗിൾ π/2. ഒമേഗ ടി എത്രയായിരിക്കും വരിക? π/2 ആയിരിക്കും വരിക. അപ്പോൾ ഒമേഗ ടി π/2 ആണെന്നുണ്ടെങ്കിൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒമേഗ ടി ഇസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. എ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി വരും. എ എനിക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. എയും എയും തമ്മിൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? നമുക്ക്
ദാറ്റ് ഇസ് സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 5/2 ആണ്. സോ ടി ആണ് അവിടുത്തെ ടൈം പീരീഡ്, ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ 5/2 ഡിവൈഡഡ് ബൈ ഒമേഗ ചെയ്യാം. 5/2 ഡിവൈഡഡ് ബൈ ഒമേഗ ചെയ്യാം. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 5/2 ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2π/t ആണ്. 2π/t ആണ്. ഓക്കെ, നേരെ റെസിപ്രോക്കൽ ഇടുക. സോ ടി ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു t/2π എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ഉണ്ടാവുന്ന പൈ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. പൈ കട്ട് ചെയ്ത് കളയാം. therefore t is equal to ടൈം പീരീഡ് t is equal to എന്താ വരിക 4t എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. യെസ്, t is equal to സ്മോൾ t ടൈം പീരീഡ് അല്ല വേണ്ടത്, സ്മോൾ t തന്നെയാണ് പറയുക. സ്മോൾ t is equal to t/4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അവിടെ ടൈം പീരീഡിന്റെ 1/4 പോർഷൻ ആയിരിക്കും അവിടെ എടുക്കുന്ന ടൈം പീരീഡിന്റെ 1/4 പോർഷൻ ആയിരിക്കും ഫ്രം 0 ടു ഫസ്റ്റ് എക്സ്ട്രീം പൊസിഷൻ വരെ എത്താൻ വേണ്ടിയിട്ടുള്ള എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ t/4 ആണ്. റെഡി അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഫ്രം മെയിൻ പൊസിഷൻ ടു x ഈക്വൽ ടു a/2. നേരത്തെ പോലെ തന്നെ മെയിൻ പൊസിഷനിൽ നിന്ന് x ഈക്വൽ ടു a/2 വരെ പോകാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കണം. ഇവിടെയും എന്ത് ചെയ്യാം, a/2 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, a സൈൻ ഒമേഗ ടി എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണു, a കട്ട് ചെയ്ത് പോയി. സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ. സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു π/6. ഒമേഗ ടി ഈസ് ഈക്വൽ ടു എഴുതാം, ഒമേഗ ടി ഈസ് ഈക്വൽ ടു π/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രി ആണ്. സൈൻ 30 ഡിഗ്രി ആണ് 1/2 എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ ടി ഈസ് ഈക്വൽ ടു π/6. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു π/6 ഒമേഗ ആണ്. ദാറ്റ് ഈസ് π/6 ഇൻറ്റു t/2π. പൈ കട്ട് ചെയ്ത് പോയി t/12 വരും. സോ എത്ര ടൈം എടുക്കുക, ടൈം എന്ന് പറയുന്നത് ടൈം പീരീഡിന്റെ 1/12 പോർഷൻ ആയിരിക്കും. ക്ലിയർ റെഡി സെറ്റ് ആണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇങ്ങനെ ഓരോ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി x ഈക്വൽ ടു -a നിന്നും -a/2 വരെയാണ് പോയെന്ന് വിചാരിക്കാം. -a നിന്ന് -a/2 വരെ പോയെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും t is equal to t/6 അല്ലെങ്കിൽ 2t/12 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അല്ലെങ്കിൽ അതർവൈസ് t/6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കണ്ടീഷൻ കൊടുത്തിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ഒന്ന് എന്ത് ചെയ്യുക, വരച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇതൊന്ന് അനലൈസ് ചെയ്തു. ഇപ്പൊ x ഈക്വൽ ടു 0 പൊസിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സ്ട്രീം പൊസിഷൻ വരെ പോകണം. അതായത് x is equal to 0 മുതൽ x equal to a വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, t/4 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് അതിന്റെ ഹാഫ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് t/12. x equal to a/2 വരെ t/12. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3/12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക, t/4 ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് അടുത്ത ഹാഫ് വരെ, അതായത് x equal to a മുതൽ ഇവിടെ a/2 വരെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്ത് വരും, 5t/12 ആണ്. ഹിയർ ഇറ്റ് ഇസ് 5/12 ആണ്, 5t/12 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഈ a/2 മുതൽ x equal to 0 ഇങ്ങോട്ടും കൂടെ തിരിച്ചുകൂടെ വരണം അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് x equal to a നിന്ന് ഇവിടേക്ക് വരെ വരാൻ വേണ്ടിയിട്ട് 6t/12 ആണ്. അതുപോലെ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും പോവാം. -a വരെ എടുക്കുന്നത് ഇറ്റ് ഇസ് 9t/12 ആണ്. 9t/12 ആണ്. റെഡി, അതേപോലെ നേരെ തിരിച്ച് വീണ്ടും ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇറ്റ് ഈസ് അഗെയിൻ ടൈം പീരീഡ്. അതിനാലാണ് ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ആക്കുക. 12t/12 എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഇസ് ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ വരെ പോയി ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് 12t. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റയടിക്ക് പറയാം, ഇവിടെ വരെ പോയി ഇങ്ങോട്ട് തിരിച്ചു വരണത് ഇവിടെ വരെ എടുക്കാൻ വേണ്ടിയിട്ട് t/2 അല്ലെ. 6t/12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഇത് ആക്ച്വലി വരുന്നത്, എത്രയാണെന്ന് അറിയോ, t/2 ആണ് കേട്ടോ. ദാറ്റ് ഇസ് t/2. ഇതാണ് ഹാഫ് ഓസിലേഷൻ വരിക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പകുതിയും കൂടെ ആയിക്കഴിഞ്ഞാൽ മൊത്തം ടൈം പീരീഡ് ടി ആവും. ഇനി ഇതിന്റെ അഗെയിൻ ഒരു ഹാഫ് ആണല്ലോ a/2. അവിടെ എടുക്കുമ്പോൾ t/2ന്റെ വീണ്ടും ഹാഫ് t/4 വരും. ഇപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഉണ്ടാവുന്ന മീൻസ് 9t/12 അല്ലേ, ദാറ്റ് ഇസ് 3t/4 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, 3/4 ടൈംസ് ഓഫ് ടി ആയിരിക്കും, മുക്കാലായിരിക്കും ഉണ്ടാവുക. ഇവിടെ അര, ഇവിടെ കാല്, ഇവിടെ അര, അവിടെ മുക്കാല്, കംപ്ലീറ്റ് 1. ഓക്കെ, ആ രീതിയിൽ ആലോചിക്കാം. ഓക്കെ, റെഡി, ക്ലിയർ, യെസ്.
സോ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്താം. അതായത് t = 0 മുതൽ ഇവിടെ കാൽഭാഗം, ഇവിടെ ഫുൾ അരഭാഗമായി, ഇനി ഇവിടെ നിന്ന് മുക്കാൽ ഭാഗം, ഇവിടെ ഫുൾ ഭാഗം. ഓക്കെ, ടൈം പീരീഡ് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ടൈം പീരീഡ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസും നോക്കുക. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, എ പാർട്ടിക്കൽ മൂവ് സച്ച് ദാറ്റ് ആക്സിലറേഷൻ ഇസ് ഗിവൺ ബൈ a is equal to -4x. The period of oscillation എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ അറിയോ? ആക്സിലറേഷൻ a is equal to -ω²x ആണ്. ആക്സിലറേഷൻ a is equal to -ω²x ആണ്. ദാറ്റ് ഈസ് ω²ന്റെ സ്ഥാനത്താണ് എന്ത് കിടക്കണേ? 4 കൊടുക്കണേ അല്ലേ? അപ്പൊ ω² is equal to 4 ആണെങ്കിൽ എനിക്ക് ω is equal to എന്താ വരിക? 2 ആണ് വരിക. നമുക്ക് വേണ്ടത് ടൈം പീരീഡ് അല്ലേ? ടൈം പീരീഡിന്റെ ഇക്വേഷൻ t is equal to 2π/ω ആണ്. സോ 2π/2 ചെയ്യുക. 2π/2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ആണ്. പൈ ആയിരിക്കും. 5 seconds ആയിരിക്കും വരിക. 5 seconds, that is option 1. Option 1 is the right answer. Ready? Set അല്ലേ? Okay അല്ലേ? Yes. Then next question നോക്കിക്കോളൂ. നെക്സ്റ്റ് എന്താണ്? യെസ്, പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആണ് പറയുന്നത്. സോ പൊസിഷന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആൻഡ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എങ്ങനെയാണ് എഴുതാന്നുള്ളത് നോക്കാം. ഇപ്പൊ പൊസിഷൻ x is equal to a sin ωt plus phi. ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വേണമെങ്കിൽ കോസ് ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതാം, സൈൻ ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതാം. ഇപ്പൊ കോസ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളതാണ് ഞാൻ എഴുതണേ. സൈൻ ഫംഗ്ഷൻ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തന്നെ എഴുതി നോക്കിക്കോളൂ. അപ്പൊ x is equal to എന്താ ഇതാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ബിക്കോസ് വെലോസിറ്റി v is equal to നിങ്ങൾക്ക് അറിയാം dx/dt ആണ് അല്ലേ? അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? a sin ωt plus phi നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a into cos ωt, അപ്പൊ -a cos of ωt plus phi എന്ന് പറഞ്ഞിട്ട് a cos of ωt plus phi എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് ഇൻ കേസ് നിങ്ങൾ കോസ് ഫംഗ്ഷൻ ആയിട്ട് എഴുതിയെന്നുണ്ടെങ്കിൽ -a sin of ωt plus phi എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. അതിന് നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആ ഇക്വേഷനും കിട്ടും. ആൻഡ് വീന്റെ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഈ വീനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഇസ് ഇതിന് തന്നെ വീണ്ടും ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ വീണ്ടും ഡെറിവേഷൻ ഞാൻ എഴുതുന്നില്ല. ω × √a² - x² വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വി ഗോട്ട് ദ വെലോസിറ്റി. അപ്പോൾ മിക്കപ്പോഴും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ആവശ്യം വരിക. മറ്റേ ഇക്വേഷനും മനസ്സിലാക്കി വെക്കുക. x = a sin ωt plus phi വരികയാണെന്നുണ്ടെങ്കിൽ a cos ωt plus phi ആയിരിക്കും. cos ωt plus phi ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ടെങ്കിൽ -a sin of ωt plus phi ആയിരിക്കും വരിക കേട്ടോ. റെഡി? ദെൻ നെക്സ്റ്റ് ഇതിന്റെ കുറച്ച് കേസസ് പറയാം. കേസ് 1 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇഫ് x is equal to 0 പൊസിഷനും വരാം, മീൻ പൊസിഷനും വരാം. ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനും വരാം. അതായത് x = a എന്ന് പറയുന്നത് +or - a എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനും വരാം. അപ്പൊ x = 0 എന്ന് പറയുന്ന മീൻ പൊസിഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി ഇക്വേഷൻ എന്തായിരിക്കും അറിയോ? ഒന്നുമില്ല, വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് അറിയാലോ, ω × √a² - x² ആണ്. അതിൽ x-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ω × √a² ആണ്. സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സെയിം നമ്പർ വരും. അപ്പൊ ω × a വരും കേട്ടോ. അപ്പോൾ v is equal to ω × √a² - 0. ദാറ്റ് ഇസ് v is equal to ω × √a², ദാറ്റ് ഇസ് ω a എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദിസ് ഇസ് എ മാക്സിമം വെലോസിറ്റി. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാക്സിമം വെലോസിറ്റി കേട്ടോ. ദിസ് ഇസ് മാക്സിമം. അപ്പോൾ മാക്സിമം വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? x = 0 എന്ന് പറയുന്ന മെയിൻ പൊസിഷനിലാണ് വെലോസിറ്റിന്റെ വാല്യൂ മാക്സിമം കിട്ടുക. ഇനി കേസ് 2 x = 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ v is equal to ω × √a² - a². x-ന് a കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a² - a² അവിടെ മൊത്തം 0 ആയിട്ട് പോകും. റെഡി? യെസ്. ഇനി എന്ത് ചെയ്യുക? ഇനി നേരെ ഇതേപോലെ തന്നെ ഈ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും ആണല്ലോ. സോ ആക്സിലറേഷൻ a is equal to എനിക്ക് എന്ത് പറയാം? dv/dt ആണ് അല്ലേ? അതായത് d/dt ഓഫ് aω cos ωt plus phi. അപ്പോൾ aω cos ωt plus phi നെ ഞാൻ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? a × ω × -sin of ωt plus phi into ω കിട്ടും. അതായത് -aω² sin of ωt plus phi അല്ലേ? ഇതിലുണ്ടാവുന്ന ഈ ആളതിനെ നമുക്കറിയാം. a sin ωt plus phi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഇസ് x. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ പൊസിഷന്റെ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ a is equal to -ω²x എന്ന് പറഞ്ഞിട്ട് കിട്ടും. -ω²x എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ ഇക്വേഷൻ വരിക. സിമിലർലി ആക്സിലറേഷൻ നമുക്ക് രണ്ട് ഡിഫറെന്റ് കേസസ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് കേസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x = 0 എന്ന് പറയുന്ന പൊസിഷനും ഉണ്ട്. ആൻഡ് കേസ് 2 ഇറ്റ് ഇസ് x is equal to a എന്ന് പറയുന്ന പൊസിഷനും ഉണ്ട്.
ഓക്കെ ഓക്കെ. എക്സ് ഈക്വൽ ടു 0 എന്താ വരിക? ആക്സിലറേഷൻ എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ 0 വരിക. എക്സ് ഈക്വൽ ടു എ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് മാക്സിമം ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം കിട്ടുന്നത് എക്സ്ട്രീം പൊസിഷനിലായിരിക്കും, ആൻഡ് മിനിമം അല്ലെങ്കിൽ 0 കിട്ടുന്നത് മെയിൻ പൊസിഷനിലായിരിക്കും. റെഡി റെഡി ക്ലിയർ റെഡി. യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക അതിന്റെ ഓസിലേഷൻസ് ഓഫ് പാർട്ടിക്കിൾ ഓൾ ദ വാരിയബിൾസ് ഇൻ ദ കേസ് ഓഫ് എക്സും ബിയും എയും ആക്സിലറേഷൻ്റെ കേസിൽ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ സൈൻ ഫംഗ്ഷൻ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എഴുതിയതായിരുന്നു അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക ആ ഇക്വേഷൻ എഴുതിയത് വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്താ എഴുതിയേ? എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ടാണല്ലോ എഴുതിയത്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ ആയിട്ട് വേണം ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് ഞാൻ വരച്ചു. ദെൻ വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എ ഒമേഗ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആയിരുന്നു. സോ കോസ് ഫംഗ്ഷൻ ആയിട്ട് വേണം എന്തിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്? യെസ്, നമ്മുടെ വെലോസിറ്റിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓൾസോ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഒമേഗ ആയിരിക്കും. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എ ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ആക്സിലറേഷൻ ആണെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇത് അഗെയിൻ സൈൻ ഫംഗ്ഷൻ ആയിട്ട് വരയ്ക്കണം, പക്ഷെ നെഗറ്റീവ് ആക്സിസിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എ ആയിരിക്കും. ഓക്കെ ഓക്കെ. റെഡി റെഡി ക്ലിയർ സെറ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ ആണ്, സെറ്റ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാനുള്ള സംഗതികൾ നിങ്ങൾ വായിച്ചു വെക്കുക. അതായത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിയും ആക്സിലറേഷനും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ദേ ഷോ ഹാർമോണിക് വേരിയേഷൻസ് വിത്ത് ടൈം ഹാവിംഗ് ടൈം പീരീഡ് ടി. ഹാർമോണിക് വേരിയേഷൻസ് ആണ്, അതായത് സൈൻ ഫംഗ്ഷൻ ആയിട്ടും കോസ് ഫംഗ്ഷൻ ആയിട്ടും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ വെലോസിറ്റി ആംപ്ലിറ്റ്യൂഡ് ഈസ് ഒമേഗ ടൈംസ് ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ? യെസ്, വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒമേഗ എ ആയിരിക്കും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വെലോസിറ്റി കിട്ടണമെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ എ ആണ് വരിക. ആൻഡ് ആക്സിലറേഷൻ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഒമേഗ സ്ക്വയർ ടൈംസ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആയിരുന്നു. ദാറ്റ് ഇസ് ഒമേഗ സ്ക്വയർ എക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇൻ എസ് എച്ച് എം വെലോസിറ്റി ഇസ് അഹെഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ഫേസ് ആംഗിൾ പൈ ബൈ ടു. എസ് എച്ച് എമ്മിൽ വെലോസിറ്റി എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ ടു ആംഗിളിൽ ഫ്രണ്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. എസ് എച്ച് എമ്മിൽ ആക്സിലറേഷൻ ഇസ് അഹെഡ് ഓഫ് വെലോസിറ്റി ബൈ ഫേസ് ആംഗിൾ ഓഫ് പൈ ബൈ ടു. ഓൾസോ ഇൻ എസ് എച്ച് എം ആക്സിലറേഷൻ ഇസ് അഹെഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ഫേസ് ആംഗിൾ ഓഫ് പൈ. അതായത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ വരച്ചുള്ള ഗ്രാഫിൽ നിന്ന് അനലൈസ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. ആ സംഗതികൾ നോക്കി വെക്കുക. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് എസ് എച്ച് എം along y axis which is presented by y is equal to 10 sin pi t by 4 pi by 4 into t. Okay, phase a particle at t is equal to 2 second. t is equal to 2 second എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, phase of the particle at t is equal to 2 seconds അതിന്റെ phase എത്രയായിരിക്കും? ചെയ്യാം. എങ്ങനെയാ വരാം? at t is equal to 2 second, at t is equal to 2 second എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വരിക? y is equal to 10 sin pi into 2 by 4 അല്ലേ? ദാറ്റ് ഈസ് പൈ ബൈ 2. പൈ ബൈ 2 ആണ് വരിക. ദാറ്റ് ഈസ് y is equal to 10 sin pi by 2 എന്ന് പറഞ്ഞിട്ട് അല്ലേ? സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ? സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഇസ് y is equal to 10 ആയിരിക്കും വരിക. സോ ഫേസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തൊട്ട് കൊടുക്കുക? 10 is equal to 10 sin pi t by 4 ആണ് അല്ലേ? ദാറ്റ് ഈസ് സൈൻ pi t by 4 is equal to 1. That is pi t by 4 is equal to sin inverse of 1. Pi t by 4 is equal to sin inverse of 1. That is pi by 2. That is t is equal to time. അതിൻ്റെ അപ്പം വേണമെങ്കിൽ ടൈം പീരീഡ് കൂടി കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ pi by 2 ആയിരിക്കും ആംഗിൾ വരിക. pi by 2 ആയിരിക്കും ആംഗിൾ വരിക. pi by 2 ആയിരിക്കും ആംഗിൾ വരിക. pi by 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. വേണമെങ്കിൽ ഇൻ കേസ് ഇങ്ങനത്തെ t ചോദിച്ചിട്ടുണ്ടെങ്കിൽ t ഈ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. t is equal to pi by 2 into 4 by pi വരും അല്ലേ? ദാറ്റ് ഈസ് പയ്യും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 by 2 2 seconds. വെരിഫൈ ചെയ്തു. റെഡി. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് എസ് എച്ച് എം along y axis as its motion is described by the equation y is equal to 2 plus 10 sin 5 pi t.
ഇങ്ങനെയാണ് എക്സ്പ്രഷൻ തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചിരിക്കണം. ജനറലി ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയോ? അതായത് എക്സ് ഈക്വൽ അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു y0 പ്ലസ് എ സൈൻ ഒമേഗ ടി എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. y ഇസ് ഈക്വൽ ടു y0 പ്ലസ് എ സൈൻ ഒമേഗ ടി എന്നാണ്. എപ്പോഴും നമുക്ക് സൈൻ ഫംഗ്ഷന്റെ ഒപ്പമാണ് വേണ്ടത്. സൈൻ ഫംഗ്ഷന്റെ മുന്നിലുള്ള ആളായിരിക്കും ആക്ച്വലി എന്ത് വരിക, ആംപ്ലിറ്റ്യൂഡ് വരിക. ഇവിടെ സൈൻ ഫംഗ്ഷന്റെ മുന്നിലുള്ള ആൾ ആരാണ്? 10 ആണ്. അപ്പോൾ 10 ഇസ് ദ റൈറ്റ് ആൻസർ. 10 ആയിരിക്കും നമ്മുടെ എന്ത് വരുന്നുണ്ടായിരിക്കുക, ആംപ്ലിറ്റ്യൂഡ് വരുന്നുണ്ടായിരിക്കുക. റെഡി 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 ക്ലിയർ. Then next നോക്കിക്കോളൂ. For a particle executing SHM, amplitude is A and time period is capital T, then maximum speed എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം Vmax ആണ് maximum speed, which is equal to omega A ആണ്. omega A ആണ്. അപ്പോൾ ഒമേഗയെ നമ്മൾ ടൈം പീരീഡിന്റെ ടേമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒമേഗ is equal to 2pi by T into A ആണ്. So 2pi A by T. 2pi A by T. 2pi A by T. That is option 4 is the right answer. Ready? Yes. Then next question നോക്കൂ. യെസ്, നെക്സ്റ്റ് നമുക്ക് നേരെ SHM-ലേക്ക് പോവാം. എനർജി ഇൻ SHM-ലേക്ക് പോവാം. എനർജി ഇൻ SHM നോക്കുക. എന്താണ് എനർജി ഇൻ SHM? എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം എനർജി ജനറലി നമ്മൾ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. ഹാഫ് mv² ആണ്. നമുക്കറിയാം ഇവിടെ SHM-ന്റെ വിന്റെ ഇക്വേഷൻ ഈസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ അതിന്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. ഈ m ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ? നമുക്കറിയാം നമ്മൾ ഈ SHM-ന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് k/m is equal to omega square എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ k/m is equal to omega square ആണ്. ദാറ്റ് ഇസ് k is equal to എനിക്ക് എന്ത് പറയാം? m omega square ആണ് എന്നുള്ളത് പറയാം. k is equal to m omega square ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന m omega square ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? യെസ്, k എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി is equal to ഹാഫ് k into a square minus x square എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. ഇതാണ് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ ഓക്കെ, ഇതിനും എനിക്ക് രണ്ട് ഡിഫറെൻറ്റ് കേസസ് കൺസിഡർ ചെയ്യാം. അത് വെച്ചിട്ട് എനിക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് കേസസ് ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ x ഈക്വൽ ടു 0 പൊസിഷനും x ഈക്വൽ ടു a എന്ന് പറയുന്ന എക്സ്ട്രീം പൊസിഷനും. x ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മുടെ വെലോസിറ്റിന്റെ അതേ സെയിം തന്നെയാണ് വരിക കേട്ടോ. വെലോസിറ്റി എവിടെയാണോ 0 വന്നേ അവിടെ തന്നെയാണ് കൈനറ്റിക് എനർജി 0 വരിക. വെലോസിറ്റി എവിടെയാണോ മാക്സിമം വന്നേ അവിടെ തന്നെയാണ് കൈനറ്റിക് എനർജി മാക്സിമം വരിക. അപ്പോൾ x ഈക്വൽ ടു 0 വരുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്തായിരിക്കും വരിക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് k a സ്ക്വയർ വരും. ദാറ്റ് ഈസ് മാക്സിമം ആണ്. ദിസ് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി. ഓക്കെ, x ഈക്വൽ ടു a വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ x ഈക്വൽ ടു a കൊടുക്കാം. a സ്ക്വയർ മൈനസ് a സ്ക്വയർ അവിടെ 0 ആയിട്ട് പോകും. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി 0. അവിടെ കൈനറ്റിക് എനർജി എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാലോ. ഗ്രാഫ് എങ്ങനെ കിട്ടാം? ഒന്നുമില്ല, ഇതേപോലെ x ഈക്വൽ ടു 0 പൊസിഷൻ വരയ്ക്കുക. x ഈക്വൽ ടു ഒരു പോസിറ്റീവ് എക്സ്ട്രീമം, x ഈക്വൽ ടു മൈനസ് എന്ന് പറയുന്ന നെഗറ്റീവ് എക്സ്ട്രീമം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വാല്യൂസ് മാർക്ക് ചെയ്യുക. അതായത് മെയിൻ പൊസിഷനിൽ മാക്സിമം വേണം, എക്സ്ട്രീം പൊസിഷനിൽ മിനിമം ആയിരിക്കും. സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നറിയോ? ഈ ഒരു ഷേപ്പ് വരും. കൈനറ്റിക് എനർജിന്റെ ഗ്രാഫ് വരാം. ഓക്കെ, ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ കൈനറ്റിക് എനർജി. ഇനി ഇതേപോലെ പൊട്ടൻഷ്യൽ എനർജി എഴുതാം. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിയർ ഓൾസോ P is equal to പൊട്ടൻഷ്യൽ എനർജി is equal to എന്താ വരിക? ഹാഫ് k x സ്ക്വയർ ആണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഹാഫ് k നമുക്ക് m ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഹാഫ് m ഒമേഗ സ്ക്വയർ x സ്ക്വയർ എന്നും പറയാം. ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, റെഡി. ഇതിൻ്റെയും രണ്ട് കേസസ് എടുക്കാം. ഇവിടെയും കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ്. എക്സിന്റെ വാല്യൂന്ന് അതേപോലെ തന്നെ എടുത്തു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സോ കേസ് 1 x is equal to 0 പൊസിഷൻ ഉണ്ട്, x equal to a എന്ന് പറയുന്ന എക്സ്ട്രീം പൊസിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ x equal to 0 പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും വരിക? which is equal to 0, and x equal to a എന്ന് പറയുന്ന പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, which is equal to ഹാഫ് k a സ്ക്വയർ ആണ്. ദിസ് ഇസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. ഇവിടെയും ഗ്രാഫ് വരയ്ക്കാലോ. സിമ്പിൾ അല്ലേ? സോ എന്ത് ചെയ്യുക? x ഈക്വൽ ടു 0 പറഞ്ഞ പൊസിഷൻ കൊടുക്കുക. x ഈക്വൽ ടു a എന്ന് പറയുന്ന പോസിറ്റീവ് എക്സ്ട്രീമം ആൻഡ് x ഈക്വൽ ടു മൈനസ് a എന്ന് പറയുന്ന നെഗറ്റീവ് എക്സ്ട്രീമം. ഈ രണ്ട് കേസസിൽ നോക്കി നോക്കൂ. ഗ്രാഫ് എവിടെയാ വരാം?
എക്സ് ഈക്വൽ ടു സീറോയില് എന്തായിരിക്കും? യെസ്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. 0 മാർക്ക് ചെയ്തു. എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. സോ ആ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ മാക്സിമം മാർക്ക് ചെയ്യുക. സോ ഇങ്ങനെയാണ് യു ഷേപ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ടോട്ടൽ എനർജി അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി കിട്ടും. മെക്കാനിക്കൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ കിട്ടുക? ടോട്ടൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഞാൻ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈക്വൽ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് കെ എ സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ രണ്ടും ഒരേപോലുള്ള സംഗതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല, നമ്മൾ വേഗം അങ്ങോട്ട് വെട്ടിക്കളയും അല്ലേ? അപ്പോൾ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got the total energy which is equal to half k a square. എന്താ വരിക? ഹാഫ് കെ എ സ്ക്വയർ ആണ് വരിക. ഓക്കെ, സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇപ്പൊ മെയിൻ പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും എക്സ്ട്രീം പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ടോട്ടൽ എനർജി ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എല്ലാ കേസിലും ടോട്ടൽ എനർജി സെയിം ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 പൊസിഷൻ ഉണ്ട്, എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോസിറ്റീവ് എക്സ്ട്രീമം, എക്സ് ഈക്വൽ ടു മൈനസ് എ എന്ന് പറയുന്ന നെഗറ്റീവ് എക്സ്ട്രീമം. ആ പോയിന്റിൽ ഞാൻ ആദ്യം എന്തിനു വരയ്ക്കാൻ പോവാണ്? കൈനറ്റിക് എനർജിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. കൈനറ്റിക് എനർജി നിങ്ങൾക്ക് അറിയാം ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നു. സോ മെയിൻ പൊസിഷനിൽ മാക്സിമം ആയിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാഫ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദിസ് ഇസ് ഫോർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആ ഷേപ്പിലാണ് കൈനറ്റിക് എനർജി വരിക. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? യെസ്, യു ഷേപ്ഡ് ആയിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ യു ഷേപ്ഡ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി മാർക്ക് ചെയ്യാം. ദിസ് ഇസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് കെ എ സ്ക്വയർ എന്ന് പറയുന്ന മാക്സിമം വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ എനർജി. സോ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ദിസ് ഇസ് ടോട്ടൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. റെഡിയാണ്? ക്ലിയർ ആണ്? ഓക്കെ ആണെന്ന് വിചാരിക്കണു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. യു ഷേപ്പ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. റെഡി? യെസ്. അപ്പം അത്രയേ ഉള്ളൂ എനർജീൻ്റെ കേസ്. എനർജി ഇൻ എസ് എച്ച് എം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, അറ്റ് വാട്ട് ഡിസ്പ്ലേസ്മെന്റ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത് ഏത് ഡിസ്പ്ലേസ്മെന്റിലാണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഓക്കെ. യെസ്, വെരി ഗുഡ് ക്രിസ്റ്റീന. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആണ് മോളെ. ഓക്കെ, നോക്കാം. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത് ഏത് ഡിസ്പ്ലേസ്മെന്റ്? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. എഗെയിൻ നമ്മൾ ഒരേപോലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെട്ടിക്കളയണം. ദാറ്റ് ഇസ് ഹാഫ് കെ വെട്ടിക്കളഞ്ഞു. ദാറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. അപ്പോൾ ഒരേപോലുള്ള ആളുകളെ എനിക്ക് ഒന്നിച്ച് എഴുതി. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് സ്ക്വയർ. അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ദാറ്റ് ഇസ് 2x സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ എക്സ് അല്ലേ വേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 ആണ്. സോ ഇതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ദാറ്റ് ഇസ് എ ബൈ റൂട്ട് 2. സോ എ ബൈ റൂട്ട് 2 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുക? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ഉണ്ടാവുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൊസിഷൻ മനസ്സിലാക്കി വെക്കണം കേട്ടോ. റെഡി? ദെൻ നെക്സ്റ്റ് ടൈം പീരീഡ് ഓഫ് എസ് എച്ച് എം ആണ്. സോ ഫോഴ്സ് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എനർജി മെത്തേഡ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. സോ ടൈം പീരീഡ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 2π ഒമേഗ ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ആക്ച്വലി മൈനസ് കെ ബൈ എം ആണ് വരിക. അത് വെച്ചിട്ടും എഴുതാം. ഓക്കെ, ഇപ്പോൾ 2π റൂട്ട് കെ ബൈ എം ദാറ്റ് ഇസ് 2π റൂട്ട് എം ബൈ കെ എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. T is equal to 2π root omega ആണ്. That is 2π k by m. That is 2π root m by k. Yes. Then next നോക്കുക ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിലും. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. സിമ്പിൾ പെൻഡിലത്തിന് ടൈം പീരീഡ് അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ ബോർഡ് എക്സാമിൽ പഠിക്കുന്നതാണ്. സോ എഗെയിൻ ആ ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു എന്താ വരിക? 2π റൂട്ട് എൽ ബൈ ജി ആണ്. 2π റൂട്ട് എൽ ബൈ ജി ആണ്. വേർ എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ആൻഡ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇനി നമുക്ക് കുറച്ചധികം കണ്ടീഷൻസ് വെച്ചിട്ട് പറയണം.
സപ്പോസ് ഇറ്റ് ഈസ് അപ്വേർഡ് ആക്സിലറേഷനിലാണ്, മൂവിങ് അപ്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ എ ആണ്. നമ്മൾ ലിഫ്റ്റിന്റെ കേസിൽ പറഞ്ഞില്ലേ, ലിഫ്റ്റിന്റെ കേസിൽ പറഞ്ഞ അതേപോലെ ആലോചിച്ച് നോക്കുക. ലിഫ്റ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജി എഫക്റ്റീവ് ജി എന്തായിട്ട് എഴുതാം, ജി പ്ലസ് എ ആയിട്ട് എഴുതാം. ഇപ്പോൾ താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ എ ആണെന്നുണ്ടെങ്കിൽ ജി മൈനസ് എ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എഴുതുക, യെസ് എഫക്റ്റീവ് ജി എഴുതുന്നുണ്ടായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ യെസ് അത് കേബിൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീ ഫോൾ ആണെന്ന് വിചാരിക്കുക. ഫ്രീ ഫോൾ ആവുന്ന കേസിൽ ആക്സിലറേഷൻ ജിനോട് ഈക്വൽ ആയിരിക്കും, ജി മൈനസ് ജി എഫക്റ്റീവ് ജി കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0 കിട്ടും. ആ കേസിൽ നമ്മൾ ടൈം പീരീഡ് 0 ആയിട്ട് കൊടുക്കുക. സോ നോക്കാം ഇവിടുത്തെ കേസിൽ സപ്പോസ് ഇറ്റ് ഈസ് അപ്വേർഡ് ആക്സിലറേഷൻ ആണെങ്കിൽ ടൈം പീരീഡ് ഇക്വേഷൻ എന്താണ്, 2π√L/G + A ആണ് കേട്ടോ. ജനറൽ ആയിട്ട് L/G എഫക്റ്റീവ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ജി എഫക്റ്റീവ് അപ്വേർഡ് ആകുമ്പോൾ G + A, താഴേക്ക് ആകുമ്പോൾ G - A എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ 2π√L/G - A. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ ഹൊറിസോണ്ടൽ ആക്സിലറേഷനിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ദാറ്റ് ഇസ് 2π√L/√G² + A² വരും. ഹൊറിസോണ്ടൽ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ വരിക, 2π√L/√G² + A² എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇക്വേഷൻ വരിക. റെഡി ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് സംഭവം സിമ്പിൾ പെൻഡിലാണ്. സിമ്പിൾ പെൻഡലത്തിന്റെ കേസിൽ കുറച്ച് എക്സ്ട്രാ കണ്ടീഷൻസ് നമുക്ക് പറയാനായിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഇസ് T is equal to 2π√L/G ആണ്. ഇഫ് ലെങ്ത് L is large, L ലാർജ് ആണ് എന്നുണ്ടെങ്കിൽ, Lന്റെ വാല്യൂ ലാർജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ കുറച്ചൊരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് T is equal to 2π√1/G into 1/L plus 1/R വരും. ദാറ്റ് ഇസ് ടൈം പീരീഡിന്റെ റേഷ്യോ കൂടെ വന്നിട്ട് 1/2 Δ/L/L ആണ് എന്നുള്ള സംഭവം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. യെസ്. ദെൻ നെക്സ്റ്റ് ടൈം പീരീഡ് ഓഫ് പെൻഡുലം ഓൺ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷൻ മാത്രം നോക്കുക. T is equal to 2π√L/G plus QE/M. QE/M എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതാണ്. കാരണം നമുക്കറിയാലോ ജനറലി നമ്മൾ പറയുന്നുണ്ടായിരിക്കുക F is equal to QE ആണ്, അതുപോലെ F is equal to MA ആണ്. അതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷൻ ഇക്വേഷൻ ഏതാണ്, A is equal to QE/M എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ആ ആക്സിലറേഷൻ ആണ് G plus A എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് 2π√L/G എഫക്റ്റീവ് ആണ്. എല്ലാ കേസിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക L/G plus QE/M എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആക്സിലറേഷൻ ഇസ് QE/M ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യെസ് ഫിസിക്കൽ പെൻഡിലാണ്. ഫിസിക്കൽ പെൻഡലത്തിന്റെ കേസിലും T is equal to 2π√L/G minus QE/M എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ എഫക്റ്റീവ് G താഴേക്കാണെന്നുണ്ടെങ്കിൽ G - A എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നുണ്ടായിരിക്കുക. therefore √L/G minus QE/M എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ കോമൺ പെൻഡുലത്തിന്റെ കേസിലാണ്. കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ കേസിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. T is equal to 2π√I/G/MD where I എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ കേട്ടോ. P is equal to 2π√I divided by GMD. ഓക്കെ. ഐ എന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. അതായത് I is equal to mk² ആണെന്നുള്ള സാധനം പഠിച്ചു വയ്ക്കാം. മറ്റേത് മാസ് M ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ടൈം പീരീഡ് ഓഫ് എ സ്പ്രിങ്ങിന്റെ കേസിൽ ഉണ്ടാകുന്ന ടൈം പീരീഡ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ സ്പ്രിങ് എന്ത് ചെയ്യണു, അങ്ങോട്ട് എക്സേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻ T is equal to 2π√M/K ആണ്. 2π√M/K ആണ്. അവിടെ 2π/ω എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHMന്റെ അതേ സെയിം ഡെറിവേഷൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടുത്തെ കേസിൽ ω is √K/M ആണ്. അത് മുകളിലേക്ക് ഇടുമ്പോഴാണ് 2π√M/K എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതായത് ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ വരിക, T is equal to 2π/ω ആണ്. ഹിയർ ω is equal to √K/M and therefore T is equal to 2π√M/K. ഓക്കെ റെഡി സെറ്റ് അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. അടുത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. യെസ്. SHMന്റെ കേസിൽ സ്പ്രിങ്ങിന്റെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് സ്പ്രിങ് വരും. ഇപ്പൊ എല്ലാ കേസിലും നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2π√L/G എഫക്റ്റീവ് ആണ് ചെയ്യേണ്ടത്. എല്ലാ കേസിലും G എഫക്റ്റീവ് വെച്ചിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഉണ്ടാകുന്ന T is equal to 2π√M effective divided by K ആയിരിക്കും വരിക. വേറെ M effective എന്ന് പറഞ്ഞിട്ടില്ല. എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, which is equal to M1 M2 divided by M1 M2 divided by M1 plus M2 വരും കേട്ടോ.
m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ് m എഫക്റ്റീവ് വരിക. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ് കിട്ടും. ആൻഡ് ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിലും എന്ത് വരും? ടൈം 2π റൂട്ട് സ്പ്രിങ്ങിന്റെ കേസിലാണല്ലോ 2π റൂട്ട് m/k എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക? യെസ്, ടൈം പീരീഡ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഹിയർ ഓൾസോ 2π റൂട്ട് m/k ആണ്. വേർ 2π റൂട്ട് m പ്ലസ് i/r², ബിക്കോസ് നിങ്ങൾക്ക് അറിയാം i is equal to mr² ആണ്. അതിൽ നിന്നും എഫക്റ്റീവ് m കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് m പ്ലസ് i/r² വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് സ്പ്രിംഗ് ആൻഡ് മാസ് സിസ്റ്റത്തിന്റെ കേസിൽ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് കേസ് നിങ്ങൾ നോക്കുക, സ്പ്രിംഗ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ചേഞ്ച് വരിക? അവിടെ ഉണ്ടാവുന്ന കെന്റെ വാല്യൂ, അതായത് സ്പ്രിംഗ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂസ് വേണം അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ടും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ t = 2π റൂട്ട് m/k എഫക്റ്റീവ് ആണ്. കെ എഫക്റ്റീവിന്റെ വാല്യൂ എന്തായിരിക്കും അറിയോ? നമ്മൾ കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ പഠിച്ചിട്ടില്ലേ? ആ കപ്പാസിറ്ററിന്റെ കോമ്പിനേഷന്റെ അതേപോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അതായത് അവിടെ 1/c is equal to 1/c1 plus 1/c2 എന്ന് പറഞ്ഞ പോലെ ഇവിടെ 1/k is equal to 1/k1 plus 1/k2 വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കെ എഫക്റ്റീവ് is equal to k1k2/k1 plus k2 എന്നിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് പാരലൽ കോമ്പിനേഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെയും ടൈം പീരീഡ് 2π റൂട്ട് m/k എഫക്റ്റീവ് ആണ്. അവിടെ കെ എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ടുള്ളത് k1 plus k2, സീരീസ് അല്ല, യെസ്, പാരലൽ ആയിട്ടുള്ളത് k1 plus k2, എഫക്റ്റീവ് ആയിട്ടുള്ള k എന്ന് പറയുന്നത്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാരലൽ കണക്ഷൻ ആൻഡ് സീരീസ് കണക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചിട്ടുള്ള കോമ്പിനേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് സൂപ്പർ പൊസിഷൻ ഓഫ് 2 ഓസിലേഷൻ, 2 ഓസിലേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ പൊസിഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. നമ്മൾ എപ്പോഴും സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന്റെ വെക്ടർ സം എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ x1 is equal to a sin omega t, x2 is equal to a sin omega t plus phi എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് x1 plus x2 ചെയ്താൽ മതി. a sin omega t plus a sin omega t plus phi എന്ന് പറയുന്ന ഇക്വേഷൻ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫൈനൽ ഇക്വേഷൻ കിട്ടും. അത്രയും ചെയ്താൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ ആണ്. ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇപ്പൊ ഇനീഷ്യലി ഒരു സംഭവം ഇങ്ങനെയായിരുന്നു ഓസിലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ പതുക്കെ ഇത് ഓസിലേറ്റ് ചെയ്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വരികയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡാമ്പിംഗ് എന്ന് പറയുന്നുണ്ടായിരിക്കുക. സോ ഇക്വേഷൻ എന്താണ്? f is equal to -kx minus bv എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ടേമും കൂടെ അവിടെ വരും Poisson equation. So ma into t is equal to -kx minus bv into t. That is damping in the displacement equation വരുന്നുണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x of t is equal to a into e raised to minus bt by 2m into cos of omega t plus phi എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, a e raised to minus bt by 2m into cos of omega t plus phi എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻ നോക്കി വെച്ചോളൂ കേട്ടോ. റെഡി? യെസ്. Then next case is Poisson oscillation. Poisson oscillation ഉണ്ടാവുന്ന equation നോക്കുക. md square x by dt square plus b dx by dt plus kx which is equal to f0 cos of omega t plus phi എന്ന് പറഞ്ഞിട്ടാണ് അവിടെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. റെഡി? Then Poisson oscillationന്റെ ഒരു കേസ് ആണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിന്റെയും ആക്ച്വലി അവിടെ ഉണ്ടാവുന്ന രണ്ടും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റെസൊണൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ റെസൊണൻസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് വാട്ട്? സ്പെഷ്യൽ കേസ് ഓഫ് Poisson oscillation. Poisson oscillation ഒരു സ്പെഷ്യൽ കേസ് ആണ് എന്തെന്ന് പറയുന്നത്? യെസ്, റെസൊണൻസ് എന്ന് പറയുന്നത്. റെഡി? ഓക്കെ ആണ്, സെറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ് വേവ്സ് എന്ന് പറയുന്നത്. സോ വേവ്സ് വരുന്ന സമയത്ത് നോക്കി വെക്കാം. വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം it's a mode of energy transfer in which energy is transferred but there is no transfer of medium. ഒന്നുമില്ല, ഈ മാറ്റർ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവില്ല, എനർജി മാത്രം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫർ ആണ് ആക്ച്വലി വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോൾ ഒരു പേപ്പർ ചുരുട്ടി ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഈ സംഭവം മൂവ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അത് കാരണം ഉണ്ടാവുന്ന എനർജി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അതിങ്ങനെ മുകളിലേക്കും താഴേക്കും അതേ സെയിം പൊസിഷനിൽ കടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് ഇസ് വേവ്സ്. അവിടെയാണ് വേവ്സിൽ എനർജി ട്രാൻസ്ഫർ ആണ് നടക്കുന്നുണ്ടായിരിക്കുക. മെയിൻലി നമുക്ക് 3 ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്. മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്, മാറ്റർ വേവ്സ് ഉണ്ട്. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്തുണ്ടായിരിക്കും? വിച്ച് റിക്വയർസ് എ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യെസ്, മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ആണോ? റെഡി? യെസ്. ആൻഡ് മെക്കാനിക്കൽ വേവ്സ് ഇസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2. They are transverse waves and longitudinal waves.
And next, electromagnetic waves ഉണ്ട്. Electromagnetic waves which doesn't require a medium for their propagation. അതിന് എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. Electromagnetic waves ആണ്. EM waves an example ആണ് നമുക്കറിയാം. Yes. RMI ലക്ഷ്യ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, UV റേഡിയേഷൻസ് ഉണ്ടായിരിക്കും, ആൻഡ് എക്സ്റേസ് ആൻഡ് ഗാമ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ആൻഡ് വാട്ട് ഇസ് മാറ്റർ വേവ്സ്? മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ മാറ്റർ വേവ്സ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേ ഇവിടെ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കുക. മെക്കാനിക്കൽ വേവ്സ് റിക്വയർസ് എ മെറ്റീരിയൽ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. മീഡിയം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദെയർ മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ, അപ്പോൾ സൗണ്ട്, വാട്ടർ വേവ്സ്, സൗണ്ട് വേവ്സ് ഉണ്ടായിരിക്കും, വാട്ടർ വേവ്സ് ഉണ്ടായിരിക്കും, വേവ്സ് ത്രൂ സ്പ്രിംഗ്, അതൊക്കെ എന്താണ്? മെക്കാനിക്കൽ വേവ്സ് ആണ്. ഓക്കെ, യെസ്. Then next EM waves ആണ്, അല്ലെങ്കിൽ electromagnetic waves do not require a medium for their propagation. അവിടെ എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. They do not require a medium for their propagations and they can travel through vacuum. എക്സാമ്പിൾ ആണ് എക്സ്റേസ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, UV ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ആൻഡ് മാറ്റർ വേവ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ സച്ച് ആസ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ ഈ സബാറ്റമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ മാറ്റർ വേവ്സ് എന്ന് പറയുക. റെഡി അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. If the particles of the medium which vibrating perpendicular to the direction of propagation. ഒന്നുമില്ല. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കാം. ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുക. എന്നിട്ടാണ് നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കും? ഇതേപോലെ സൈനസോഡലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേവ്സിൽ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക അല്ലേ? ഇപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഇത്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, റെഡി, ക്ലിയർ ആണ്? ഓക്കെ, ആൻഡ് yes, mechanical waves are of two types, that they are transverse wave and longitudinal waves. And transverse waves എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? The particles and of the medium which vibrates or oscillate perpendicular to the direction of propagation. Okay, if we given അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജനലിന്റെ കമ്പിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ സ്ട്രിങ് ഞാൻ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ഒരു എൻഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നമ്മളൊരു ജനലിന്റെ കമ്പിയിൽ ടൈ ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഞാൻ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റേ എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ചെറിയൊരു ജെർക്ക് കൊടുത്തു. ഈ ചെറിയൊരു ജെർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ വേവ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഇങ്ങനെ അല്ലേ? ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മുകളിലേക്കും താഴേക്കും ആയിട്ടായിരിക്കും ഓസിലേഷൻസ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതേപോലെ ഒരു പൾസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. ആൻഡ് ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഈസ് വൈബ്രേറ്റിംഗ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇങ്ങനെ പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കാം. പാരലൽ ആയിട്ടാണ് വൈബ്രേഷൻ, നമ്മൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ട് വൈബ്രേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സിൽ ഓൾസോ നമുക്ക് 2 റീജിയൻസ് ഉണ്ട്. ട്രാൻസ്വേഴ്സ് വേവിൽ 2 റീജിയൻസ് ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ എലവേറ്റഡ് ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്രസ്റ്റ് എന്ന് പറയും. ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള റീജിയൻസിനെ നമ്മൾ എന്തെന്ന് പറയും? ട്രഫ് എന്ന് പറയും. ഓക്കെ, ആൻഡ് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന 2 ക്രസ്റ്റുകൾ തമ്മിലുണ്ട്. അതാണ് ഒരു ക്രസ്റ്റ് തുടങ്ങുക, ഇതാണ് രണ്ടാമത്തെ ക്രസ്റ്റ് തുടങ്ങുക. അപ്പോൾ സക്സസീവ് ആയിട്ടുള്ള 2 ക്രസ്റ്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ വേവ് ലെങ്ത് വരിക. വേവ് ലെങ്ത് വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ലാംഡ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും ട്രഫും കൂടെ കംപ്ലീറ്റ്, ഒരു അടുത്ത് കിടക്കുന്ന ഒരു ക്രസ്റ്റും ട്രഫും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫോംസ് ദ വേവ് ലെങ്ത്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂണൽ വേവ് കൺസിഡർ ചെയ്ത സമയത്ത് ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇതിപ്പം ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പാരലൽ ആയിട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്ന് പറയും. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ 2 റീജിയൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് റീജിയൻസിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ ഉണ്ടാകുന്ന ഈ പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ? അതിനെയാണ് ഹൈ പ്രഷർ റീജിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ കംപ്രഷൻസ് എന്ന് പറയും. ആൻഡ് കുറച്ച് റീജിയനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ടാവില്ല? കുറച്ച് ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ ഗ്യാപ്പുള്ള റീജിയൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ലോ പ്രഷർ റീജിയൻസ്, ദേ ആർ നോൺ ആസ് റയറിഫാക്ഷൻസ്. അതാണ് റയറിഫാക്ഷൻസ് വരിക. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന 2 കംപ്രഷൻസ് തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്ന 2 റയറിഫാക്ഷൻസ് തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ വേവ് ലെങ്ത് വരിക.
And compressions is the high pressure regions, and rarefactions is the low pressure regions. Okay. Yes. Then next one, what kind of mechanical waves inside a water and on the surface of the water. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ വേവ്സ് നമുക്കറിയാം, ലോഞ്ചിറ്റൽ വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വാട്ടറിന്റെ ഇൻസൈഡ് ദ വാട്ടറും ഓൺ ദ സർഫേസ് ഓഫ് ദി വാട്ടറും ഏതൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന മെക്കാനിക്കൽ വേവ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇൻസൈഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ, ഇൻസൈഡ് ദ വാട്ടർ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവ്സും ഓൺ ദ സർഫേസ് ഓഫ് ദി വാട്ടർ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ആസ് വെൽ ആസ് ട്രാൻസ്വേഴ്സ് വേവ്സും ഉണ്ടായിരിക്കും. അവിടെ മുകളിലേക്കും താഴേക്കും ഉണ്ടാവുന്ന മോഷനും ഉണ്ട്, അതുപോലെ തന്നെ പാരലൽ ആയിട്ടുള്ള മോഷനും ഉണ്ട്. Okay, ready, clear? Yes. Then wave in the equation നിങ്ങൾ പഠിക്കുക. ജനറൽ ആയിട്ട് ഒരു വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y is equal to a sin kx minus omega t plus phi എന്ന് പറഞ്ഞിട്ടാണ് ജനറലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. അതിലത്തെ ഓരോ ടേംസും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി പോവാം. വേർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്. എ എന്തായിരിക്കും? എ ആണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് വരിക. ഓക്കെ. ആൻഡ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി എന്താണെന്നറിയോ? കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വേവ് നമ്പർ. കെ ആയിരിക്കും വേവ് നമ്പർ വരിക. വേവ് നമ്പറിന്റെ ഇക്വേഷൻ വേർ കെ ഇസ് ഈക്വൽ ടു 2π by ലാംഡ. അതിന് നേരെ തിരിച്ചും പറയാം, ലാംഡ ഇസ് ഈക്വൽ ടു 2π by k എന്നും പറയാം. ഓക്കെ. ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒമേഗന്റെ ഇക്വേഷൻ ഇസ് 2π by t, അല്ലെങ്കിൽ t is equal to 2π by omega, അല്ലെങ്കിൽ f is equal to omega by 2π, or omega is equal to 2πf. ഇതൊക്കെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ്, താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് phi is the initial phase angle. നേരത്തെ പറയുന്ന അതേപോലെ തന്നെ phi is the initial phase angle or initial phase. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. Then next നോക്കൂ. Then ഇതിൽ വേവ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ്. വേവ് വെലോസിറ്റി ഒമേഗ v is equal to omega by k ആയിരിക്കും. ഓൾസോ v is equal to f lambda എന്ന് പറയുന്ന ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. v is equal to f lambda, ആൻഡ് ഓൾസോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ v is equal to omega by k. ഓക്കെ. യെസ്. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞു പോയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ. ദെൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഫോർ എ പ്രോഗ്രസീവ് വേവ്. എന്താണ് ഈ പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എ വേവ് വിച്ച് ഇസ് ട്രാവലിംഗ് ആയിട്ടുള്ള വേവിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്. അതായത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന വേവ് അല്ല, അതിങ്ങനെ കംപ്ലീറ്റ്ലി ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വേവ് ആണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ആയിട്ടുള്ള വേവിന് നമ്മൾ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ദ റിലേഷൻ y is equal to a sin kx minus omega t plus phi ആണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഈ ഒമേഗേനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റിലേഷൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടൈം പീരീഡിന്റെ റിലേഷനിൽ വെച്ചിട്ട് എഴുതിയിരിക്കുന്നു മാത്രം. ദാറ്റ് ഇസ് y is equal to a sin 2π into t by capital T minus x by lambda plus or minus phi എന്ന് പറയാം. അല്ലെങ്കിൽ y is equal to a sin kx minus omega t plus phi ട്ടാ. ഓക്കെ. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുള്ള സംഗതി തന്നെയാണ്. ഓക്കെ, റെഡി ആണ്. വേറെ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെയാണ്. ഇഫ് ദ സൈൻ ഓഫ് എക്സസ്, ഇനി നമുക്ക് ഇത് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് ആക്സിസിലാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇവിടെ തന്നിട്ടുള്ള കെന്റെയും ഒമേഗന്റെയും അതായത് എക്സിന്റെ ഒപ്പം കിടക്കുന്ന ആളാണ് കെ, ടീന്റെ ഒപ്പമുള്ള ആളാണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ തരും. അപ്പൊ നിങ്ങൾ ആദ്യം കിടക്കുന്ന ആൾ കെയും രണ്ടാമത് കിടക്കുന്ന ആൾ ഒമേഗ ആണെന്നുള്ള രീതിയിലല്ല പഠിക്കണ്ടേ. ടി എവിടെയാണോ കിടക്കണം, ടീന്റെ ഒപ്പമുള്ള ആളാണ് ഒമേഗ. എക്സ് എവിടെയാണോ കിടക്കണം, എക്സിന്റെ ഒപ്പമുള്ള ആളാണ് എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ എങ്ങനെയാണ് പോസിറ്റീവ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ കെയും അല്ലെങ്കിൽ കെ എക്സിന്റെയും ഒമേഗ ടിന്റെയും സൈൻ നോക്കുക. രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണെന്ന്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, ഒന്ന് നെഗറ്റീവും പോസിറ്റീവും. ഇപ്പൊ കെ എക്സ് പോസിറ്റീവും ഒമേഗ ടി നെഗറ്റീവും, അല്ലെങ്കിൽ കെ എക്സ് നെഗറ്റീവും ഒമേഗ ടി പോസിറ്റീവ്, അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ ആ വേവ് പോസിറ്റീവ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ആയിരിക്കും. ഇത് ട്രാവൽ ചെയ്യുന്നത് ഏതിലൂടെ ആയിരിക്കും? യെസ്, പോസിറ്റീവ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടും സെയിം ഡയറക്ഷൻ, സെയിം സൈൻ ആണെന്ന് വിചാരിക്കാം. അതായത് ഒന്നില്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവാം. അങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ആയിരിക്കും.
നെഗറ്റീവ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ആയിരിക്കും. ഇനി ഏത് ആക്സിസിലൂടെയാണ് ട്രാവൽ ചെയ്യാന്ന് പറയണമെങ്കിൽ ഈ കെന്റെ ഒപ്പമുള്ള ആൾ നോക്കുക. ഇപ്പൊ കെന്റെ ഒപ്പം എക്സ് അല്ലേ, അതുകൊണ്ട് ആ വേവ് ട്രാവലിംഗ് എല്ലാം എക്സ് ആക്സിസ് ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണ്. therefore it is traveling along പോസിറ്റീവ് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിലൂടെ ട്രാവൽ ചെയ്യണമെന്നാണെങ്കിൽ കെ വൈ മൈനസ് ഒമേഗ ടി. സെഡ് ആക്സിസിലൂടെ ആണെങ്കിൽ കെ സെഡ് മൈനസ് ഒമേഗ ടി. ഓക്കെ, ഇനി നെഗറ്റീവ് എക്സ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യണ വേവ് ആണെങ്കിൽ എന്ത് വരും? ഒന്നിനും കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് വൈ എന്ന് എഴുതാം. Okay, ready? Yes. With the sign of x and t is the same, then wave traveling in negative x-axis and it is different anengil wave is traveling along positive x-axis. K is the propagation constant and or wave number per meter. Okay. And relation between v and slope, v equal to slope into v omega another relation. And next is this relation between phase difference and time difference. തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഈ ഒരു രണ്ട് റിലേഷൻ കൂടെ നോക്കി വെക്കുക. ദാറ്റ് ഈസ് phi is equal to 2 pi by lambda into x ആണ്. ഓക്കെ, phi is equal to 2 pi by lambda into x ആയിരിക്കും. ദാറ്റ് ഈസ് phi is equal to kx അല്ലേ. kx ന് നമ്മൾ എന്താ പറയുക? k is equal to 2 pi by lambda അല്ലേ. അപ്പോൾ 2 pi by lambda into x എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കുക കേട്ടോ. ഓൾസോ ടൈം റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ phi is equal to omega t. അപ്പോൾ phi is equal to omega എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is 2 pi by capital T into t. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് റിലേഷൻ എഴുതി വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ നോക്കി വയ്ക്കുക. ആൻഡ് ഇഫ് ദ വേവ് ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഇക്വേഷൻ ഇസ് v is equal to root of t by mu ആണ്. വെർ mu എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് എ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ വരിക? t by mu എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മാസ് ബൈ l വരും. അപ്പോൾ tl by root of tl by m അങ്ങനെയും എഴുതാം. ഓക്കെ, ready? Where t is the tension and mu is the mass per unit length. t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? ടെൻഷൻ ആണ്. സ്ട്രെച്ചഡ് സ്ട്രിംഗിൽ ഉണ്ടാകുന്ന ടെൻഷൻ ആണ്. ആൻഡ് മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, റെഡി? അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയാം കേട്ടോ. മാസ് ഡെൻസിറ്റി അല്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ദെൻ നെക്സ്റ്റ് കേസ് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞു. ഇനി അതേപോലെ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ദാറ്റ് ഇസ് സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ആണ് പറയുന്നത്. ഇപ്പൊ ഡയറക്ഷൻ ഓഫ് ഓസിലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വേവ് ദെൻ ഡിപെൻഡ്സ് അപ്പോൺ ദി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ദാറ്റ് ഇസ് ബൾക്ക് മോഡുലസ് b is equal to minus p v divided by delta v ആയിരിക്കും വരിക. ആൻഡ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ്, ഗ്യാസിലും ലിക്വിഡ്സിലും ഒക്കെ ഉണ്ടാവുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് b by rho ആണ്. ബൾക്ക് മോഡുലസ് ആണ് വരിക. ആൻഡ് ഒരു സ്ട്രിങ്ങിന്റെ കേസിൽ അല്ലെങ്കിൽ സോളിഡ്സിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോളിഡ്സിന്റെ കേസിൽ ഉണ്ടാവും അവിടെ യങ്സ് മോഡുലസ് ആണ്. ബൾക്ക് ആയിരിക്കില്ല, അവിടെ യങ്സ് മോഡുലസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. therefore റൂട്ട് ഓഫ് y by rho വരും. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ്സ് ഇസ് റൂട്ട് ഓഫ് y by rho ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഫ്ലൂയിഡ്സ് ഇസ് റൂട്ട് ഓഫ് b by rho. ഇനി ഇതിന്റെ ലാപ്ലേസ് കറക്ഷൻ ഫോർമുല ഉണ്ട്. ലാപ്ലേസ് കറക്ഷൻ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ന്യൂട്ടൺസ് ഫോർമുല ഉണ്ട്. ആ ന്യൂട്ടൺസ് ഫോർമുല ലാപ്ലേസ് കറക്റ്റ് ചെയ്തായിരുന്നു അല്ലെ. ലാപ്ലേസ് കറക്റ്റ് ചെയ്തായിരുന്നു. സോ ലാപ്ലേസ് എന്താ കറക്റ്റ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ടേഴ്സ് ഐസോതെർമൽ പ്രോസസ് ആയിട്ടായിരുന്നു ആര് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, ന്യൂട്ടൺ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് b is equal to root of b by rho കിട്ടും. വെർ b is equal to p ആണ് എന്നുള്ളത് പറഞ്ഞു. ഐസോതെർമൽ പ്രോസസ് ഇത് വീണ്ടും ഞാൻ സോൾവ് ചെയ്യണില്ല. സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? pv is equal to കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ഐസോതെർമൽ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻ. എന്നിട്ട് വീണ്ടും അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ബൾക്ക് മോഡുലസ് മൈനസ് പി ഡെൽറ്റ വി ബൈ പി വി ബൈ ഡെൽറ്റ വി എന്ന് പറയുന്ന ഇക്വേഷന് നമുക്ക് അതായത് ബൾക്ക് മോഡുലസിന്റെ ഫോമിൽ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് b is equal to p എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് പ്രഷറിനോട് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ v is equal to root p by rho എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, പക്ഷേ ഇതിലൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന സമയത്ത് ജനറലി ഉണ്ടാവുക ഇപ്പൊ ഒരു 330 to 340 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ ആയിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക? എയറിൽ ഉണ്ടാവുന്ന സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഫോർമുല വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അപ്രോക്സിമേറ്റ്ലി ഒരു 280 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ എന്തോ ആണ് നമുക്ക് കിട്ടുക. അതായത് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ആ ഇൻകൺസിസ്റ്റൻസി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? യെസ്, ലാപ്ലേസ് വന്ന് കറക്റ്റ് ചെയ്തു. അതായത് ന്യൂട്ടൺ പറഞ്ഞതിൽ കുറച്ച് തെറ്റുണ്ട്. അതായത് ഐസോതെർമൽ പ്രോസസ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്തായിട്ട് കൺസിഡർ ചെയ്യണം? അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇക്വേഷൻ പി വി is equal to കോൺസ്റ്റന്റ് അല്ല. ഇവിടെ നമ്മൾ പി വി is equal to കോൺസ്റ്റന്റ് ആണ് ഐസോതെർമൽ പ്രോസസ് ആയിട്ട് എഴുതിയത്. പക്ഷെ അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ?
PV raised to gamma is equal to constant എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ PV raised to gamma is equal to constant എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇക്വേഷൻ സോൾവ് ചെയ്യണു. ഇതിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. P into gamma into V raised to gamma minus 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് B is equal to gamma P ക്ക് ഈക്വൽ ആണെന്ന് പറയും. ഗാമ P ക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇക്വേഷൻ V is equal to root B by rho എന്നുള്ളത് മാറ്റിയിട്ട് ലാപ്ലേസ് കറക്റ്റ് ചെയ്ത് എഴുതി which is equal to gamma P by rho. വെറും P by rho അല്ല, which is equal to gamma P by rho എന്ന് പറഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇൻകൺസിസ്റ്റൻസി സോൾവ് ചെയ്ത് ഇപ്പൊ നമുക്ക് കിട്ടും. കറക്റ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ കറക്റ്റ് വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. Okay, then next energy per unit time in energy per unit area per unit time in equation നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ. ഈ ഇക്വേഷൻ നമുക്ക് എക്സ്ട്രാ പഠിക്കുന്നതാണ്. നമ്മൾ ബോർഡ് എക്സാമിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇവിടെ നീറ്റ് സിലബസിൽ മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. I is equal to 2 pi square rho v f square a square ആണ്. That is average I is equal to half v square rho omega square a square ആയിരിക്കും വരിക. ഇക്വേഷൻ നോക്കി വെക്കുക. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Then സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് R is equal to രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതായത് x1 ഉം x2 ഉം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ഓൾറെഡി പറഞ്ഞായിരുന്നു. അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos y വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണ്. ദെൻ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ രണ്ടും കൂടി സൂപ്പർ പൊസിഷൻ ചെയ്യുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും വരും, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും വരും. ആൻഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻസ് വരുന്നുണ്ടായിരിക്കുക നമ്മുടെ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ അല്ലെ, 2n pi എന്ന് പറയുന്ന ഓർഡറിൽ വരികയാണെങ്കിൽ, അതായത് 0, 2 pi, 4 pi, 6 pi, 2n pi എന്ന് പറയുന്ന കണ്ടീഷൻസിലായിരിക്കും വരിക. അവിടെ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, അവിടെ അല്ലെങ്കിൽ ഇന്റൻസിറ്റി വിൽ ബി മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം ഇന്റൻസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് ആംപ്ലിറ്റ്യൂഡുകളും തമ്മിൽ ആഡ് ചെയ്താൽ മതി, a1 plus a2 ചെയ്താൽ മതി. ദാറ്റ് ഇസ് റൂട്ട് I maximum is equal to root I1 square plus root I1 plus root I2 ആയിരിക്കും. അല്ലെങ്കിൽ I max is equal to root I1 plus root I2 the whole square ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കഴിഞ്ഞു. ദെൻ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ തിരിച്ച് അവിടെ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക ഓഡ് മൾട്ടിപ്പിൾസ് ആണ് എടുക്കേണ്ടത്. അതായത് പൈ, 3 pi, 5 pi, 7 pi ആയിരിക്കും. അല്ലെങ്കിൽ 2n minus 1 into pi എന്ന് പറയുന്ന ഓർഡറിൽ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 2n minus 1 into lambda by 2 എന്ന് പറയുന്ന ഓർഡറിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടാവുന്നത് മിനിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും കിട്ടുക. മിനിമം ഇന്റൻസിറ്റി കിട്ടണമെങ്കിൽ a minimum is equal to a1 minus a2 അല്ലെങ്കിൽ I minimum is equal to root I1 minus root I2 the whole square വേണം ചെയ്യാൻ. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം I maximum is equal to a square വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. I maximum is equal to a square ആണെങ്കിൽ a1 plus a2 the whole square ആണ്. അതിനെ വെച്ചിട്ടാണ് നമ്മൾ റൂട്ട് വെച്ചിട്ട് എടുക്കണേ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിഫ്ലക്ഷൻ ഫ്രം എ ഫ്രീ ബൗണ്ടറി ആൻഡ് റിഫ്ലക്ഷൻ ഫ്രം an open boundary, means a closed boundary അല്ലെങ്കിൽ റിജിഡ് ബൗണ്ടറി. അപ്പം ഞാൻ എന്ത് ചെയ്യണു? ഇവിടെ ഒരു ഓപ്പൺ ബൗണ്ടറി ആണെന്ന് വിചാരിക്കാം. ഒരു വേവ് വന്ന് ഇങ്ങനെ ഒരു വേവ് വരണു, ഇത് ചെന്നിട്ട് ഇവിടെ ഇൻസിഡന്റ് ചെയ്തു. ഇതാണ് ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. വേവ് ചെന്നിട്ട് ഓപ്പൺ ബൗണ്ടറിയിൽ ചെന്ന് ഇൻസിഡന്റ് ചെയ്തു. ആ വേവ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇങ്ങോട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. റിഫ്ലക്ട് ചെയ്ത് വരുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതിന്റെ ഡയറക്ഷൻ നേരെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ചേഞ്ച് ചെയ്യും. വേവിന് വേറെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അവിടെ പോയി തട്ടി വേവ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വേവിനെ എനിക്ക് ജനറലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ഇതാണ് ഓപ്പൺ ബൗണ്ടറിയിൽ ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ ഓഫ് വേവ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ജനറലി അവിടെ ചെന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന വേവിനെ എനിക്ക് എന്താക്കിയിട്ട് എഴുതാം? y is equal to a sin omega t അല്ലെങ്കിൽ kx minus omega t plus y എന്ന് പറഞ്ഞിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യണു. അവിടെ ചെന്ന വേവ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരികയാണെങ്കിൽ ഡയറക്ഷൻ നേരെ ചേഞ്ച് ചെയ്തു. അപ്പോൾ y2 is equal to അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിനെ yr എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാണ്. yr is equal to a sin ഡയറക്ഷൻ ചേഞ്ച് ചെയ്തൊക്കെ എഴുതുക. അപ്പോൾ kx plus omega t plus y എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇനി റിജിഡ് ബൗണ്ടറിയിൽ ചെന്ന് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് വേവ് ചെന്ന് ഇവിടേക്ക് ചെന്ന് ഈ ഒരു പോയിന്റ് ചെന്നിട്ട് ഇൻസിഡന്റ് ചെയ്തു. ആൻഡ് റിഫ്ലക്ട് ചെയ്യുന്ന വേവിന് എന്താ ചേഞ്ച് വരിക എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും, പക്ഷേ അത് നേരെ തിരിയും. ഓക്കെ, അങ്ങോട്ട് പോകുന്ന വേവ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നേരെ എന്ത് ചെയ്യും? നേരെ കമിഴ്ന്നിട്ടായിരിക്കും വരിക. അല്ലെങ്കിൽ നേരെ ഒരു പൈ ആംഗിൾ അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ അത് നേരെ തിരിഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അവിടെ ഫേസ് ആംഗിളിന്റെ ഒരു ചേഞ്ചും കൂടെ വന്നിട്ട് ഫേസ് ആംഗിളും ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻസിഡന്റ് വേവിനെ എങ്ങനെ എഴുതാം? ഇൻസിഡന്റ് വേവിന്റെ ഇക്വേഷൻ yi is equal to a sin
കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരുന്നു എഴുതിയെന്നുണ്ടെങ്കിൽ അവിടെ റിഫ്ലക്ട് ചെയ്യുന്ന വേവിനെ എനിക്ക് എന്ത് എഴുതാം? റിഫ്ലക്റ്റഡ് വേവ് വൈ ആർ ഇസ് ഈക്വൽ ടു എ സൈൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, ഓഫ് കോഴ്സ് കെ എക്സ് പ്ലസ് ഒമേഗ ടി ആവും, പ്ലസ് ഒരു പൈ ആംഗിളിലൂടെ ചേഞ്ച് വന്നു, പൈ ആംഗിളിലൂടെ ചേഞ്ച് വന്നു. അതുകൊണ്ട് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് പൈ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ ഫേസ് ആംഗിൾ വേണമെങ്കിൽ, നേരത്തെ ഫേസ് ആംഗിൾ വേണമെങ്കിൽ നിങ്ങൾ പൈ വേണമെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. മുന്നത്തേൽ കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഫൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, യെസ്, ഫൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആണ്? യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, സ്റ്റാൻഡിങ് വേവ് ആൻഡ് നോർമൽ മോഡ്സ് ആണ് പറയുന്നത്. സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇപ്പൊ ഒരു വേവ് അങ്ങോട്ട് ട്രാവൽ ചെയ്തു, അതേ സെയിം വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ സെയിം ആംപ്ലിറ്റ്യൂഡിൽ സെയിം ഫ്രീക്വൻസിയിൽ ആ വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു. ആ രണ്ട് വേവ്സും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് ദ സ്റ്റാൻഡിങ് വേവ്സ്. സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദേ ആർ സ്റ്റേഷനറി. സ്റ്റാൻഡിങ് വേവ്സിന് തന്നെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ്സ് എന്ന് പറയാം. അങ്ങനെയുള്ള വേവ്സ് ആക്ച്വലി എന്താവില്ല? മൂവ് ചെയ്യില്ല. പ്രോഗ്രസീവ് വേവ് അല്ല, ട്രാവലിംഗ് വേവ് അല്ല. അതെന്താണ്? സ്റ്റേഷനറി വേവ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ്സ് ആണ്. ഈ സ്റ്റാൻഡിംഗ് വേവ്സിൽ നമുക്ക് കുറച്ച് റീജിയൻസ് പറയാം. ഇതിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള റീജിയൻ ഇല്ലേ? ഇതാണ് സീറോ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള റീജിയൻസ് ഇല്ലേ? ഈ റീജിയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദെയർ നോഡ്സ്. അതെന്തായിരിക്കും? നോഡ്സ് ആയിരിക്കും. ഓക്കെ, ആൻഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന ഈ റീജിയൻസ് ഇല്ലേ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന റീജിയൻസ്, അതാണ് എന്ത്? അതിന്റെ ആന്റി നോഡ്സ് വരിക കേട്ടോ. മുകളിലും താഴെ അതിന്റെ ആന്റി നോഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്? സെറ്റ് ആണ്? ഓക്കെ ആണെന്ന് വിചാരിക്കണം. റെഡി? യെസ്. സോ when two waves of same frequency and amplitude, same frequency ആണ്, same amplitude രണ്ട് waves moving along the same path in opposite directionലേക്ക് travel ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they get superimposed and we got the stationary waves or standing waves. Ready? Clear? Yes. ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഫോർ സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ എ സ്ട്രിങ് ആൻഡ് സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ ഓപ്പൺ പൈപ്പ് ആൻഡ് ക്ലോസ്ഡ് പൈപ്പ് ചെയ്യും. സോ സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ ദ കേസ് ഓഫ് സ്ട്രിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിന് ഫണ്ടമെന്റൽ മോഡ് ഉണ്ട്, ഫസ്റ്റ് മോഡ് ഉണ്ട്, ഫസ്റ്റ് ഹാർമോണിക് ഉണ്ട്, സെക്കൻഡ് ഹാർമോണിക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിംഗ് വേവ്സ് ഇത് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് ഫിഗർ വരിക അല്ലേ? ഇതിന്റെ ലെങ്ത് എത്രയാ? ഇത് വീണ്ടും ഞാൻ കാൽക്കുലേഷൻ ചെയ്യണില്ല, ഇപ്പോൾ ഒരെണ്ണത്തിന്റെ കേസിൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ എല്ല് വരിക, and that is which is L length L is equal to എന്താ വരിക? which is equal to lambda by 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ L is equal to lambda by 2 വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് lambda we got 12 ആണ്. നമുക്കറിയാം V is equal to F lambda ആണ്. therefore frequency F is equal to V by lambda വരും. that is V by 12 എന്ന് പറഞ്ഞിട്ട് വരും. V by 12 എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് മോഡിൽ ഉണ്ടാവുന്ന ഫ്രീക്വൻസി വരിക. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കും? F2 കണ്ടുപിടിക്കും, F3 കണ്ടുപിടിക്കും. സോ F2 എത്രയാണ് വരിക? F2 which is equal to 2V by 12 അല്ലെങ്കിൽ V by 12 എന്ന് പറഞ്ഞിട്ട് കിട്ടും. V by L എന്ന് പറഞ്ഞിട്ട് കിട്ടും. V by L എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് F3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is 3V by 12 ആയിരിക്കും. 3V by 12 ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാകുന്ന റിലേഷൻ എങ്ങനെയാണെന്ന് അറിയോ? F1 is to F2 is to F3 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ F1 is to F2 is to F3 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് that is 1 is to 2 is to 3 ഇതായിരിക്കും റേഷ്യോ വരിക കേട്ടോ. ഓക്കെ, സെക്കൻഡ് മോഡിൽ എന്ത് ചെയ്യും? ഇതേപോലത്തെ ഒരാളും കൂടെ വരും. വേണമെങ്കിൽ ഫിഗർ ഞാൻ സൈഡിൽ ചെറുതായിട്ട് വരച്ചിട്ട് തരാം. ഇവിടെ എങ്ങനെ വരുന്ന വെച്ചാൽ സെക്കൻഡ് മോഡിൽ യെസ് ഇതേപോലത്തെ രണ്ടാൾ വരും. ഓക്കെ, ആൻഡ് തേർഡ് മോഡിൽ ഇതേപോലത്തെ 3 ആൾ വരും. യെസ്, ഓക്കെ ഓക്കെ, യെസ്, ഇങ്ങനെയാണ് സ്റ്റാൻഡിംഗ് വേവ്സ് വരുന്നുണ്ടായിരിക്കും. ക്ലിയർ സെറ്റ് ആണ്? യെസ്. ദെൻ നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണു? ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിലും എടുക്കുന്നുണ്ടായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഗർ വരുന്നുണ്ടായിരിക്കുക യെസ് ഇങ്ങനെയാണ് വരും. ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, ഒരു എൻഡ് ഓപ്പൺ ആണ്. ഒരു എൻഡ് ക്ലോസ്ഡ്, ഒരു എൻഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ ഉണ്ടാവുന്ന ലെങ്ത് ഇതാണ്. ലെങ്ത് L ഉണ്ടായിരിക്കുക. ലെങ്ത് L which is equal to ലാംഡ ബൈ 4 ആണ്. അതായത് ലാംഡ ബൈ 2ന്റെയും പകുതിയാണ്. സോ L is equal to ലാംഡ ബൈ 4 ആണ്. therefore ലാംഡ is equal to 4L വരും. നിങ്ങൾക്കറിയാം V is equal to F ലാംഡ. therefore F is equal to V by ലാംഡ ആണ്. that is V by 4L വരും. V by 4L വരും. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്കിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡിന്റെ ഇക്വേഷൻ വരാം. ഓക്കെ ഓക്കെ, അതേപോലെ F2
F3 ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഇവിടുത്തെ കേസിൽ 3v/4l വരും. ആൻഡ് ഇവിടുത്തെ കേസിൽ 5v/4l വരും. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗർ കിട്ടും കേട്ടോ. അത് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് വീണ്ടും അതിന്റെ ഫിഗർ ഒന്ന് വേണമെങ്കിൽ ഞാൻ വരച്ചിട്ട് തരാം. അതായത് ഒരു എൻഡ് ക്ലോസ് ആയി അടുത്ത എൻഡ് ഓപ്പൺ ആക്കുക. ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു എൻഡ് ക്ലോസ് ആയി അടുത്ത എൻഡ് ഓപ്പൺ ആക്കുക. ഇങ്ങനെയാണ് ഫിഗർ വരിക. ഓക്കെ ഓക്കെ, റെഡി. ഇനി ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും എന്നറിയോ? ദാറ്റ് ഈസ് F1:F2:F3 നമ്മൾ റേഷ്യോ എടുത്താൽ 1:3:5 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഫ്രീക്വൻസികൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ കിട്ടുക. റെഡി റെഡി, യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിലാണെന്നുണ്ടെങ്കിൽ രണ്ട് എൻഡും ക്ലോസ്ഡ് ആയിരിക്കും. മീൻസ് രണ്ട് എൻഡും ഓക്കെ. നേരത്തെ നമ്മൾ എഴുതിയതിൽ ചെറിയ കറക്ഷൻ ഉണ്ടോ? ഇത് ക്ലോസ്ഡ് പൈപ്പ് ആയിരുന്നേ, ഇത് ക്ലോസ്ഡ് പൈപ്പ് ആയിരുന്നു കേട്ടോ. യെസ്, ക്ലോസ്ഡ് പൈപ്പിൽ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്. ഇത് ദിസ് ഇസ് ഫോർ closed pipe. This is for closed pipe. Closed pipe ആണ്. And next one is organ pipe or open pipe. ഇവിടെ എന്തായിരിക്കും? Open pipe ആയിരിക്കും. ഓപ്പൺ പൈപ്പിന്റെ കേസിൽ രണ്ട് എൻഡും ഓപ്പൺ ആയിരിക്കും. രണ്ട് എൻഡും ഓപ്പൺ ആയിരിക്കും കേട്ടോ. രണ്ട് എൻഡും ഓപ്പൺ ആക്കുക. രണ്ട് എൻഡും ഓപ്പൺ ആക്കി വയ്ക്കുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ വരിക. അപ്പോൾ രണ്ട് എൻഡും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ യെസ്, രണ്ട് എൻഡും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഗർ എങ്ങനെയായിരിക്കും വരിക? ദാറ്റ് ഇസ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ലെങ്ത് L. ആൻഡ് ഇവിടെ ഉണ്ടാവുന്നത് ഡിസ്റ്റൻസ് ആണ്, ഇസ് ഈക്വൽ ടു ലാംഡ ആയിരിക്കും. λ/2 ആയിരിക്കും. λ/2 ഈക്വൽ ആണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ അതേ സെയിം കേസ് തന്നെയാണ് വരിക. L is equal to λ/2, ദാറ്റ് ഇസ് λ is equal to 2L ആണ്. ആൻഡ് B is equal to നിങ്ങൾക്കറിയാം F λ ആണ്. F is equal to V/λ വരും. ദാറ്റ് ഇസ് F1 is equal to V/2L എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്തും ചെയ്യാം? F2 F3 കണ്ടുപിടിക്കാം. ആൻഡ് F2 is equal to V/L വരും. ആൻഡ് F3 is equal to 3V/12 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, this is in the case of open pipe. Yes, ഇവിടെയും റേഷ്യോ എഴുതാം. റേഷ്യോ F1:F2:F3 കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1:2:3 വരും. 1:2:3 വരും. ഓക്കെ, നമ്മൾ നേരത്തെ സ്ട്രിങ്ങിന്റെ അതേ സെയിം കേസ്. അപ്പോൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെ കേസിലും ഓപ്പൺ പൈപ്പിന്റെ കേസിലും സെയിം ആണ്. ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ള റേഷ്യോ വരുന്നുള്ളൂ. ആ റേഷ്യോ റിലേഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡിലും ഫസ്റ്റ് ഫണ്ടമെന്റൽ മോഡിൽ ഫസ്റ്റ് ഓവർ ടോണിൽ സെക്കൻഡ് ഓവർ ടോണിൽ ഉണ്ടാകുന്ന സംഗതി ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ബീറ്റ്സ് ആണ്. ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം നമ്മളിപ്പോ നിങ്ങളൊരു രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട് സിഗ്നൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് ഒന്ന് കയറി ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൗണ്ട് കേൾക്കില്ല. അങ്ങനെയുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കുറഞ്ഞ സൗണ്ട്, പിന്നെ കൂടുക കുറയുക. വാക്സിങ് ആൻഡ് വാനിങ് ആ സൗണ്ട് സിഗ്നൽസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബീറ്റ്സ് എന്ന് പറയാം. അതായത് ഫ്രീക്വൻസി കുറയുള്ളതും കൂടുതലുള്ളതും കുറയുക, അങ്ങനെ കൂടുക കുറയുക അങ്ങനെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യെസ്, ബീറ്റ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ വെൻ ടു ഹാർമോണിക് സൗണ്ട് വേവ്സ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ബട്ട് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസീസ്, അല്ലെ? അതായത് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതിന്റെ ഫ്രീക്വൻസിയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടന്റ് ആയിട്ടുള്ള വേവ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? സിംഗിൾ സൈനസോയ്ഡൽ വേവ് ആയിട്ടായിരിക്കും, പക്ഷെ കയറി ഇറങ്ങിയിട്ടായിരിക്കും നമുക്ക് കേൾക്കുന്നുണ്ടായിരിക്കും, അല്ലെ? ദാറ്റ് ഇസ് വാരിയിങ് ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഗോസ് ഫ്രം മാക്സിമം ടു 0 ആൻഡ് ബാക്ക്. മാക്സിമം പോവാ 0 പോവാ ബാക്കിലേക്ക് വരിക, മാക്സിമം പോവാ 0 വരിക ബാക്കിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ കോസസ് എ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി കോൾഡ് ബീറ്റ്സ്. അപ്പൊ ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്ന വേരിയേഷൻസ് ഇന്റൻസിറ്റിയിൽ വേരിയേഷൻസ് കൊണ്ടുവരും. ആൻഡ് ദിസ് ഫ്രീക്വൻസി വിത്ത് വിച്ച് ആംപ്ലിറ്റ്യൂഡ് റൈസ് ആൻഡ് ഫോൾസ്. അതായത് ആംപ്ലിറ്റ്യൂഡ് ഇതുപോലെ മുകളിലേക്ക് പോവുക താഴേക്ക് പോവുക, ആ ഒരു ഫ്രീക്വൻസി ഡിഫറൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബീറ്റ് ഫ്രീക്വൻസീസ് എന്ന് പറയാം. ഇപ്പോൾ സ്ലൈറ്റ്ലി ഡിഫറൻസ് in ഫ്രീക്വൻസി എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് സിഗ്നലിന്റെ ഫ്രീക്വൻസി F1 സെക്കൻഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി F2 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? F1 മൈനസ് F2 എടുത്താൽ മതി. ഇതിന്റെ മോഡുലസ് എടുക്കുക, അതായത് ഏറ്റവും ഹയർ ഫ്രീക്വൻസീസിൽ നിന്നും ലോവർ ഫ്രീക്വൻസി മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ബീറ്റ് ഫ്രീക്വൻസി. റെഡി. ഇതിൽ ആ മാക്സിമം റേഞ്ച് പോകുന്നതാണ് വാക്സിങ് ആൻഡ് മിനിമം റേഞ്ചിലേക്ക് പോകുന്നതാണ് വാനിങ്. അപ്പോൾ വാക്സിങ് ആൻഡ് വാനിങ് നടക്കുന്നുണ്ടായിരിക്കും ഇവിടെ.
റെഡി ഇത്രയും കാര്യങ്ങളും കൂടി ഉള്ളൂ നമ്മുടെ ഈ ഒരു വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ തിയറി കംപ്ലീറ്റ് ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കി പോവുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4 ചാപ്റ്റേഴ്സ് അല്ലേ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന് പറയുന്ന ഇത്രയും ചാപ്റ്റർ നമ്മൾ ഇതേ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. NCERT എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നോക്കുക, വായിച്ച് നോക്കുക, NCERT ഫോളോ ചെയ്യുക, വായിച്ച് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. യെസ്, നമ്മുടെ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. സോ ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ, സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ.